ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും ടെല്ല ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ +1 ബയോളജിയിലെ അല്ലെങ്കിൽ +1 സുവോളജിയിലെ തന്നെ ഫസ്റ്റ് ചാപ്റ്ററാണ് ലിവിങ് വേൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ NCERT ടെക്സ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ലൈൻ ബൈ ലൈൻ ആയിട്ട് ഡീകോഡ് ചെയ്യാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ്, എന്താണ് ലിവിങ് വേൾഡ് അല്ലേ, ജീവിയ ലോകം. അപ്പോൾ ഈ പറയുന്ന ഭൂമി എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഓർഗാനിസംസാൽ സമ്പന്നമാണ് നമുക്ക് പറയാം. പലതരത്തിലുള്ള ജീവനുള്ള ഓർഗാനിസംസ് നമ്മുടെ ഈ ഒരു ഭൂമിയിലുണ്ട്. അപ്പോൾ ജീവനുള്ള ഓർഗാനിസംസ് മാത്രമല്ല, ജീവനില്ലാത്തവരും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ലിവിങ് ഓർഗാനിസംസിനെയും നോൺ ലിവിങ് ഓർഗാനിസംസിനെയും തങ്ങളിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കും. കാരണം ഈ പറയുന്നവയ്ക്കെല്ലാം, എസ്പെഷ്യലി ലിവിങ് ഓർഗാനിസത്തിന് ധാരാളം പ്രത്യേകതകളുണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രത്യേകതകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്താ ചെയ്തത്, ലിവിങ്ങും നോൺ ലിവിങ്ങും തങ്ങളിൽ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യുന്നത് അല്ല. അപ്പോൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും പറ്റും. അപ്പോൾ കുറേ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കല്ലേ നമ്മൾ എന്തെന്ന് പറയുക, ലിവിങ് ഓർഗാനിസംസിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ കുറിച്ച്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ലിവിങ് ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എന്താണ് ലിവിങ് എന്ന് പറയുന്നത്, അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ ആദ്യം തന്നെ നൽകിയിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ഈസ് ലിവിങ്, എന്താണ് ലിവിങ് അല്ലെങ്കിൽ ജീവനുള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുന്നത് നോക്കി. When we try to define living, we conventionally look for distinctive characteristics exhibited by living organisms. അപ്പോൾ ജീവനുള്ളത് എന്നൊരു അർത്ഥം വരുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നിങ്ങളടുത്ത് ജീവനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ജീവനുള്ള ഓർഗാനിസത്തിന് പലതരത്തിലുള്ള സവിശേഷതകളെല്ലാം നമ്മൾ പറയാൻ തുടങ്ങും. ജീവനുള്ളവർക്ക് ശ്വസിക്കാൻ പറ്റും, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കുറേയധികം ക്യാരക്ടേഴ്സൊക്കെ നമ്മളിരുന്ന് പറയും. ജീവനില്ലാത്തവർക്കാണെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് ശ്വസിക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ കമ്പയർ ചെയ്ത് പറയാറില്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ലിവിങ് ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. കാരണം ധാരാളം സവിശേഷതകളുള്ളവരായിരിക്കും ആരെന്ന് പറയുന്നത്, ലിവിങ് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. Growth, reproduction, ability to sense environment and mount a suitable response come to our mind immediately as unique features of living organism. അപ്പോൾ ലിവിങ് ഓർഗാനിസത്തിന് മാത്രം ചില സവിശേഷതകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഗ്രോത്ത്, വളരാനുള്ള കഴിവ് അല്ലെ, ലിവിങ് ഓർഗാനിസത്തിനുള്ളൊരു ക്യാരക്ടറാണ്. അടുത്തത് റീപ്രൊഡക്ഷൻ, പ്രത്യുൽപാദനത്തിനുള്ള കഴിവ്, തൊട്ടടുത്ത തലമുറയെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ്, അതാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുക. അടുത്തൊരു ക്യാരക്ടർ നോക്കുക, എബിലിറ്റി ടു സെൻസ് എൻവയോൺമെൻറ്റ്, അവരുടെ ചുറ്റുപാട് ഉള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് അല്ലേ, എബിലിറ്റി ടു സെൻസ് ദ എൻവയോൺമെൻറ്റ് ആൻഡ് മൗണ്ട് എ സ്യൂട്ടബിൾ റെസ്പോൺസ് come to our mind immediately as the unique features of the living organs. അത് മാത്രമാണോ, ഈ പറയുന്ന എൻവയോൺമെൻറ്റിനെ മനസ്സിലാക്കുന്നത് മാത്രമല്ല, അവർക്ക് കിട്ടുന്ന ചുറ്റുപാടിൽ നിന്നും കിട്ടുന്ന സ്റ്റിമുലസ് എന്താണോ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവ്. അപ്പോൾ ഇവയെല്ലാം സാധാരണഗതിയിൽ ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. One can add a few more features like metabolism, ability to self-replicate, self-organize, interact and emergence to this list. അതായത് ഇപ്പോൾ നമ്മൾ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടറായിട്ട് ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, എബിലിറ്റി ടു സെൻസ് എൻവയോൺമെൻറ്റ്, റെസ്പോൺസ് ചെയ്യാനുള്ള കഴിവ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇത് മാത്രമല്ല ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ ആഡ് ചെയ്യാം. എങ്ങനെ പറയാമെന്നറിയോ, മെറ്റബോളിസം, ഉപാപചയ പ്രവർത്തനങ്ങൾക്കുള്ള കഴിവ്, അല്ലെങ്കിൽ മെറ്റബോളിക് ആയിട്ടുള്ള റിയാക്ഷൻസ് ബോഡിയിൽ നടക്കുന്നവരാണ് ലിവിങ് ഓർഗാനിസംസ് എന്ന് പറയുക. അപ്പോൾ അത് അവരുടെ ഒരു പ്രത്യേകത അല്ലെ, മെറ്റബോളിസത്തിനുള്ള കഴിവ്, എബിലിറ്റി ടു സെൽഫ് റെപ്ലിക്കേറ്റ്, അതായത് ഇരട്ടിക്കാനുള്ള അല്ലെ സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ്, ദെൻ സെൽഫ് ഓർഗനൈസേഷനുള്ള കഴിവ്, കോർഡിനേറ്റ് ചെയ്യാനുള്ള കഴിവ്, ഇൻറ്ററാക്ട് ചെയ്യാൻ, മറ്റുള്ളവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള കഴിവ് അല്ലേ, അവരിൽ നിന്ന് ഉത്ഭവിക്കാനുള്ള കഴിവ്, ഒന്നിൽ നിന്ന് മറ്റൊരാൾ ഫോം ചെയ്യുന്നത് അല്ലേ. അപ്പം ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ക്യാരക്ടർ ആർക്കുണ്ടെന്ന് പറയാം, ലിവിങ് ഓർഗാനിസത്തിനുണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്, ഇതുപോലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ക്യാരക്ടേഴ്സ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയുകയാണ്. ലിവിങ് ഓർഗാനിസത്തിൻ്റെ കുറച്ച് ക്യാരക്ടേഴ്സ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ആദ്യം തന്നെ അതിൽ ഒന്നാമത്തെ ക്യാരക്ടറായിട്ട് നമ്മൾ എടുക്കുന്നത് ഗ്രോത്ത് ആണ്. ഒന്നാമത്തെ ക്യാരക്ടറായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്, ഗ്രോത്തിനെ കുറിച്ചിട്ടാണ്. ഓൾ ലിവിങ് ഓർഗാനിസംസ് ഗ്രോ, എല്ലാ ജീവനുള്ള ഓർഗാനിസംസിനും എന്തിനുള്ള കഴിവുണ്ട്, വളരാനുള്ള കഴിവുണ്ട്. അതാണ് ഒന്നാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത്. Increase in mass and increase in number of individuals are the twin characteristics of growth. നീറ്റിന് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്താന്ന് നോക്കി, ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് ഇൻക്രീസ് ഇൻ നമ്പർ
ഓഫ് ഇൻഡിവിജ്വൽസ് ആർ ദ ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത്. അതായത് വളർച്ചയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സ്വഭാവങ്ങൾ എന്തെല്ലാമാണ് എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? മാസിലുള്ള വർധനവ്, അതായത് ഇൻക്രീസ് ഇൻ മാസ്. അത് മാത്രമാണോ? ഇൻഡിവിജ്വൽസിന് എണ്ണത്തിലുള്ള വർധനവ്. ഇതെല്ലാം ഗ്രോത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്യാരക്ടേഴ്സാണ്. അതാണ് ട്വിൻ ക്യാരക്ടേഴ്സ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിച്ച് ആർ ദ ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയേണ്ടതായിട്ട് വരും? ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് ഇൻക്രീസ് ഇൻ നമ്പർ. ഒരുപാട് തവണ നീറ്റിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് അത് പഠിച്ചു വെച്ചിരിക്കുക. എ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ഗ്രോസ് ബൈ സെൽ ഡിവിഷൻ. നമുക്കറിയാവുന്ന കാര്യമാണ്, ബഹുകോശ ജീവികൾ. നമ്മൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസമാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ബോഡിക്കകത്ത് ഒരുപാട് സെല്ലുകളുണ്ട്. അപ്പോൾ പൊതുവേ ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എടുത്താൽ അവയുടെ ബോഡിയിൽ എന്ത് നടക്കുന്നുണ്ട്? ഗ്രോത്ത് നടക്കുന്നത് എന്തിൻ്റെ ഫലമായിട്ടാണ്? സെൽ ഡിവിഷൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ വളർച്ച നടക്കുന്നത് മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ കേസിൽ എന്തിൻ്റെ ഫലമായിട്ടാണ്? സെൽ ഡിവിഷൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് പഠിക്കേണ്ടതാണ് അല്ലേ? അപ്പോൾ ഗ്രോത്ത് മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൽ നടക്കുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? സെൽ ഡിവിഷൻ, കോശ വിഭജനത്തിൻ്റെ ഫലമായിട്ടാണ്. In plants, this growth by cell division occurs continuously throughout their lifespan. അതേസമയം ചെടികളിൽ, സസ്യങ്ങളിൽ നമ്മൾ ഗ്രോത്തിനെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഗ്രോത്ത് നടക്കുന്ന സെൽ ഡിവിഷൻ വഴി തന്നെയാണ്. പ്ലാന്റ്സും മൾട്ടി സെല്ലർ ആണ്, നമുക്കറിയാം. ആനിമൽസും മൾട്ടി സെല്ലർ ആണ്. പക്ഷെ പ്ലാന്റ്സിൻ്റെ കേസിൽ ഗ്രോത്ത് എന്താണ്? അവരുടെ ആ ഒരു ലൈഫ് സ്പാൻ ഫുള്ളി നടക്കുന്നുണ്ട്. അതായത് അവർ ജനിച്ച് മരിക്കുന്നിടം വരെ അവരുടെ ബോഡിയിൽ ഗ്രോത്ത് നടക്കുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോത്ത് നടക്കുന്നുണ്ട്. അതായത് സെൽ ഡിവിഷൻ കണ്ടിന്യൂസ്ലി നടക്കുന്നുണ്ട്. ഇൻ പ്ലാന്റ്സ് ദിസ് ഗ്രോത്ത് ബൈ സെൽ ഡിവിഷൻ ഒക്കേഴ്സ് കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ. അവരുടെ ആയുർദൈർഘ്യം മുഴുവനായിട്ടും ഈ പറയുന്ന പ്ലാന്റ്സിൽ ഈ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ സെൽ ഡിവിഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണ്. സെൽ ഡിവിഷൻ കണ്ടിന്യൂസ്ലി നടന്ന് ഗ്രോത്ത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ് പ്ലാന്റ്സിൽ. In animals, this growth is seen only up to a certain age. അതേസമയം ആനിമൽസിൻ്റെ കേസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിലോ ഈ വളർച്ച എന്ന് പറയുന്നത് എന്താ? ലിമിറ്റഡ് ആണ്. ഒരു പെർട്ടിക്കുലർ ഏജ് വരെയേ ഉള്ളൂ. അതിനുശേഷം ഗ്രോത്ത് നടക്കുന്നില്ല, ഡെവലപ്മെൻ്റ് ആണ് പിന്നെ നടക്കുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്തു വെച്ചിരിക്കുക. പ്ലാന്റ്സിൻ്റെ കേസിൽ ഗ്രോത്ത് എന്ന് പറയുന്നത്, സെൽ ഡിവിഷൻ വഴിയുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് അവരുടെ ലൈഫ് സ്പാൻ ത്രൂ ഔട്ട് നടക്കുന്നുണ്ട്. അതേസമയം ആനിമൽസിൻ്റെ കേസിൽ ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? ഓൺലി അപ് ടു എ സർട്ടൻ ഏജ്. അതായത് ഒരു ലിമിറ്റഡ് ടൈം പീരീഡ് ഉണ്ട്, അല്ലെങ്കിൽ ലിമിറ്റഡ് ഏജ് ഉണ്ട്. അതുവരെ എന്ത് സംഭവിക്കുന്നുള്ളൂ? ഈ ഒരു ആനിമൽസിൽ ഗ്രോത്ത് നടക്കുന്നുള്ളൂ. However, cell division occurs in certain tissues to replace the lost cells. അപ്പോൾ നമ്മുടെ കേസിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മുറിവൊക്കെ ഉണ്ടാവും. അപ്പോൾ സെല്ലുകൾ എന്ത് ചെയ്ത് പോകാറുണ്ട്? നശിച്ചു പോകാറുണ്ട്. അപ്പോൾ നശിച്ചു പോകുന്ന സെല്ലുകൾ തിരിച്ചു വരണ്ടായോ നമുക്ക്? അപ്പോൾ അതിനുവേണ്ടി എന്ത് സംഭവിക്കാറുണ്ട്? നമ്മുടെ ബോഡിയിൽ സെൽ ഡിവിഷൻ നടക്കാറുണ്ട് അല്ലേ? However, cell division occurs in certain tissues to replace the lost cell. അപ്പോൾ ലോസ്റ്റ് സെൽസിനെ തിരിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ, ലോസ്റ്റ് സെൽസ് പോയി കഴിഞ്ഞാൽ സെല്ലുകളെ തിരിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാനായിട്ട് സെൽ ഡിവിഷൻ നടക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ കേസിലാണ് സംസാരിച്ചത്. ഇനി നമ്മൾ പറയുന്ന ആരെക്കുറിച്ചിട്ടാണ്? യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ഉണ്ടല്ലോ, ഏകകോശ ജീവികളുണ്ടല്ലോ, അവരുടെ കേസ് നോക്കാം. യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ഓൾസോ ഗ്രോ ബൈ സെൽ ഡിവിഷൻ. ഓക്കെ, യൂണിസെല്ലുലാർ ഓർഗാനിസംസ്, അതായത് ഏകകോശ ജീവികൾക്കും ഗ്രോത്ത് നടക്കുന്നത് എന്ത് വഴി തന്നെയാ? സെൽ ഡിവിഷൻ വഴി. അപ്പോൾ ഒരു പോയിന്റ് നിങ്ങൾക്ക് ഓർത്ത് വെച്ചിരിക്കാം, ഗ്രോത്ത് നടക്കുന്നത് എല്ലായ്പ്പോഴും യൂണിസെല്ലുലാർ ഓർഗാനിസം ആയാലും മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആയാലും ഏത് പ്രോസസ്സ് വഴിയാണ്? സെൽ ഡിവിഷൻ വഴിയാണ്. അടുത്ത പോയിന്റ് നോക്കിയേ. One can easily observe this in vitro cultures by simply counting the number of cells under the microscope. നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന ഒരു പ്രോസസ്സ് നമുക്ക് ലാബുകളിൽ ചെയ്യും. ഇൻ വിട്രോ, അതായത് ലാബിൽ നമുക്കിത് ചെയ്ത് നോക്കാം. അപ്പോൾ ലാബിൽ നമ്മളിപ്പോൾ എന്താണ് ഒരു കൾച്ചർ മീഡിയം ഒക്കെ കൊടുത്ത് ബാക്ടീരിയാസിനെ വളർത്താൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ടീരിയ കൾച്ചർ മീഡിയത്തിനുള്ളിൽ വളരും. അപ്പോൾ നമ്മളൊരു മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി നമുക്കത് കാണാനും സാധിക്കും. വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം? ഒരു മൾട്ടിപ്ലൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ? അപ്പോൾ അതായത് മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി നമുക്കിത് വിസിബിൾ ആണ്. Then, in majority of higher animals and plants, growth and reproduction are mutually exclusive events. ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചിരിക്കുക. അതായത് മിക്ക ഹയർ ആനിമൽസിലും പ്ലാന്റ്സിലും ഗ്രോത്തും റീപ്രൊഡക്ഷനും, വളർച്ചയും റീപ്രൊഡക്ഷനും നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യണത്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റുകളായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. One must remember that increase in body mass is considered as growth. അപ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. എന്താണ്?
ഈ പറയുന്ന ബോഡി മാസ് കൂടുക എന്ന് പറയുന്നത് എന്താണ്? ഗ്രോത്ത് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു നോക്കി, മെജോറിറ്റി ഓഫ് ഹയർ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്, വലിയ ആനിമൽസിലും പ്ലാന്റ്സിലും ഗ്രോത്തും റീപ്രൊഡക്ഷനും, വളർച്ചയും റീപ്രൊഡക്ഷനും നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യണത്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണ്. അതായത് നിങ്ങളൊന്ന് ചിന്തിക്കുക, ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എന്താ അവിടെ? ഗ്രോത്ത് വളർച്ചയാണ്. വളർച്ച നടക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ റീപ്രൊഡക്ഷൻ നടക്കുമ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട്? സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്. റീപ്രൊഡക്ഷനിലും സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട് അല്ലേ? എന്നാൽ ഈ പറയുന്ന രണ്ടും എന്താണ്? ഈക്വൽ ആണോ? അതായത് ഈ ഗ്രോത്തും റീപ്രൊഡക്ഷനും അവിടെ എന്തല്ല? ഈക്വൽ അല്ല അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളതാണ് നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് എന്ന് പറയുന്നത്. അതായത് ഗ്രോത്ത് നോട്ട് ഈക്വൽ ടു റീപ്രൊഡക്ഷൻ. ഗ്രോത്തും റീപ്രൊഡക്ഷനും അവിടെ എന്തല്ല? ഈക്വൽ അല്ല. അതേസമയം നിങ്ങൾ ചില യൂണിസെല്ലർ ഓർഗാൻസിന്റെ കേസ് ഒന്ന് ആലോചിച്ച് നോക്കുക. യൂണിസെല്ലർ ഓർഗാൻസിന്റെ കേസിൽ അവർ വളരുക എന്ന് പറയുമ്പോൾ അവരുടെ ബോഡി സെൽ ഡിവിഷൻ നടക്കണം. അപ്പോൾ സെൽ ഡിവിഷൻ നടന്നാൽ അവർ വളർന്നു. പക്ഷേ സെൽ ഡിവിഷൻ നടന്നാൽ അവർക്ക് എന്ത് നടന്നു എന്ന് പറയാം? റീപ്രൊഡക്ഷൻ നടന്നു. ഗ്രോത്ത് ഈസ് ഈക്വൽ ടു റീപ്രൊഡക്ഷൻ എന്നുള്ള കേസ് വരുന്നുണ്ട് അല്ലേ? അതേസമയം ഹയർ ഓർഗാൻസിന്റെ കേസിൽ ഗ്രോത്തിന്റെ കേസസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്, റീപ്രൊഡക്ഷന്റെ കേസ് നോക്കിയാലും സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്. ബട്ട് ഗ്രോത്ത് ഇസ് നോട്ട് ഈക്വൽ ടു ദ റീപ്രൊഡക്ഷൻ. ഗ്രോത്ത് എന്ന് പറയുന്ന ഒരിക്കലും എന്തിന് ഈക്വൽ അല്ല? റീപ്രൊഡക്ഷൻ ഈക്വൽ അല്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഇവന്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയാം? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റുകൾ എന്ന് പറയാം. അപ്പോൾ നോക്കി, ഇൻ മെജോറിറ്റി ഓഫ് ഹയർ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്, ഹയർ ആനിമൽസിലും പ്ലാന്റ്സിലും ഗ്രോത്തും റീപ്രൊഡക്ഷനും നമ്മൾ എങ്ങനെയുള്ള ഇവന്റുകളായിട്ടാണ് കൺസിഡർ ചെയ്യണത്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റുകളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിന്റെ അർത്ഥം എന്താ? ഗ്രോത്ത് നോട്ട് ഈക്വൽ ടു റീപ്രൊഡക്ഷൻ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ അടുത്തൊരു പോയിന്റ് കണ്ടോ, വൺ മസ്റ്റ് റിമെമ്പർ ദാറ്റ് ഇൻക്രീസ് ഇൻ ബോഡി മാസ് ഈസ് കൺസിഡർഡ് ആസ് ഗ്രോത്ത്. അപ്പോൾ സാധാരണ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരാളുടെ ബോഡി മാസ് ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗ്രോത്ത് നടന്നു എന്നുള്ളൊരു കോൺസെപ്റ്റും കൂടി അവിടെ വരുന്നുണ്ട്. ദെൻ നോൺ ലിവിങ് ഓബ്ജെക്ട്സ് ഓൾസോ ഗ്രോ ഇഫ് വി ടേക്ക് ഇൻക്രീസ് ഇൻ ബോഡി മാസ് ആസ് എ ക്രൈറ്റീരിയ ഫോർ ഗ്രോത്ത്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു ലിവിങ് ഓർഗാൻസിൻ്റെ കേസിൽ ബോഡി മാസ് കൂടി അവിടെ ഗ്രോത്ത് നടന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഒരു ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, ഗ്രോത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, നമ്മൾ നോൺ ലിവിങ് ഓർഗാൻസിൻ്റെ കേസിലും ഇതുപോലെ പറയേണ്ടതായിട്ട് വരുമെന്ന്. അതായത് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. മൗണ്ടെയിൻസ്, ബൗൾഡേഴ്സ്, സാൻഡ് മൗണ്ട്സ്. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മൗണ്ടെയിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം കുന്നുകൾ, ബൗൾഡർ എന്ന് പറഞ്ഞാൽ ഉരുളൻ കല്ലുകൾ, പിന്നെ സാൻഡ് മൗണ്ട്സ് എന്ന് പറഞ്ഞാൽ മണൽക്കൂനകൾ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവയൊക്കെ എന്താ? നോൺ ലിവിങ് തിങ്സ് ആണ്. പക്ഷേ ഈ നോൺ ലിവിങ് തിങ്ങുകളൊന്നും എന്ത് ചെയ്യില്ല? നമുക്കറിയാതെ എന്ത് ചെയ്യത്തില്ല? വളരുകയില്ല. നമുക്കറിയാം. നമ്മളെപ്പോലെ വളരുന്നുണ്ടോ അവർ? ഇല്ല. However, this kind of growth exhibited by non-living objects by accumulation of materials on their surface. അതായത് ഇവർ വളരുന്നില്ല, നമ്മളെപ്പോലെ വളരുന്നില്ല, സെൽ ഡിവിഷൻ വഴിയൊന്നുമല്ല അവർ വളരുന്നത്. പക്ഷെ വേറൊരു പോയിന്റ് ഇവിടെ ഓർത്ത് വെച്ചിരിക്കുക, ഇങ്ങനെയുള്ളവയിലൊക്കെ ഈ മൗണ്ടെയിൻസിലോ സാൻഡ് ഡ്യൂൺസിലോ അതല്ലെങ്കിൽ ബൗൾഡേഴ്സിലോ ഒക്കെ എന്താ ഈ സബ്സ്റ്റൻസുകളൊക്കെ അടിഞ്ഞുകൂടി അവ എന്ത് ചെയ്ത് വലിപ്പം വെക്കുന്നുണ്ട് അല്ലേ. അപ്പം ഞാൻ നേരത്തെ ഒരു പോയിന്റ് ഇവിടെ പറഞ്ഞു തന്നിരുന്നു, ബോഡി മാസ് കൂടിയാൽ അത് ഗ്രോത്ത് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ കേസിലും നോൺ ലിവിങ് ആയിട്ടുള്ള ഓർഗാൻസിൻ്റെ കേസിലും അവരുടെ ബോഡി മാസ് അല്ലേ മക്കളെ അവിടെ കൂടുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് മൗണ്ടെയിൻസിലോ അല്ലെങ്കിൽ ഈ സാൻഡ് ഡ്യൂൺസിലോ ഒക്കെ വന്ന് ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ വന്ന് ഡിപ്പോസിറ്റ് ചെയ്യുന്നു, സാൻഡൊക്കെ വന്ന് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവരുടെ വലിപ്പം എന്ത് ചെയ്യുക? അവിടെ കൂടുകയാണ്. അപ്പം നമ്മൾ വലിപ്പം കൂടി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ബോഡി മാസ് കൂടിയാൽ ഗ്രോത്ത് ആണ്. ഇവർക്കും വലിപ്പം കൂടിയിട്ടുണ്ട്, അപ്പോൾ അവരും എന്ത് ചെയ്തിട്ടുണ്ട്? ഗ്രോത്ത് നടന്നു എന്ന് പറയേണ്ടതായിട്ട് വരും അല്ലേ. അതവിടെ ഉദ്ദേശിക്കുന്നത്. However, this kind of growth exhibited by non-living objects. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ഗ്രോത്ത് ആരും കാണിക്കുന്നു എന്നെനിക്ക് പറയേണ്ടതായിട്ട് വരും? നോൺ ലിവിങ് ഓബ്ജക്ട്സും കാണിക്കുന്നു എന്നെനിക്ക് പറയേണ്ടതായിട്ട് വരും, ഡ്യൂ ടു ദ അക്യുമുലേഷൻ ഓഫ് മെറ്റീരിയൽസ് ഓൺ ദ സർഫസ്. അതായത് അവരുടെ സർഫസിൽ ഇതുപോലുള്ള മെറ്റീരിയലുകൾ വന്ന് അടിഞ്ഞുകൂടി അവരുടെ എന്താണ് ആ ഒരു മാസം കൂടുന്നതായിട്ട് നമുക്ക് തോന്നും, നല്ല കൂടും അല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്, അതായത് ലിവിങ് ഓർഗാൻസിൻ്റെ ഒരു പോയിന്റ് ആരിലോട്ടും കണക്ട് ചെയ്ത് പറയേണ്ടതായിട്ട് വരുന്നു, എനിക്ക് നോൺ ലിവിങ് ഓബ്ജക്ട്സിൻ്റെ കേസുമായിട്ട് കണക്ട് ചെയ്ത് പറയേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊരു പോയിന്റ് ഇവിടെ പറയുന്നത് നോക്കേ, ഇൻ ലിവിങ് ഓർഗാനിസം ഗ്രോത്ത് ഇസ് ഫ്രം ഇൻസൈഡ്. അതേസമയം നമ്മുടെ കേസിൽ നമ്മൾ ലിവിങ് ഓർഗാനിസം ആണ്, നമ്മളിലും ഗ്രോത്ത് നടക്കുന്നുണ്ട്, എന്നാൽ നമ്മുടെ ഗ്രോത്ത് ഇൻസൈഡ് ആണ്. എന്നാൽ നോൺ ലിവിങ് ഓർഗാൻസിൻ്റെ കേസിൽ അവരുടെ ഗ്രോത്ത് നടക്കുന്നു, വളരുന്നു, ബട്ട് ഇറ്റ് ഇസ് ഔട്ട്സൈഡ്. കാരണം ഡിപ്പോസിഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ടല്ലേ. നമ്മുടെ കേസിൽ ലിവിങ് ഓർഗാൻസിൻ്റെ കേസിൽ ഗ്രോത്ത് നടക്കുന്നത് ഇൻസൈഡ് ആണ്. ഗ്രോത്ത് therefore cannot be taken as a defining property of living organism. അതുകൊണ്ട് തന്നെ ഗ്രോത്തിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല?
ലിവിങ് ഓർഗാനിസത്തിൻ്റെ മാത്രം ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ലിവിങ് ഓർഗാനിസത്തിൽ മാത്രം നിൽക്കുന്ന അവരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി, അവരിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടി ആയിരിക്കണം. എല്ലാവരും ഒരുപോലെ അവരിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന എല്ലാവരും കാണണം. അത് ഒരു ലിവിങ് ഓർഗാനിസം എടുത്താൽ ആ ഒരു കാറ്റഗറിയിൽ ടോട്ടാലിറ്റി ഇല്ല ആ ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടറാണെന്ന് എനിക്ക് പറയാൻ പറ്റണം. അത് വേറെ എങ്ങുമില്ല. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ ഗ്രോത്തിൻ്റെ കേസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ലിവിങ് ഓർഗാനിസം ഗ്രോത്ത് കാണിക്കുന്നുണ്ട്, പക്ഷേ അത് നോൺ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ബേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവരുടെ കേസിൽ എന്താണ് എക്സ്റ്റേണൽ ഗ്രോത്ത് ഉണ്ട്. ഗ്രോത്ത് എന്നൊരു രീതി എനിക്ക് പറയേണ്ടതായിട്ട് വരുന്നു. അതായത് ലിവിങ് ഓർഗാനിസത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല അല്ലേ? അതുകൊണ്ടാണ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരിക്കലും ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണ് എന്ന് എനിക്ക് പറയാൻ പറ്റാത്തത്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഗ്രോത്ത് therefore cannot be taken as a defining property of living organ. അതുകൊണ്ടാണ് ഗ്രോത്ത് നമുക്ക് ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണ് എന്ന് എടുത്ത് പറയാൻ പറ്റാത്തത്. Conditions under which it can be observed in all living organisms have to be explained, and then we understand that it is a characteristic of living system. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ഇതൊരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടർ ആണെന്ന് പറയാം. ഒരിക്കലും ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണ് ഗ്രോത്ത് എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. എ ഡെഡ് ഓർഗാനിസം ഡസ് നോട്ട് ഗ്രോ അല്ല. ചത്ത ഒരു ഓർഗാനിസം ഒരിക്കലും എന്ത് ചെയ്യില്ല, ജീവനില്ലാത്തൊരു ഓർഗാനിസം ഒരിക്കലും എന്ത് ചെയ്യില്ല, വളരില്ല. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കേണ്ട ഒരു പോയിന്റ്, ലിവിങ് ഓർഗാനിസവുമായി ബന്ധപ്പെടുത്തി ഓർത്ത് വെച്ചിരിക്കേണ്ട പോയിന്റ് ഗ്രോത്ത് ആണ്. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ സെൽ ഡിവിഷൻ്റെ ഫലമായിട്ടാണ് നടക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞൊരു പോയിന്റാണ് ഗ്രോത്തും റീപ്രൊഡക്ഷനും. 2 പോയിന്റുകളുണ്ട്. ഗ്രോത്തും റീപ്രൊഡക്ഷനും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് ആണ്, അത് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ പറഞ്ഞത് എന്താ, ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരിക്കലും ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല എന്നും കൂടി ഓർത്ത് വെച്ചിരിക്കുക. ഇനി അടുത്തൊരു ക്യാരക്ടർ നോക്കാം. ലിവിങ് ഓർഗാനിസത്തിൻ്റെ അടുത്തൊരു ക്യാരക്ടർ റീപ്രൊഡക്ഷൻ. ഓക്കെ, റീപ്രൊഡക്ഷൻ നോക്കാം. റീപ്രൊഡക്ഷൻ ലൈക്ക് വൈസ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലിവിങ് ഓർഗാനിസം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രോത്ത് പറഞ്ഞിരുന്നു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഒരു സവിശേഷതയാണ്, ഒരു ക്യാരക്ടറാണ് ഗ്രോത്ത്. അതുപോലെ തന്നെ റീപ്രൊഡക്ഷനും ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഒരു ക്യാരക്ടറാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഒരിക്കലും ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് എനിക്ക് റീപ്രൊഡക്ഷനെയും പറയാൻ പറ്റത്തില്ല. അതിനുള്ള കാരണം നിങ്ങൾക്ക് ഇനി മനസ്സിലാവും. നോക്കാം. ഇൻ മൾട്ടിസെല്ലുലർ ഓർഗാനിസംസ് reproduction refers to the production of progeny possessing features more or less similar to those of parents. അപ്പോൾ നിങ്ങൾ നോക്കി, റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, തൊട്ടടുത്ത തലമുറ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോസസ്സാണ് അല്ലേ. ഒരു ഓർഗാനിസം തൊട്ടടുത്ത തലമുറ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയാം. ഒരു മൾട്ടി സെല്ലുലർ ഓർഗാനിസംസ് എടുത്താൽ, ബഹുകോശ ജീവികൾ എടുത്താൽ, റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഇസ് എ പ്രൊഡക്ഷൻ ഓഫ് പ്രോജനി പൊസസിങ് ഫീച്ചേഴ്സ് മോർ ഓർ ലെസ് സിമിലർ ടു ദോസ് ഓഫ് പേരൻസ്. അതായത് പേരൻസിനെ പോലെയുള്ളവർ അല്ലെങ്കിൽ പേരൻസിനെക്കാട്ടിലും കുറച്ചും കൂടെ എന്താണ് ലെസ് സിമിലർ ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോസസ്സാണ്, പ്രോജനി ഉൽപ്പാദിപ്പിക്കുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുക റീപ്രൊഡക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഡെഫിനിഷൻ തന്നെ വേറെ രീതി പറഞ്ഞേ ഉള്ളൂ. എന്താ റീപ്രൊഡക്ഷൻ ഡെഫിനിഷൻ? ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് പ്രോജനി. പ്രോജനി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ പൊസസിങ് ഫീച്ചേഴ്സ് മോർ ഓർ ലെസ് സിമിലർ ടു ദോസ് ഓഫ് പാരൻസ്. പാരൻസിന് സിമിലർ ആയിട്ട് അല്ലെങ്കിൽ പാരൻസിന് ലെസ് സിമിലർ ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇൻവേരിയബ്ലി ആൻഡ് ഇംപ്ലിസിറ്റ്ലി വി റെഫർ ടു ദ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അപ്പം നമ്മളിവിടെ പറയണത് എന്താണ്, ഈ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ച് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും. അതോടൊപ്പം തന്നെ എസെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ച് നമുക്ക് ചെറിയ തോതിൽ പറയേണ്ടതായിട്ട് വരും. ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് ബൈ എസെക്ഷൽ മീൻസ് ഓൾസോ. അപ്പോൾ നമ്മളിവിടെ സെക്ഷൽ റീപ്രൊഡക്ഷനും എസെക്ഷൽ റീപ്രൊഡക്ഷനും 2 തരത്തിലുള്ള റീപ്രൊഡക്ഷൻ ഓർഗാനിസംസ് കാണിക്കുന്നു എന്ന് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. Fungi multiply and spread easily due to the millions of asexual spores they produce. അപ്പോൾ ഇവിടെ ഓർത്ത് വെച്ചിരിക്കുന്ന പോയിന്റ് വന്നു, ഫംഗസിൻ്റെ ഏജ് ആണ്. ഫഞ്ചി മൾട്ടിപ്ലൈ ആൻഡ് സ്പ്രെഡ് ഈസിലി. ഫംഗസ് വളരെ പെട്ടെന്ന് ഇരട്ടിക്കുകയും സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ടു ദ മില്യൺസ് ഓഫ് എസെക്ഷൽ സ്പോർ. അതായത് ഫംഗസ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യണത്, എസെക്ഷൽ സ്പോർ, മില്യൺസ് ഓഫ് എസെക്ഷൽ സ്പോർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇരട്ടിക്കുന്നത്. ഇൻ ലോവർ ഓർഗാനിസംസ് ലൈക്ക് ഈസ്റ്റ് ആൻഡ് ഹൈഡ്ര വി ഒബ്സർവ് ബഡ്ഡിങ്. ഈസ്റ്റ്, ഹൈഡ്ര തുടങ്ങിയ ലോവർ ഓർഗാനിസംസിൽ അവർ തൊട്ടടുത്ത ജനറേഷൻ ഉൽപ്പാദിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ബഡ്ഡിങ് എന്ന് പറയാം. അവരുടെ ശരീരത്ത് ബഡ്ഡുകൾ ഉണ്ടാവും. ഈ ബഡ് അവിടെ നിന്ന് വളരും. അതിന് വളരാൻ സ്പേസ് ഇല്ലാതെ വരുമ്പോൾ അവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്ത്, പാരന്റ് ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് അടുത്ത ഒരു ഈസ്റ്റോ അല്ലെങ്കിൽ അടുത്തൊരു ഹൈഡ്രയോ ആയിട്ട് അവർ മാറും. അതാണ് ബഡ്ഡിങ് എന്ന് പറയാം. ഇൻ പ്ലനേറിയ എന്ന് പറയുന്നത് ഫ്ലാറ്റ് വേംസിനകത്ത് വരുന്ന ഒരു എക്സാമ്പിൾ ആണ് പ്ലനേറിയ. വി ഒബ്സർവ് ട്രൂ റീജനറേഷൻ. That is, a fragmented organism regenerates the lost part of its body and becomes a new organism. അതായത് പ്ലനേറിയ എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട്. അപ്പോൾ വേണമെങ്കിൽ എൻ്റെ പടം ഒന്ന് വരയ്ക്കാം. നോക്കിയേ,
അപ്പോൾ ഇതാണ് പ്ലാനേറിയ എന്ന് പറയുന്ന ജീവി എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ പ്ലാനേറിയ എന്ന് പറയുന്ന ജീവി ഇതാണ്ടേ ഈ ഒരു ഹെഡ് റീജിയൻ, ആ ബോഡിയുടെ റീജിയൻ, ഇത് ടെയിൽ റീജിയൻ, ഇങ്ങനെ ഇത്രയും ഭാഗത്ത് വെച്ച് കട്ടുണ്ടായെന്ന് വിചാരിക്കാം. അപ്പോൾ കട്ടുണ്ടായപ്പോൾ ആണ്ടേ ഹെഡ് റീജിയൻ, പിന്നെ അടുത്തത് ആണ്ടേ ബോഡി വന്ന റീജിയൻ, ടെയിൽ റീജിയൻ, ഇങ്ങനെ ഞാൻ 3ആയിട്ട് കട്ട് ചെയ്ത് വരച്ചു. മക്കളെ നോക്കി, ഹെഡ് റീജിയനിൽ നിന്നും അവരിനി എന്ത് ചെയ്യുമെന്നറിയോ? ബാക്കി എന്താണ് ബോഡിയും ടെയിലും കൂടി അവരുണ്ടാക്കിയെടുക്കും. ക്ലിയർ ആവുന്നോ? ഇനി ഈ പറയുന്ന ബോഡി റീജിയനിൽ നിന്ന്, നടുക്ക് വന്ന ബോഡി റീജിയനിൽ നിന്ന് അവരെന്ത് ചെയ്യും? മുകളിലേക്ക് ഹെഡും താഴേക്ക് ടെയിലും ഉണ്ടാക്കും. ഈ ടെയിൽ റീജിയൻ എന്ന് പറഞ്ഞ ഒരു ഫ്രാഗ്മെൻറ്റിൽ നിന്നും അവർ ആ ഒരു ബോഡി പോലത്തെ റീജിയനും പിന്നെ അവരെന്തും ഉണ്ടാക്കിയെടുക്കും? ആ ഒരു ഹെഡ് റീജിയനും ഉണ്ടാക്കിയെടുക്കും. ക്ലിയർ ആയോ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഓരോ ഫ്രാഗ്മെൻറ്റിൽ നിന്നും അവരെന്ത് ചെയ്യുക? ഓരോ ഓർഗാനിസം ഉണ്ടാക്കിയെടുക്കല്ലേ. ഇതാണ് റീജനറേഷൻ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്ലാനേറിയ എന്ന് പറയുന്ന ജീവി എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ തൊട്ടടുത്ത ജനറേഷൻ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പ്രോസസ്സ് വഴിയാണ്? ട്രൂ റീജനറേഷൻ പ്രോസസ്സ് വഴിയാണ്. അതാണ് പറയണത്. ദാറ്റ് ഈസ് എ ഫ്രാഗ്മെന്റഡ് ഓർഗാനിസം റീജനറേറ്റ്സ് ദ ലോസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്സ് ബോഡി ബിക്കം എ ന്യൂ ഓർഗാനിസം. അവരുടെ ലോസ്റ്റ് പാർട്ടിൽ നിന്നും അവരെന്ത് ചെയ്യാണ്? പുതിയ ഓർഗാനിസമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. The fungi, the filamentous algae, the protonym of mosses all easily multiply by fragmentation. അപ്പോൾ ഇനി അടുത്ത കുറച്ച് ജീവികളുടെ പേര് പറയാണ്. ഫംഗസ്, അതോടൊപ്പം തന്നെ ഫിലമെൻറ്റസ് ആയിട്ടുള്ള ആൽഗകൾ, പിന്നെ മോസ് എന്ന് പറഞ്ഞവരുടെ പ്രോട്ടോണിമ സ്റ്റേജ്. നിങ്ങൾ ഇനി വേറൊരു ചാപ്റ്ററിൽ മോസിനെ കുറിച്ചും പ്രോട്ടോണിമ സ്റ്റേജിനെ കുറിച്ചൊക്കെ ബോട്ടണിയിൽ പഠിക്കും. അപ്പോൾ മോസസിൻ്റെ പ്രോട്ടോണിമ സ്റ്റേജ് തുടങ്ങിയവയൊക്കെ അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് പ്രോസസ്സ് വഴിയാണ്? ഫ്രാഗ്മെൻറ്റേഷൻ പ്രോസസ്സ് വഴിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഫംഗസിൻ്റെ കേസിൽ തന്നെ അവർ എസെക്ഷൽ സ്പോർ വഴി അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഫംഗസ്, ഫിലമെൻറ്റസ് ആൽഗെ, പ്രോട്ടോണിം ഓഫ് മോസ് ഫ്രാഗ്മെൻറ്റേഷൻ വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈസ്റ്റിലും ഹൈഡ്രയിലും ബഡ്ഡിങ് വഴി റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പ്ലാനേറിയയിൽ ട്രൂ റീജനറേഷൻ വഴിയാണ് അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് നോക്കിയേ, വെൻ ഇറ്റ് കംസ് ടു യൂണിസെല്ലുലർ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ പോലെയുള്ള യൂണിസെല്ലുലർ ഓർഗാനിസത്തിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ യൂണിസെല്ലുലർ ആൽഗെ അല്ലെങ്കിൽ അമീബ പോലെയുള്ള ജീവികളിലേക്ക് എത്തുമ്പോൾ എന്താ പറയുന്നത് നോക്കി? റീപ്രൊഡക്ഷൻ ഇസ് സിനോണിമസ് വിത്ത് ഗ്രോത്ത്. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്തുമായി ഈക്വൽ ആണെന്ന് എനിക്ക് പറയേണ്ടതായിട്ട് വരും? ഗ്രോത്തുമായി ഈക്വൽ ആണ് എന്ന് എനിക്ക് പറയേണ്ടതായിട്ട് വരും. ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സെൽസ്. അതായത് സെല്ലിൻ്റെ എണ്ണം കൂടുന്നു. അതായത് നമുക്കറിയാം ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എന്താ? സെൽ ഡിവിഷൻ നടക്കുമ്പോൾ സെല്ലിൻ്റെ എണ്ണം കൂടും. അപ്പോൾ സെല്ലിൻ്റെ എണ്ണം കൂടുന്നതാണല്ലോ ഗ്രോത്ത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ നേരത്തെ പഠിച്ച മൾട്ടി സെല്ലർ ഓർഗാനിസത്തിൻ്റെ കേസ് ഗ്രോത്ത് പഠിപ്പിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഹയർ പ്ലാന്റ്സിലും ആനിമൽസിലും ഗ്രോത്ത് എന്ന് പറയുന്ന ഒരിക്കലും എന്തിന് ഈക്വൽ അല്ല, റീപ്രൊഡക്ഷൻ ഈക്വൽ അല്ല എന്ന് പറഞ്ഞു. അതേസമയം ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, യൂണിസെല്ലർ ഓർഗാനിസംസ് ആയിട്ടുള്ള ബാക്ടീരിയ പോലെയുള്ള ജീവികളിലൊക്കെ എനിക്കൊരു പോയിന്റ് പറയേണ്ടതായിട്ട് വരും. എന്താ ഇവിടെ പറയുന്നുണ്ട്? ബാക്ടീരിയ, ആൽഗെ, അമീബ തുടങ്ങിയ ജീവികളുടെയൊക്കെ കേസിൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണെന്ന് പറയേണ്ടതായിട്ട് വരും? ഈസ് ഈക്വൽ ടു ഗ്രോത്ത്. എന്തിന് ഈക്വൽ ആണെന്ന് എനിക്ക് പറയേണ്ടതായിട്ട് വരും? ഗ്രോത്തിന് ഈക്വൽ ആണെന്ന് പറയേണ്ടതായിട്ട് വരും. ഹയർ പ്ലാന്റ്സിലും അനിമൽസിലും നമുക്കത് പറയാൻ പറ്റത്തില്ല. ഗ്രോത്ത് ഈസ് നോട്ട് ഈക്വൽ ടു റീപ്രൊഡക്ഷൻ, അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ ഈസ് നോട്ട് ഈക്വൽ ടു ഗ്രോത്ത്. അതേസമയം ഇവിടെ യൂണിസെല്ലർ ആയിട്ടുള്ള ആരുടെയൊക്കെ കേസിൽ ബാക്ടീരിയ, ആൽഗെ, അമീബ തുടങ്ങിയ ജീവികളുടെയൊക്കെ കേസിൽ റീപ്രൊഡക്ഷൻ ഗ്രോത്തും എനിക്ക് സിനോണിമസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കാം. വി ഹാവ് ഓൾറെഡി ഡിഫൈൻഡ് ഗ്രോത്ത് ആസ് ഈക്വലന്റ് ടു ഇൻക്രീസ് ഇൻ സെൽ നമ്പർ ഓർ മാസ്. ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഗ്രോത്തിന് 2 ട്വിൻ ക്യാരക്ടേഴ്സാണ് ഉള്ളത്. എന്തൊക്കെയാണ്? ഒന്ന് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ, അതോടൊപ്പം തന്നെ മാസ് ഇൻക്രീസ് ചെയ്യുന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അത് തന്നെ ഇവിടെ ഒന്നുകൂടെ പറയുന്നത്. ഹെൻസ് വി നോട്ടീസ് ദാറ്റ് സിംഗിൾ സെൽഡ് ഓർഗാനിസം വി ആർ നോട്ട് വെരി ക്ലിയർ അബൌട്ട് ദ യൂസേജ് ഓഫ് ദ 2 terms ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ. അതായത് നമുക്ക് ഒരിക്കലും യൂണിസെല്ലർ ആയിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ കേസിൽ ഗ്രോത്തും റീപ്രൊഡക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഡിഫറെൻ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല, ഈക്വൽ ആയിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഫർദർ ദർ ആർ മെനി ഓർഗാനിസം വിച്ച് ഡു നോട്ട് റീപ്രൊഡ്യൂസ്. അത് മാത്രമാണോ? വേറെയും പോയിന്റ് ഇവിടെ പറയുന്നുണ്ട്. ഒരുപാട് ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ മ്യൂൾ എന്ന് പറയുന്നവർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അതായത് ഈ പറഞ്ഞ ഹോഴ്സും ഡോങ്കിയും കൂടെ ക്രോസ് ചെയ്യുമ്പോഴാണ് മ്യൂള്, കോവർ കഴുതകൾ എന്നൊക്കെ നമ്മൾ പറയണത്. അപ്പോൾ ഈ പറയുന്ന മ്യൂൾസ് ഒരിക്കലും എന്ത് ചെയ്യില്ല, തൊട്ടടുത്ത ജനറേഷൻ ഉണ്ടാക്കാൻ അവർക്ക് പറ്റില്ല മ്യൂള്. അതോടൊപ്പം തന്നെ സ്റ്റെറൈൽ ആയിട്ടുള്ള വർക്കർ ബീസ്, ബി കോളനിക്കകത്ത് വരുന്ന സ്റ്റെറൈൽ വർക്കർ ബീസ് അവർക്ക് തൊട്ടടുത്ത ജനറേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ഇൻഫോർട്ടൈൽ ആയിട്ടുള്ള ഹ്യൂമൻ കപ്പിൾസ് ഉണ്ട് അല്ലേ, തൊട്ടടുത്ത തലമുറ ഉണ്ടാക്കാൻ പറ്റാത്ത ചില മനുഷ്യ ദമ്പതികളുണ്ട്. അപ്പോൾ ഇവയുടെയൊക്കെ കേസിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താ? അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ലിവിങ് ഓർഗാനിസത്തിൽ തന്നെ എല്ലാവർക്കും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല.
ലിവിങ് ഓർഗാനിസത്തിൽ തന്നെ എല്ലാവരുടെയും കേസിൽ റീപ്രൊഡക്ഷൻ ഗ്രോത്ത് ഒന്നാണോ? അതായത് യൂണിസെല്ലാറിൻ്റെ കേസിൽ റീപ്രൊഡക്ഷൻ ഗ്രോത്ത് ഒന്നാണ്, മൾട്ടിസെല്ലാറിൻ്റെ കേസിൽ റീപ്രൊഡക്ഷൻ ഗ്രോത്തും 2ആണ് അല്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് റീപ്രൊഡക്ഷനും എന്താണെന്ന് പറയാൻ പറ്റത്തില്ല, ലിവിങ് ഓർഗാനിസത്തിൻ്റെ മാത്രം പ്രത്യേകതയാണെന്ന് പറയാൻ പറ്റില്ല, അവരിൽ ഒതുങ്ങി നിൽക്കുന്നതാണെന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും കാണിക്കുന്ന ഒന്നാണെന്ന് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല ലിവിങ് ഓർഗാനിസത്തിൻ്റെ കേസിൽ, അതാണ് പറയുന്നത്. ഹെൻസ് റീപ്രൊഡക്ഷൻ ഓൾസോ cannot be an all inclusive defining characteristics of living organism. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ റീപ്രൊഡക്ഷനും ഗ്രോത്തിനെ പോലെ തന്നെ ഒരു ഡിഫൈനിങ് ക്യാരക്ടർ ആണ് എന്നെനിക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. Of course, non-living object is capable of reproducing or replicating by itself. അതായത് നോൺ ലിവിങ് ആയിട്ടുള്ളൊരു ഓർഗാനിസം എന്ത് ചെയ്യുന്നില്ല, റെപ്ലിക്കേഷൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് റീപ്രൊഡക്ഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ആദ്യം നമ്മൾ പറഞ്ഞത് ഗ്രോത്തിനെ കുറിച്ച്, രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്തത് റീപ്രൊഡക്ഷനെ കുറിച്ചിട്ടാണ്. ഇനി അടുത്ത നോക്കി, അടുത്ത ക്യാരക്ടർ, അനദർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലൈഫ് ഇസ് മെറ്റബോളിസം. ലിവിങ് ഓർഗാനിസത്തിൻ്റെ അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? മെറ്റബോളിസം ആണ്. മെറ്റബോളിസം എന്ന് പറയുമ്പോൾ എന്താ? ഉപാപചയ പ്രവർത്തനങ്ങൾ നമ്മൾ മലയാളത്തിൽ പറയും. അതായത് എല്ലാ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ബോഡിയിലും നടക്കുന്ന കെമിക്കൽ പ്രോസസ്സാണ്. അതിനെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റബോളിസം. അതായത് മെറ്റബോളിസം എന്ന് പറയുമ്പോൾ ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ നടക്കുന്ന അനബോളിക് റിയാക്ഷനുകളും കാറ്റബോളിക് റിയാക്ഷനും കൂടെ കൂട്ടിച്ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റബോളിസം. അതായത് ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു മോളിക്യൂളുകൾ ചേർന്ന് വലിയ വലിയ മോളിക്യൂൾസ് ഫോം ചെയ്യുന്ന പ്രോസസ്സുകൾ നമ്മുടെ ബോഡിയിൽ നടക്കാറുണ്ട്. ചെറിയ ചെറിയ മോളിക്യൂൾസ് ചേർന്ന് വലുതാവും. അതുപോലെ തന്നെ തിരിച്ചും സംഭവിക്കാറുണ്ട്. വലുത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് ചെറുതാവുകയും ചെയ്യുന്നുണ്ട് അല്ല. അപ്പോൾ ചെറുത് വലുതാവുകയും ചെയ്യുന്നുണ്ട്, വലുത് ചെറുതാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് റിയാക്ഷൻസ് ബോഡിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മെറ്റബോളിസം എന്ന് പറയാം. അപ്പോൾ മെറ്റബോളിസത്തിന് നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും: മെറ്റബോളിസം ഈസ് ഈക്വൽ ടു അനബോളിസം പ്ലസ് കാറ്റബോളിസം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്നോട് എന്ത് അനബോളിസം എന്ന് പറയാം? അനബോളിസം മക്കളെ, അനബോളിസം എന്ന് പറയുന്നത് ചെറിയ മോളിക്യൂളുകൾ ചേർന്ന് 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 എന്തുണ്ടാവും? അവിടെ വലിയ മോളിക്യൂൾ ഉണ്ടാവുകയാണെന്ന് വിചാരിക്കും. ചെറിയ യൂണിറ്റുകൾ ചേർന്ന് 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 വലിയൊരു യൂണിറ്റ് ഉണ്ടാവുകയാണ്. ഞാൻ മുത്തുകൾ കോർത്ത് കോർത്തൊരു മുത്തുമാല ഉണ്ടാക്കി. അപ്പം മുത്തുകൾ എന്ന് പറയുന്നത് എന്താ? ഇവിടെ ചെറിയ യൂണിറ്റാണ്. മുത്തുമാല എന്ന് പറയുന്നത് എന്താ? വലുതാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റാണ് ആക്ച്വലി അനബോളിസം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ചെറിയ ചെറിയ കെമിക്കലുകൾ ചേർത്ത് ചേർത്ത് വലിയ കമ്പൗണ്ടുകളൊക്കെ ഫോം ചെയ്യുന്നില്ലേ? അപ്പോൾ അങ്ങനെയുള്ള റിയാക്ഷനാണ് അനബോളിസം. ഇനി നിങ്ങളൊന്ന് ചിന്തിക്കേ, ഈ മുത്തുമാല പൊട്ടിപ്പോയി, ഇത് വലിയൊരു മോളിക്യൂൾ എന്ത് ചെയ്തു? വിഘടിച്ചു. കുഞ്ഞു കുഞ്ഞു മോളിക്യൂൾസ് ഉണ്ടാവില്ലേ? ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ കഴിച്ച ഫുഡ്. അപ്പോൾ ഡൈജഷൻ എന്ന് പറയുമ്പോൾ വലിയ മോളിക്യൂളിനെ അവർ ചെറുതാക്കുകയല്ലേ? അപ്പോൾ വലുത് ചെറുതാവുമല്ലേ? അപ്പോൾ അതേതായിരിക്കും? കാറ്റബോളിസം. ക്ലിയർ ആയോ? അപ്പോൾ കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റബോളിസം എന്ന് പറയുന്നത് ഈ പറയുന്ന വലുത് എന്തായി മാറി? ചെറിയ ചെറിയ മോളിക്യൂൾസായി ചെറുതായി മാറി അല്ലേ? ചെറുത് ചേർന്ന് വലുതാവുന്നതാണ് അനബോളിസം, എന്നാൽ വലുത് ചെറുതാവുന്നതാണ് കാറ്റബോളിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാ മെറ്റബോളിസം. നമ്മുടെ ബോഡിയിൽ ഈ പറയുന്ന ചെറുത് വലുതാവുന്നതും വലുത് ചെറുതാവുന്നുള്ള പ്രോസസ്സ് എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയാം? മെറ്റബോളിസം എന്ന് പറയാം. അപ്പോൾ ഇനി നമുക്ക് ഈ മെയിൻ കോൺസെപ്റ്റിലോട്ട്, നിങ്ങളുടെ NCERT ടെക്സ്റ്റിലോട്ട് കിടക്കാം. അനദർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദ ലൈഫ് ഇസ് മെറ്റബോളിസം. നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ലൈഫിൻ്റെ അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് മെറ്റബോളിസം എന്ന് പറയാം. ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് കെമിക്കൽ. എല്ലാ ലിവിങ് ഓർഗാനിസംസും ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കെമിക്കലുകൾ കൊണ്ടാണ്. These chemicals, small and big, belonging to various classes, sizes, functions, etc., are constantly being made and changed into some other biomolecule. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മുടെ ബോഡിയിൽ കെമിക്കലുകളുണ്ട്. അത് ചെറുതാകാം വലുതാകാം, ഇവയെല്ലാം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്, അവ ഡിസോസിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അല്ലേ? ബയോമോളിക്യൂളുകളൊക്കെ നമ്മുടെ ബോഡിയിൽ ഇതുപോലെ ഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. These conversions are chemical reactions or metabolic reactions. അപ്പോൾ വലുത് ചെറുതാവുന്നു, ചെറുത് വലുതാവുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവ ഇങ്ങനെ ഫോം ചെയ്യണ ആ ഒരു പ്രക്രിയ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ്, അതിനെയാണ് മക്കളെ നമ്മൾ എന്തെന്ന് വിളിക്കുക? മെറ്റബോളിക് റിയാക്ഷനുകൾ എന്ന് പറയുന്നത്. There are thousands of metabolic reactions occurring simultaneously inside all living organisms. അതായത് നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ ഈ പറയുന്ന പോലെയുള്ള മെറ്റബോളിക് റിയാക്ഷൻ ധാരാളമായി നടക്കുന്നുണ്ട്.
അപ്പോൾ എല്ലാ ലിവിങ് ഓർഗാൻസിൻ്റെ ബോഡിയിലും എന്ത് നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി, മെറ്റബോളിസം നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി അല്ലേ. അപ്പോൾ അടുത്ത പോയിന്റ് നോക്കി, ഓൾ പ്ലാന്റ്സ്, ആനിമൽസ്, ഫഞ്ചി ആൻഡ് മൈക്രോബ്സ് എക്സിബിറ്റ് മെറ്റബോളിസം. അപ്പോൾ നമ്മൾ പറഞ്ഞ അതേ പോയിന്റ് തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തേക്കാണ്. എല്ലാ സസ്യങ്ങളിലും അതോടൊപ്പം തന്നെ മൃഗങ്ങളിലും ഫംഗസിലും മൈക്രോബുകളിലും എല്ലാം എന്ത് നടക്കുന്നുണ്ട്, ഈ പറഞ്ഞ ഉപാപചയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മെറ്റബോളിക് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. ദ സം ടോട്ടൽ ഓഫ് ഓൾ ദ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കറിങ് ഇൻ അവർ ബോഡി ഈസ് മെറ്റബോളിസം. അങ്ങനെയാണെങ്കിൽ മെറ്റബോളിസം എന്ന പ്രോസസ്സിൻ്റെ ഡെഫിനിഷനാണ് ഈ നൽകിയിരിക്കുന്നത്. അതായത് ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ നടക്കുന്ന എല്ലാവിധ കെമിക്കൽ പ്രവർത്തനങ്ങളുടെയും ആകത്തുക, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, മെറ്റബോളിസം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത് നോക്കിയേ, മെറ്റബോളിസത്തിൻ്റെ ഡെഫിനിഷൻ, ദ സം ടോട്ടൽ ഓഫ് ഓൾ ദ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കറിങ് ഇൻ അവർ ബോഡി. അതായത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാവിധ രാസപ്രവർത്തനങ്ങളും അവയെല്ലാം കൂടി ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. നോൺ ലിവിങ് ഓബ്ജക്റ്റ് എക്സിബിറ്റ്സ് മെറ്റബോളിസം. ഒരു നോൺ ലിവിങ് ഓബ്ജക്റ്റും എന്ത് കാണിക്കുകയില്ല, മെറ്റബോളിസം കാണിക്കുകയില്ല. മെറ്റബോളിക് റിയാക്ഷൻസ് ക്യാൻ ബി ഡെമോൺസ്ട്രേറ്റഡ് ഔട്ട്സൈഡ് ദ ബോഡി ഇൻ സെൽ ഫ്രീ സിസ്റ്റംസ്. അപ്പോൾ മെറ്റബോളിക് റിയാക്ഷൻസ് വേണമെങ്കിൽ നമുക്ക് സെല്ലിന് പുറത്ത്, അതായത് ഒരു ബോഡിക്ക് പുറത്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, സെൽ ഫ്രീ സിസ്റ്റത്തിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടത്, കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഐസൊലേറ്റഡ് മെറ്റബോളിക് റിയാക്ഷൻസ് ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് എൻ ഓർഗാനിസം പെർഫോംഡ് ഇൻ എ ടെസ്റ്റ് ട്യൂബ് ഇസ് നീദർ ലിവിങ് ഓർ നോൺ ലിവിങ്. ടെസ്റ്റ് ട്യൂബിനകത്ത് നമ്മൾ ഇതുപോലെയുള്ള എന്താണ്, ഒരു ബോഡിക്ക് പുറത്ത് വെച്ച് ടെസ്റ്റ് ട്യൂബിനകത്ത് നമ്മൾ ഇതുപോലുള്ള റിയാക്ഷൻസ് ഒക്കെ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ, ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും ഒരു ലിവിങ് ആയിട്ടോ നോൺ ലിവിങ് ആയിട്ടോ നമ്മൾ കണക്കാക്കാറ് ഇല്ല. Hence, while metabolism is a defining feature of all living organisms without exception, isolated metabolic reactions in vitro are not living things but surely living reactions. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കേണ്ട ഒരു കേസ് ഉണ്ട്. മെറ്റബോളിസം എന്ന് പറയുന്നത് എല്ലാ ലിവിങ് ഓർഗാനിസത്തിൻ്റെയും ബോഡിയിൽ നടക്കുന്ന ഒരു പ്രവർത്തനമല്ലേ. അവിടെ നമുക്കൊന്നും എന്ത് പറയുക, ഒരു എക്സെപ്ഷണൽ കേസ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല. എല്ലാ ലിവിങ് ഓർഗാനിസിൻ്റെ ബോഡിയിലും മെറ്റബോളിസം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മെറ്റബോളിസത്തിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ഇറ്റ് ഈസ് എ ഡിഫൈനിങ് ഫീച്ചർ. മെറ്റബോളിസം നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ഒരു ഡിഫൈനിങ് ഫീച്ചറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഹെൻസ് സെല്ലുലർ ഓർഗനൈസേഷൻ ഓഫ് ദ ബോഡി ഈസ് ദ ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ലൈഫ് ഫോംസ്. അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു പോയിന്റ് കൂടെ ഓർത്ത് വെച്ചിരിക്കണം, സെല്ലുലാർ ഓർഗനൈസേഷനും ലിവിങ് ഓർഗാൻസിൻ്റെ ഒരു ഡിഫൈനിങ് ഫീച്ചറാണ്. അപ്പം നമ്മൾ നേരത്തെ ഉള്ള സ്ലൈഡുകളിലായിട്ട് പഠിച്ചു ഗ്രോത്തിൻ്റെ കേസ്, അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പഠിച്ച റീപ്രൊഡക്ഷൻ്റെ കേസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഗ്രോത്ത്, റീപ്രൊഡക്ഷനൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്തിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്, മെറ്റബോളിസത്തിനെ കുറിച്ച് പഠിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ മെറ്റബോളിസത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി, ലിവിങ് ഓർഗാനിസത്തിൽ കാണിക്കുന്ന, ഉറപ്പായിട്ടും കാണിക്കുന്ന, എല്ലാ ലിവിങ് ഓർഗാനിസും കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് മെറ്റബോളിസം. അതുകൊണ്ട് മെറ്റബോളിസത്തിനെ എന്തെന്ന് വിളിക്കാൻ പറ്റും, ഒരു ഡിഫൈനിങ് ഫീച്ചറാണ് ലിവിങ് ഓർഗാനിസത്തിൻ്റെ എന്ന് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ സെല്ലുലാർ ഓർഗനൈസേഷൻ. ഏതൊരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ബേസിക് സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ് അല്ലേ. അപ്പോൾ സെല്ലുകൾ ചേർന്നിട്ടുള്ള ഒരു ലിവിങ് ഓർഗാനിസം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സെല്ലുലാർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, സെല്ലുകൾ ചേർന്ന് ടിഷ്യൂ ആകുന്നു, ടിഷ്യൂസ് ചേർന്നിട്ട് ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ ചെയ്താൽ ഓർഗൻ ആകുന്നു, ഓർഗൻസ് ചേർന്ന് സ്പെസിഫിക് ഫംഗ്ഷൻ ചെയ്യുകയാണെങ്കിൽ ഓർഗൻ സിസ്റ്റം ആണോ, അങ്ങനെ ഒരുപാട് ഓർഗൻ സിസ്റ്റംസ് ചേർന്നതാണ് ഒരു ഓർഗാനിസം. അപ്പോൾ നമ്മുടെ ഈ ഒരു സെല്ലുലാർ ഓർഗനൈസേഷൻ നമുക്ക് എന്താണെന്ന് പറയാം, ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഡിഫൈനിങ് പ്രോപ്പർട്ടിയാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ മെറ്റബോളിസം, സെല്ലുലാർ ഓർഗനൈസേഷൻ എല്ലാം എന്താണ്, ഡിഫൈനിങ് പ്രോപ്പർട്ടിയാണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. അതേസമയം നമ്മൾ നേരത്തെ പഠിച്ച റീപ്രൊഡക്ഷൻ്റെ കേസ് ആയാലും അതിന് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച ഗ്രോത്തിൻ്റെ കേസ് ആയാലും നമ്മൾ എന്താ പറഞ്ഞത്, ഗ്രോത്ത് ആയാലും റീപ്രൊഡക്ഷൻ ആയാലും നമുക്കൊരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണെന്ന് കണക്കാക്കാൻ സാധിക്കത്തില്ല അല്ലേ. ഗ്രോത്തും റീപ്രൊഡക്ഷനും ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണെന്ന് കണക്കാക്കാൻ സാധിക്കുന്നില്ല. അതേസമയം ഇപ്പോൾ നമ്മൾ പഠിച്ച മെറ്റബോളിസവും സെല്ലുലാർ ഓർഗനൈസേഷനും ഒക്കെ നമുക്കൊരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണെന്ന് കണക്കാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത പോയിന്റ് നോക്കി, പെർഹാപ്സ് ദ മോസ്റ്റ് ഒബ്വിയസ് ആൻഡ് ടെക്നിക്കലി കോംപ്ലിക്കേറ്റഡ് ഫീച്ചർ ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസം ഈസ് ദിസ് എബിലിറ്റി ടു സെൻസ് ദെയർ സറൗണ്ടിങ്സ് ഓർ എൻവയോൺമെൻറ്റ്. അതായത് ഒരു ലിവിങ് ഓർഗാനിസത്തിന് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അവർക്ക് എന്തിനുള്ള കഴിവുണ്ടെന്ന് നോക്കി, അവരുടെ ചുറ്റുപാടിനെയും സെൻസ് ചെയ്യാൻ, മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ട് അല്ലേ. അതായത് എബിലിറ്റി ടു സെൻസ് ദെയർ സറൗണ്ടിങ്സ് ഓർ എൻവയോൺമെൻറ്റ്, അവരുടെ ചുറ്റുപാടും എൻവയോൺമെൻറ്റ് സറൗണ്ടിങ്സ് ഒക്കെ സെൻസ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്, ഒരു ലിവിങ് ഓർഗാനിസം
ഓർഗാനിസത്തിനുണ്ടാവും. അതും ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. ആൻഡ് റെസ്പോണ്ട് ടു ദീസ് എൻവയോൺമെൻറ്റൽ സ്റ്റിമുലൈ വിച്ച് കുഡ് ബി ഫിസിക്കൽ, കെമിക്കൽ ഓർ ബയോളജിക്കൽ. അത് മാത്രമാണോ? ഇവർ ഈ പറയുന്ന ചുറ്റുപാടിൽ നിന്നും വരുന്ന ആ ഒരു സ്റ്റിമുലസിനെ മനസ്സിലാക്കുക മാത്രമല്ല അവർ ചെയ്യണത്, അതിനെതിരെ അവരെന്ത് ചെയ്യാം? പ്രതികരിക്കുക കൂടി ചെയ്യുന്നുണ്ട് അല്ല. ആ സ്റ്റിമുലസിനെതിരെ അവരെന്ത് ചെയ്യുന്നുണ്ട്? റെസ്പോണ്ട് കൂടി ചെയ്യുന്നുണ്ട്. ആ റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ, അല്ലെങ്കിൽ ആ വരുന്ന എൻവയോൺമെൻറ്റൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഫിസിക്കലാകാം, അതല്ലാതെ കെമിക്കലാകാം, അല്ലെങ്കിൽ ബയോളജിക്കൽ, എന്തോ ആയിക്കോട്ടെ. അതിനെതിരെ ഈ പറയുന്ന ലിവിങ് ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നുണ്ട്? റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഒരു ഫീച്ചറാണ്. വി സെൻസ് അവർ എൻവയോൺമെൻറ്റ് ത്രൂ അവർ സെൻസ് ഓർഗൻസ്. അല്ലേ, നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് നമ്മുടെ സെൻസ് ഓർഗൻസ് യൂസ് ചെയ്തിട്ടാണ്. പ്ലാന്റ്സ് റെസ്പോണ്ട് ടു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് ലൈറ്റ്, water, temperature or other organisms, pollutants, etc. നമ്മൾ മനുഷ്യരുടെ കേസോ അനിമൽസിൻ്റെ കേസോ പറയുകയാണെങ്കിൽ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സെൻസ് ഓർഗൻസ് ഉണ്ട്. അതേസമയം പ്ലാന്റ്സ് ഈ പറയുന്നത് പോലെ ചുറ്റുപാടുമുള്ള എൻവയോൺമെൻറ്റൽ സ്റ്റിമുലസിനെ മനസ്സിലാക്കുന്നുണ്ടോ? തീർച്ചയായും മനസ്സിലാക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ലൈറ്റ്, ടെമ്പറേച്ചർ, വാട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ അവർ, നിങ്ങൾ ആലോചിച്ചു ഒരു പ്ലാന്റ് റെസ്പോണ്ട് ചെയ്യുന്നില്ല, അത് തന്നെ ഇവിടെ പറയണേ. നോക്കി, പ്ലാന്റ്സ് റെസ്പോണ്ട് ടു ദ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് ലൈറ്റ്, വാട്ടർ, ടെമ്പറേച്ചർ, അതർ ഓർഗാനിസംസ്, പൊല്യൂട്ടൻസ് തുടങ്ങിയവയുമായിട്ട് ഈ പ്ലാന്റുകളും എന്ത് ചെയ്യുന്നുണ്ട്? റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അവരും എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തുനിന്ന് വരുന്ന എക്സ്റ്റേണൽ സ്റ്റിമുലസിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. All organisms from the prokaryotes to the most complex eukaryotes can sense and respond to the environmental cues. അതുകൊണ്ട് തന്നെ നമുക്കൊരു പോയിന്റ് ഷോർട്ടാക്കി പറയാൻ പറ്റുമല്ലോ. എല്ലാ ഓർഗാനിസംസും, പ്രോകാരിയോട്ട് മുതൽ യൂകാരിയോട്ട് വരെയുള്ള എല്ലാ ഓർഗാനിസംസിനും അവർക്ക് ചുറ്റുപാടുമുള്ള എൻവയോൺമെൻറ്റുമായിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്? എൻവയോൺമെൻറ്റ് സ്റ്റിമുലസ് എന്താണെന്ന് മനസ്സിലാക്കി അതിനെതിരെ പ്രതികരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫോട്ടോ പീരീഡ് എഫക്ട്സ് റീപ്രൊഡക്ഷൻ ഇൻ സീസണൽ ബ്രീഡേഴ്സ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഇപ്പോൾ ഫോട്ടോ പീരീഡ് ലൈറ്റുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പറയുകയാണെങ്കിൽ അത് ചിലപ്പോൾ സീസണൽ ബ്രീഡേഴ്സിൻ്റെയൊക്കെ കേസിൽ ചിലപ്പോൾ റീപ്രൊഡക്ഷനെ ബാധിക്കും, ചില പ്ലാന്റ്സിൻ്റെ കേസിലായാലും ആനിമൽസിൻ്റെ കേസിലായാലും. ഇപ്പോൾ ഇവിടെയും നമ്മൾ എന്താ പറയുക, എക്സ്റ്റേണൽ സ്റ്റിമുലസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ, അവരുടെ ബോഡിയിലെ ഒരു പ്രോസസ്സ്. Then all organisms handle chemicals entering their body. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ബോഡിയിൽ ഒരു കെമിക്കൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നമ്മുടെ ബോഡി പ്രതികരിക്കും അല്ല. അതുപോലെ തന്നെയാണ് ഓരോ ഓർഗാനിസത്തിൻ്റെ കേസിലും. ഓൾ ഓർഗാനിസംസ് therefore are aware of their surroundings. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, എല്ലാ ഓർഗാനിസംസും എന്താണ്? അവരുടെ ചുറ്റുപാടിനെ കുറിച്ച് അവർ ബോധവാന്മാരാണ്, അവെയർ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഹ്യൂമൻ ബീങ് ഈസ് ദ ഓൺലി ഓർഗാനിസം ഹൂ ഈസ് അവെയർ ഓഫ് ഹിംസെൽഫ്, ദാറ്റ് ഈസ് ഹാസ് സെൽഫ് കോൺഷ്യസ്നെസ്. നമുക്കിവിടെ പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഹ്യൂമൻ ബീങ്സിന് മാത്രമാണ് സ്വയബോധമുള്ളത്, അല്ലെങ്കിൽ സെൽഫ് കോൺഷ്യസ്നെസ് ഉള്ളത് അല്ലേ. അതായത് ചുറ്റുപാടുമുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ ഈ പറയുന്ന എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും പറ്റുമെങ്കിൽ കൂടിയും സെൽഫ് കോൺഷ്യസ്നെസ് അഥവാ സ്വയബോധം ഉള്ളത് ആർക്ക് മാത്രമാണ്? ഹ്യൂമൻ ബീങ്സിന് മാത്രമാണ്. കോൺഷ്യസ്നെസ് therefore becomes the defining property of living organism. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നൊരു പോയിന്റാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. സെൽഫ് കോൺഷ്യസ്നെസ് എന്നല്ല ഞാൻ പറഞ്ഞത്, കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് എല്ലാ ലിവിങ് ഓർഗാനിസത്തിൻ്റെയും ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് കോൺഷ്യസ്നെസ്സിനെ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കും. When it comes to human beings, it is all the more difficult to define the living state. അതേസമയം നമ്മൾ ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിലോട്ട് വരുമ്പോൾ ലിവിങ് സ്റ്റേറ്റ് ഇത്തിരി കൂടെ ഡിഫിക്കൽട്ടാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ. വി ഒബ്സർവ് പേഷ്യൻസ് ലൈങ് ഇൻ കോമ ഇൻ ഹോസ്പിറ്റൽസ് വിർച്വലി സപ്പോർട്ടഡ് ബൈ മെഷീൻസ് വിച്ച് റീപ്ലേസ് ഹാർട്ട് ആൻഡ് ലങ്സ്. ദ പേഷ്യൻറ്റ് ഈസ് അതർവൈസ് ബ്രെയിൻ ഡെഡ്. അതായത് കോമ പേഷ്യൻസിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കിടക്കുന്ന ഒരവസ്ഥയാണ് അല്ലേ കോമ എന്ന് പറയാം. അപ്പോൾ അവരുടെയൊക്കെ കേസിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും അവർക്ക് എന്തില്ല, സെൽഫ് കോൺഷ്യസ്നെസ് ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കുമോ? ഇല്ല അല്ലേ. ആർ സച്ച് പേഷ്യൻസ് ഹു നെവർ കം ബാക്ക് ടു നോർമൽ ലൈഫ് ലിവിങ് ഓർ നോൺ ലിവിങ് അല്ലേ. അപ്പോൾ അവരെന്താ പറയുന്നത്, ഒരു മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്കായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്, ലിവിങ് ആൻഡ് നോൺ ലിവിങ് എന്നൊരു കേസിൽ കിടക്കുക അല്ലേ. പക്ഷെ അവരുടെ കേസിൽ നമുക്കൊരു കാര്യം പറയാം, അവർക്ക് എന്തില്ല എന്ന് പറയാം, സെൽഫ് കോൺഷ്യസ്നെസ് ആ സമയത്ത് ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. In higher classes, you will come to know that all living phenomena are due to underlying interactions. അപ്പോൾ നമ്മൾ ഇനി പോകെയുള്ള ക്ലാസ്സുകളിൽ, ഹയർ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, എല്ലാ ലിവിങ് ഫിനോമിനയും എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഒരു ഇൻറ്ററാക്ഷൻസിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും. Properties of tissues are not present in the constituent cells but arise as a result of interactions among the constituent cells. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ഒരു ലിവിങ് ഓർഗാനിസിൻ്റെ ബേസിക് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്ന സെല്ലുകളാണ്
അല്ലേ? ഈ സെല്ലുകൾ ചേർന്ന് അല്ലെങ്കിൽ ഒരു കൂട്ടം സെല്ലുകൾ ചേർന്ന് ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ ചെയ്തെങ്കിൽ മാത്രമേ അത് ടിഷ്യൂ എന്ന് എനിക്ക് വിളിക്കാൻ പറ്റൂ. അവിടെ എന്താ ടിഷ്യൂ എന്ന് പറയുമ്പോൾ സെല്ലുകളുണ്ട്, സെല്ലുകളുടെ കൂട്ടമാണ് അല്ലേ? ഓരോ സെല്ലുകളും ഓരോന്നായിട്ടല്ല, അവരെല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് ഇൻറ്ററാക്ട് ചെയ്തിട്ടാണ് ഫംഗ്ഷൻ ചെയ്തൊരു ടിഷ്യൂ എന്ന് എനിക്ക് വിളിക്കേണ്ടതായിട്ട് വന്നത്. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് എന്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്? ഇൻറ്ററാക്ഷൻ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ? സെല്ലെന്ന് മാത്രം ഞാൻ പറഞ്ഞാൽ സെല്ലിലെ ഫംഗ്ഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതേസമയം ടിഷ്യൂ ലെവലിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ടിഷ്യൂ എന്ന് പറയുമ്പോൾ സെല്ലുകളുടെ ഒരു കൂട്ടമാണ്. ആ കൂട്ടം എല്ലാം കൂടെ ചേർന്ന് ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ ഒരുമിച്ചിരുന്നാണ് ചെയ്യുന്നത്, ഇന്ററാക്ട് ചെയ്താണ് ചെയ്യുന്നത് അല്ലേ? അവിടെ നിങ്ങൾക്ക് ഇന്ററാക്ഷൻ കാണാനായിട്ട് സാധിക്കും. Similarly, properties of cellular organelles are not present in the molecular constituents of the organelle but arise as a result of interaction among the molecular components comprising the organelle. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഒരു സെല്ല് ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഫംഗ്ഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു, പക്ഷേ സെല്ലിനകത്തും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇന്ററാക്ഷൻ കാണാൻ പറ്റും. അതെങ്ങനെയാണ്? സെല്ല് ഒരു യൂണിറ്റ് അല്ലേ ഉള്ളൂ, ഒരാളല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെയാണ് അവിടെ ഇൻറ്ററാക്ഷൻ കാണുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കും. മക്കളെ, സെല്ലെന്ന് പറയുമ്പോൾ സെല്ലിനകത്ത് ധാരാളം ഓർഗനലൈസ് ഉണ്ട്. ഓർഗനലൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കും, സെല്ലിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്, ഗോൾഗി ബോഡി ഉണ്ട്, മൈറ്റോകോൺട്രിയ ഉണ്ട്, പല 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 ഓർഗനലൈസ് ഉണ്ട്. അപ്പോൾ ഒരു സെല്ലെന്ന് എനിക്ക് പറയണം, സെല്ലിൻ്റെ ഒരു ഫംഗ്ഷൻ പെർട്ടിക്കുലർ ആയിട്ട് അത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാ ഓർഗനലൈസും കൂടെ ഒരുമിച്ചിരുന്ന ഫംഗ്ഷൻ ചെയ്യണത്, ഇൻട്രാക്ട് ചെയ്ത ഫംഗ്ഷൻ ചെയ്യണത് അല്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു ഓർഗനലിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് കെമിക്കൽ കമ്പോണൻസ് ഉണ്ടാവും. അവരെല്ലാം കൂടി ഇൻട്രാക്ട് ചെയ്തിട്ടായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ ഓർഗനലിലെ ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരിക്കലും നമുക്ക് ഒരാളെ ഒറ്റയ്ക്കെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ എല്ലാം നമുക്ക് എന്ത് കാണേണ്ടതായിട്ട് വരും? ഇൻറ്ററാക്ഷൻസ് കാണേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തു വെച്ചിരിക്കേണ്ടതാണ്. These interactions result in emergent properties at a higher level of organization. This phenomenon is true in the hierarchy of organizational complexity at all levels. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കാണും, ഈ പറയുന്ന ഇൻറ്ററാക്ഷൻസ് ആണ് ഹയർ ലെവൽ ഓഫ് ഓർഗനൈസേഷന് കാരണമായത് അല്ലേ? നമുക്കറിയാം പ്രോക്യാരിയോട്ടുകളുണ്ട്, അത് കഴിഞ്ഞ് യൂക്യാരിയോട്ടുകളുണ്ട്. പ്രോക്യാരിയോട്ടിനെക്കാളും കുറച്ചുകൂടി കോംപ്ലക്സ് ആണ് യൂക്യാരിയോട്ട്സ് എന്ന് പറയുമ്പോൾ ഹയർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ വരികയാണ്. അപ്പോൾ ഈ ഹയർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ വന്നത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന ഇൻറ്ററാക്ഷൻസ് അത്രത്തോളം വ്യാപിച്ചത് കൊണ്ടാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. Therefore, we can say that living organisms are self-replicating, evolving and self-regulating interactive systems capable of responding to external stimuli. അപ്പോൾ നമുക്കൊരു ലിവിങ് ഓർഗാനിസത്തിനെ ഈ പറഞ്ഞ എല്ലാ പോയിന്റും കൂടി ചേർത്തൊന്ന് ഡിഫൈൻ ചെയ്യാം. എന്താന്ന് നോക്കി, ലിവിങ് ഓർഗാനിസംസ് എന്ന് പറയുന്നത് സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന, സെൽഫ് ഇവോൾവ് ചെയ്യാൻ സാധിക്കുന്ന, സെൽഫ് റെഗുലേറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അല്ലേ, സെൽഫ് റെഗുലേറ്റിംഗ് ആയിട്ടുള്ള ഇൻറ്ററാക്റ്റിംഗ് സിസ്റ്റംസ് ഉള്ള ഒരു എന്താണ് സ്റ്റിമുലസിനെതിരെ, എക്സ്റ്റേണൽ സ്റ്റിമുലസിനെതിരെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഒരു ലിവിങ് ഓർഗാനിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് ലിവിങ് ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടേഴ്സ് എല്ലാം പഠിച്ചു. ഇവയെല്ലാം കൂടെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്നതാണ്. അങ്ങനെയാണെങ്കിൽ ബയോളജി എന്താ നോക്കിയേ? ബയോളജി ഇസ് ദ സ്റ്റോറി ഓഫ് ലൈഫ് ഓൺ എർത്ത്. ഈ ഭൂമിയിലുള്ള ജീവനെക്കുറിച്ച് അല്ലേ, അപ്പോൾ അതിൻ്റെ കഥയെക്കുറിച്ചിട്ടൊക്കെ പറയുന്നതാണ് ബയോളജി. ബയോളജി എന്ന് പറയുമ്പോൾ ആ വേർഡിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ബയോ എന്ന് പറഞ്ഞാൽ ലിവിങ്, ലൊജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി എന്നാണ് അർത്ഥം. അപ്പോൾ എന്താണ്? സ്റ്റഡി ഓഫ് ലൈഫ്, ജീവനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ അതാണ് ആക്ച്വലി ഏതെന്ന് പറയാം, ബയോളജി എന്ന് പറയും. ഈ ഭൂമിയിലുള്ള ജീവൻ, ലൈഫിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്, അതിനെയാണ് നമ്മൾ ബയോളജി എന്ന് പറയുന്നത്. ബയോളജി ഇസ് ദ സ്റ്റോറി ഓഫ് എവല്യൂഷൻ ഓഫ് ലിവിങ് ഓർഗാനിസംസ് ഓൺ എർത്ത്. വേണമെങ്കിൽ വേറെ രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യാം. ഈ ഭൂമിയിൽ എങ്ങനെയാണ് ഈ പറയുന്ന ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ടായത്, അവരെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, കൂടുതലായിട്ട് പഠിക്കുകയാണ്. അവിടെ എവല്യൂഷനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുകയാണ്. അതും എന്ത് തന്നെയാണ്, ബയോളജിയാണ്. ഓൾ ലിവിങ് ഓർഗാനിസംസ് പ്രസൻറ്റ്, past and future are linked to one another by the sharing of the common genetic material but to varying degrees. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ ലിവിങ് ഓർഗാനിസും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഭൂമിയിൽ ജീവിക്കുന്നത്. അപ്പോൾ ഇവയുടെ എല്ലാം പ്രത്യേകതകളെല്ലാം നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട്, ബയോളജി എന്ന് പറയുന്ന ഈ ഒരു സയൻറ്റിഫിക് ഫീൽഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിതായിരുന്നു ആദ്യത്തെ ഒരു സെക്ഷനിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ഓർഗാനിസം ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ രണ്ടാമതായിട്ട് ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ്. ലിവിങ് വേൾഡിൽ, ഈ പറഞ്ഞ ജീവീയ ലോകത്തിൽ ധാരാളം വൈവിധ്യങ്ങളുണ്ടാകും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇഫ് യു ലുക്ക് അറൗണ്ട് യു വിൽ സീ എ ലാർജ് വെറൈറ്റി ഓഫ് ഓർഗാനിസംസ്, ബീ പോട്ടഡ് പ്ലാന്റ്സ്, ഇൻസെക്ട്സ്, ബേർഡ്സ്, യുവർ പെറ്റ്സ് ഓർ അതർ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടും ഒന്ന് നിരീക്ഷിക്കുക. നിങ്ങൾക്ക് ധാരാളം ഓർഗാനിസംസിനെ, പല തരത്തിലുള്ള ഓർഗാനിസംസിനെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് ചിലപ്പോൾ ചെടികളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന നമ്മുടെ വീട്ടിലൊക്കെയുള്ള ചെടിച്ചട്ടിയിലുള്ള ചെടികളായിരിക്കും, പലതരത്തിലുള്ള ചെടികളായിരിക്കാം, നിങ്ങളുടെ വളർത്തു മൃഗങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ ബേർഡ്സ് ആയിരിക്കാം, ഇൻസെക്ട്സ് ആയിരിക്കാം, നമ്മൾ മനുഷ്യർ തന്നെയായിരിക്കാം, ആനിമൽസ് ആയിരിക്കാം, അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും.
there are also several organisms that you cannot see with your naked eye, but they are all around you. അപ്പോൾ നമുക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ധാരാളം ഓർഗാനിസംസ് ഉണ്ടാവും. അവരെയാണ് നമ്മൾ മൈക്രോ ഓർഗാനിസംസ് എന്നൊക്കെ പറയാം അല്ലേ. അങ്ങനെയുള്ളവയും നമുക്ക് ചുറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നവർ, നമുക്ക് കാണാൻ സാധിക്കാത്തതായിട്ടുള്ള ലിവിങ് ഓർഗാനിസംസും നമുക്ക് ചുറ്റുമുണ്ട് എന്ന് നിങ്ങൾ ഓർത്തു വച്ചിരിക്കുക. If you were to increase the area that you make observations in, the range and variety of organisms that you see would increase. അപ്പോൾ നമ്മൾ ചെറിയൊരു ചുറ്റുപാടാണ് നോക്കുന്നതെങ്കിൽ അവിടെ കുറച്ച് ഓർഗാനിസമേ ഉണ്ടാവുള്ളൂ. നമ്മൾ നോക്കുന്ന ചുറ്റുപാടിൻ്റെ ആ ഒരു ആ ഒരു ഏരിയ കൂടുന്നതിനനുസരിച്ച് അവിടെയുള്ള ഓർഗാനിസത്തിൻ്റെയും എണ്ണം എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ അവിടുത്തെ ഡൈവേഴ്സിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിട്ട് തോന്നും, കൂടുന്നതായിട്ട് തോന്നും. അതായത് ഏരിയ കൂടുന്നതിനനുസരിച്ച് അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഓർഗാനിസത്തിൻ്റെ ഡൈവേഴ്സിറ്റിയും എന്തായിരിക്കും, കൂടുതൽ ആയിരിക്കും. Obviously, if you were to visit a dense forest, you would probably see a much greater number and kinds of living organisms in it. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു കാട് സന്ദർശിക്കുകയാണ്, ഒരു ഫോറസ്റ്റിലേക്ക് പോവുകയാണ്. അവിടെയാണെങ്കിൽ നമ്മൾ ധാരാളം ഓർഗാനിസംസിനെ കാണും. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ആയിരിക്കുമോ, അല്ലെങ്കിൽ നമ്മുടെ വീടിനുള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പരിസരത്ത് കാണുന്ന പോലെ ആയിരിക്കും നിങ്ങളൊരു കാട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനിമൽസിനെ ഓർഗാനിസംസിനെയൊക്കെ നമ്മൾ കാണുന്നത്? അല്ല, പല വെറൈറ്റീസ് ഓഫ് ഓർഗാനിസംസിനെ നമുക്ക് ചിലപ്പോൾ ഒരു ഫോറസ്റ്റിൽ കാണേണ്ടതായിട്ട് വരും അല്ലേ. Each different kind of plant, animal or organism that you see represents a species. അപ്പോൾ നമ്മളൊരു ഫോറസ്റ്റിൽ ചെന്ന് കഴിഞ്ഞാൽ പ്ലാന്റ്സിൽ തന്നെ പല ആൾക്കാരെ നിങ്ങൾ കാണുന്നുണ്ട്, ആനിമൽസിൽ തന്നെ പല ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഓരോ ഓർഗാനിസം തന്നെ പലതരത്തിൽ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഓരോരുത്തരും നമുക്ക് സ്പീഷീസ് എന്ന് പറയാം. The number of species that are known are described range between 1.7 to 1.8 million. അതായത് നമ്മളുടെ ഈ ഒരു ഭൂമിയിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ ഇത്രത്തോളം എണ്ണിയെടുത്ത് വെച്ചിരിക്കുന്ന സ്പീഷീസിൻ്റെ എണ്ണമാണ് നമ്മളിവിടെ പറയണത്. അല്ലെങ്കിൽ നോക്കി, the number of species that are known and described, അതായത് നമുക്കറിയാവുന്ന, നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പീഷീസിൻ്റെ എണ്ണമാണ്. ഇനിയും ധാരാളം ഓർഗാനിസംസ് ഉണ്ട്, കണ്ടുപിടിക്കാത്തതും അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള, ഇതുവരെ ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഓർഗാനിസംസ് ഉണ്ടാകാം. പക്ഷെ നമ്മൾ ഇത്രയും കാലത്തിനിടയ്ക്ക് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത നമുക്ക് മനസ്സിലായ ഓർഗാനിസത്തിൻ്റെ എണ്ണം അല്ലെങ്കിൽ സ്പീഷീസിൻ്റെ എണ്ണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 1.7 to 1.8 മില്യൺ ആണ്. ദ നമ്പർ ഓഫ് സ്പീഷീസ് ദാറ്റ് ആർ നോൺ ആൻഡ് ഡിസ്ക്രൈബ്ഡ്, അതായത് നമുക്ക് മനസ്സിലായി നമ്മൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പീഷീസുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 1.7 തൊട്ട് 1.8 മില്യൺ ആണ്. This refers to biodiversity or the number and types of organisms present on earth. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ബയോഡൈവേഴ്സിറ്റി അഥവാ ജൈവ വൈവിധ്യം എന്ന് പറയാം. അപ്പോൾ ബയോഡൈവേഴ്സിറ്റിയുടെ ഡെഫിനിഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം, the number and types of organisms present on earth. അതായത് നമ്മുടെ ഭൂമിയിൽ കാണപ്പെട്ട എത്രത്തോളം ടൈപ്പ് ഓർഗാനിസംസ് ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഓർഗാനിസത്തിൻ്റെ എണ്ണം, ഇവയെല്ലാം കൂടി ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുക, ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. We should remember here that as we explore new areas and even old ones, new organisms are continuously being identified. നമ്മൾ പുതിയ പുതിയ ഏരിയാസ് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, എക്സ്പ്ലോർ ചെയ്യുന്നതിനനുസരിച്ച് അവിടെ പഴയ ആൾക്കാരുണ്ടാകും, എന്നിരുന്നാലും അവിടെ പുതിയ പുതിയ ഓർഗാനിസംസ് നമുക്കിങ്ങനെ പോകെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ കണ്ടുപിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഈ പറയുന്ന എണ്ണ നമ്മളിപ്പോൾ 1.7 to 1.8 എന്നല്ലേ പറഞ്ഞേ, അപ്പോൾ അതെന്ത് ചെയ്യും, കാലക്രമേണ ഇനി കൂടി വരികയുള്ളൂ. As stated earlier, there are millions of plants and animals in the world. We know the plants and animals in our own area by their local names. നമുക്കറിയാവുന്ന കാര്യമാണ്, പലതരത്തിലുള്ള പ്ലാന്റ്സും ആനിമൽസും നമുക്ക് ചുറ്റുപാടും ഉണ്ടെന്നുള്ള കാര്യം. പക്ഷേ ഇവയുടെയൊക്കെ പേര് അല്ലെങ്കിൽ ഇവരെയൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ ലോക്കൽ നെയിമുകൾ കൊണ്ടാണ് അല്ലേ. അതായത് ഓരോ നാട്ടിലും ഈ ഓരോ ഓർഗാനിസംസും ഒക്കെ അറിയപ്പെടുന്ന ഓരോ പേരുകളിലായിരിക്കും. ദീസ് ലോക്കൽ നെയിംസ് വുഡ് വേരി ഫ്രം പ്ലേസ് ടു പ്ലേസ് ഈവൻ വിതിൻ എ കൺട്രി. ഒരു രാജ്യത്തിൽ തന്നെ പല സ്ഥലങ്ങളുണ്ട്. ഈ പല സ്ഥലങ്ങളിൽ ഓരോ ഓർഗാനിസം തന്നെ അറിയപ്പെടുന്ന പല പേരുകളിലായിരിക്കും അല്ലെ, ലോക്കൽ നെയിംസിലായിരിക്കും അറിയപ്പെടുന്നത്. Probably you would recognize the confusion that would be created if we did not find ways and means to talk to each other to refer to organisms we are talking about. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരു രാജ്യത്ത് തന്നെ പല സ്ഥലങ്ങളിൽ, ഈ പല സ്ഥലങ്ങളിലും നമ്മൾ ഈ ഓർഗാനിസംസ് അറിയപ്പെടുന്ന പല പേരുകളിലായിരിക്കും, അവരുടെ ലോക്കൽ നെയിമുകളിൽ പല തരത്തിലായിരിക്കും ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ തന്നെ എന്താണ്, അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു ഓർഗാനിസത്തിനെ അറിയപ്പെടുന്ന പല പേരിലാണെങ്കിൽ നമുക്കവിടെ കൺഫ്യൂഷൻ ഉറപ്പായിട്ടും ഉണ്ടാവുന്നുണ്ട്. Hence, there is a need to standardize the naming of organisms such that a particular organism is known by the same name all over the world. അതുകൊണ്ട് തന്നെ വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഒരു ഓർഗാനിസത്തിന് പേര് കൊടുക്കുക എന്നുള്ളത്.
അതൊരു കോമൺ വെച്ചാൽ എല്ലായിടത്തും ഈ പറയുന്ന ലോകത്ത് എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു പേര് ഞാൻ പറഞ്ഞാൽ അത് ഇന്ന ഓർഗാനിസത്തിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഹോമോസാപ്പിയൻസ് എന്ന് പറയുകയാണ്. ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്ന് ഞാൻ ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനർത്ഥം എന്താ? ഞാൻ ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ ബീങ്സിനെയാണ്, അല്ല മനുഷ്യരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പേര് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡർഡൈസ്ഡ് നെയിം കൊടുക്കണമെന്ന് നമ്മുടെ ഈ ഒരു സയൻറ്റിസ്റ്റുകൾ തീരുമാനിക്കുകയുണ്ടായി. ഈ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് നോമൻക്ലേച്ചർ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പേര് കൊടുക്കണമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ എന്തെന്നാണ് അറിയപ്പെടുന്നത്? നോമൻക്ലേച്ചർ അഥവാ നാമകരണം എന്ന് അറിയപ്പെട്ടു. Obviously, nomenclature or naming is only possible when the organism is described correctly and we know to what organism the name is attached to. അപ്പോൾ അതായത് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ പേര് എപ്പോഴാണ് കൊടുക്കുന്നതെന്ന് അറിയാമോ? ഒരു പെർട്ടിക്കുലർ ഓർഗാനിസം നമ്മൾ കണ്ടുപിടിച്ചു, ആ ഓർഗാനിസത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കൃത്യമായ രീതിയിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ, വിശദീകരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ? ഒരു പേര് കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു പ്രോസസ്സിന് നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, നോമൻക്ലേച്ചർ ഓർ നെയിമിംഗ് ഈസ് ഓൺലി പോസിബിൾ. നമുക്ക് ഈ പറഞ്ഞ പേര് കൊടുക്കാൻ പറ്റുന്നത് എപ്പോൾ മാത്രമാണ്? വെൻ ദ ഓർഗാനിസം ഈസ് ഡിസ്ക്രൈബ്ഡ് കറക്റ്റ്ലി. എപ്പോഴാണോ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിനെ കൃത്യമായ രീതിയിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് വെക്കുന്നത്. ആൻഡ് വി നോ ടു വാട്ട് ഓർഗാനിസം ദ നെയിം ഈസ് അറ്റാച്ച് ടു. അത് മാത്രമല്ല, ആ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിനെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന പേര് കൊടുക്കാം എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അവിടേക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ആ ഒരു ഓർഗാനിസത്തിന് ഒരു പേര് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ, അല്ലേ? പേര് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നോമൻക്ലേച്ചർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ആ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിനെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം, അല്ലേ? അപ്പോൾ അതാണ് അവിടെ പറയുന്നത്, ദിസ് ഈസ് ഐഡൻറ്റിഫിക്കേഷൻ. ഇതിനെയാണ് നമ്മൾ ഇതെന്ന് പറയുക, ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുക. In order to facilitate the study, the number of scientists have established procedures to assign a scientific name to each known organism. This is acceptable to biologists all over the world. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോൾ ഒരു പേര് കൊടുത്തു, ഇപ്പോൾ ഒരു പേര് ഒരു ഓർഗാനിസം നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അതെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കണം, അല്ലേ? നമ്മുടെ ഈ ഒരു ബയോളജിസ്റ്റുകളെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കണം. അപ്പോൾ ഒരു പെർട്ടിക്കുലർ റൂൾ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു ഓർഗാനിസത്തിന് എനിക്കൊരു പേര് കൊടുക്കണം, ചുമ്മാ പേര് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു റൂളിനെ ഫോളോ ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പേര് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോർ പ്ലാന്റ്സ് സയൻറ്റിഫിക് നെയിംസ് ആർ ബേസ്ഡ് ഓൺ എഗ്രീഡ് പ്രിൻസിപ്പിൾസ് ആൻഡ് ക്രൈറ്റീരിയ വിച്ച് ആർ പ്രൊവൈഡഡ് ഇൻ ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. എനിക്കിപ്പോൾ ഒരു പക്ഷേ പ്ലാന്റ്സിന് ഒരു പേര് കൊടുക്കണമെങ്കിൽ എനിക്ക് അതിന് വേണ്ടിയിട്ട് കുറേ നിയമങ്ങളുണ്ടാവും. ആ നിയമങ്ങളൊക്കെ ഞാൻ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ? പ്ലാന്റ്സിന് പേര് കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നെ സഹായിക്കുന്നതാണ് ആരെന്ന് പറയാം? ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ഇപ്പോൾ പ്ലാന്റ് നെയിമിങ്ങുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ടത് ആരെയാണ്? ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ഞാൻ പറഞ്ഞു പ്ലാന്റിന് പേര് കൊടുക്കുക, അതിനുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളവരാണ് ആര്? ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ, ICBN. ബൊട്ടാണിക്കൽ എന്ന് പറയുമ്പോൾ ഓർത്ത് വെച്ചിരിക്കുക പ്ലാന്റ്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ കണ്ടോ? യു മേ ആസ്ക് ഹൗ ആർ ആനിമൽസ് നെയിംഡ്. അപ്പോൾ നിങ്ങൾ തന്നെ ചോദിക്കും, ആനിമൽസിന് എങ്ങനെ പേര് കൊടുക്കുന്നത്? ആനിമൽസിന് പേര് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. ആനിമൽ ടാക്സോണമിസ്റ്റ് ഹാവ് ഇവോൾവ്ഡ് ഇൻ്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ. അപ്പോൾ ആനിമൽസിന് പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെടുത്തിയുള്ള നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ടാവില്ലേ? അപ്പോൾ അതാണ് ഏതെന്ന് പറയാം? ഇൻ്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ ഓർ ICZN. അപ്പോൾ പ്ലാന്റ്സിന് പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ആനിമൽസിന് പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇൻ്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ICBN-ഉം ICZN-ൻ്റെ ഫുൾ ഫോം ഓർത്തു വെച്ചിരിക്കുക. The scientific names ensure that each organism has only one name. അപ്പോൾ ഇങ്ങനെയൊക്കെ പേരുകൾ വന്നില്ലേ? ഈ പേരുകളെയാണ് നമ്മൾ സയൻറ്റിഫിക് നെയിം, ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സയൻറ്റിഫിക് നെയിം ഒരു കാര്യം നമുക്ക് ഉറപ്പാക്കി തരുന്നുണ്ട്, ഓരോ ഓർഗാനിസത്തിന് ഒരൊറ്റ പേരേ ഉള്ളൂ. ഈ ലോകത്ത് എവിടെ ചെന്ന് നിന്ന് ഞാൻ ആ ഒരു പേര് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു പേര് എന്തിനാണ്? ആ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. Description of any organism should enable the people in any part of the world to arrive at the same name. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസം ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഒരു ഡിസ്ക്രിപ്ഷനാണ് പറയുന്നത്. അതിനൊരു ഓർഗാനിസം ഞാനിങ്ങനെ വിവരിക്കുകയാണ്. അപ്പോൾ വിവരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിനെ കുറിച്ച് മനസ്സിലായാൽ അവർ ആ ഒരു പെർട്ടിക്കുലർ സയൻറ്റിഫിക് നെയിമേ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടാണ്? ആ ഡിസ്ക്രിപ്ഷന് കൃത്യമായി ആപ്റ്റായിട്ടൊരു പേരായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക? സയൻറ്റിഫിക് വേൾഡ് കൊടുത്തിരിക്കുന്നത്. അതാണ് നമ്മൾ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത്.
They also ensure that such a name has not been used for any other non-organism. അത് മാത്രമല്ല ഈ ഒരു പേര് ഇപ്പം നമ്മൾ കൊടുത്ത ഈ ഒരു സയൻറ്റിഫിക് നെയിം ഒരു ഓർഗാനിസിന് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത് വേറൊരു ഓർഗാനിസിന് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ ഞാൻ ഹോമോ സാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ അത് ആരെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്? മനുഷ്യനെയാണ്, ഹ്യൂമൻ ബീയിങ്ങിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഹോമോ സാപ്പിയൻ എന്ന പേരെടുത്ത് ഞാൻ വേറൊരു ജീവിക്ക് കൊടുക്കില്ല. ഓക്കെ, അത് ആർക്ക് മാത്രമാണ്, ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിനാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിന് മാത്രമാണ് അത് കൊടുത്തേക്കുന്നത്. ക്ലിയർ ആണോ? ഇനി അടുത്ത് നോക്കിയേ, ബയോളജിസ്റ്റ് ഫോളോ universally accepted principles to provide scientific names to non-organisms. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഓർഗാനിസിന് പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ ചുമ്മാ പേര് കൊടുക്കാൻ പറ്റത്തില്ല, കുറച്ച് നിയമങ്ങളെ ബേസ് ചെയ്തിട്ടല്ലേ നമ്മൾ പേര് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് നിയമങ്ങൾ ബയോളജിസ്റ്റുകൾ കൊണ്ടുവന്നു പേര് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയണത്. എന്താ നോക്കി, ഈച്ച് നെയിം ഹാസ് 2 components, the generic name and the specific epithet. അതായത് സയൻറ്റിഫിക് നെയിമിന് പ്രധാനമായും 2 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും, 2 പാർട്ട് ഉണ്ടാവും. ആദ്യത്തെ പാർട്ടിനെ ജനറിക് നെയിം എന്നും രണ്ടാമത്തെ ഭാഗത്തെ സ്പെസിഫിക് എപ്പിത്തറ്റ് എന്നും വിളിക്കുന്നു. ഓക്കെ, അതായത് ആദ്യത്തെ ഭാഗത്തെ, അതായത് ആ ഒരു പേരിൻ്റെ സയൻറ്റിഫിക് നെയിമിൻ്റെ ആദ്യത്തെ ഭാഗത്തെ നമ്മൾ എന്തെന്നാ വിളിക്കുക? ജനറിക് നെയിം. ജനറിക് നെയിം എന്ന് പറഞ്ഞാൽ ജീനസ് നെയിം, ജീനസിൻ്റെ പേര്. രണ്ടാമത്തെ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് എപ്പിത്തറ്റ് അല്ലെങ്കിൽ സ്പീഷീസ് നെയിം എന്ന് പറയുന്നു. This system of providing a name with the 2 components is called binomial nomenclature. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ എന്താ ചെയ്തേ? ഒരു ഓർഗാനിസം നമ്മൾ പേര് കൊടുത്തു. ആ പേരിന് എത്ര ഭാഗങ്ങൾ ഉണ്ടായിരുന്നു, എത്ര പാർട്ട് ഉണ്ടായിരുന്നു? 2 പാർട്ട് ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ ഒരു പേരിന് 2 ഭാഗങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ പേരിടിയൽ സിസ്റ്റത്തിനെ നമ്മളൊരു പേര് വിളിക്കുന്നുണ്ട് ബൈനോമിയൽ നോമൻക്ലേച്ചർ. അപ്പോൾ ഈ ഒരു പേരിടിയലിന് നമ്മൾ എന്ത് പേരാണ് കൊടുത്തത്? ഇറ്റ് ഈസ് കോൾഡ് ആസ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? 2. നോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്ര ഭാഗം വരുന്നുണ്ട്? 2 പാർട്ട് വരുന്നുണ്ട് അല്ലേ? നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ പേരിടിയൽ പദ്ധതിയാണ്. അപ്പോൾ നോക്കുക, ബൈനോമിയൽ നോമൻക്ലേച്ചർ. This naming system given by Carolus Linnaeus is being practiced by biologists all over the world. അപ്പോൾ ഈ ഒരു ബൈനോമിയൽ നോമൻക്ലേച്ചർ സിസ്റ്റം കൊണ്ടുവന്ന സയൻറ്റിസ്റ്റിൻ്റെ പേരെന്താ? കരോളസ് ലിനേയസ് ആണ്. മറന്നു പോകരുത്, വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അപ്പോൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ സിസ്റ്റം കൊണ്ടുവന്ന ആളുടെ പേരെന്താണ്? കരോളസ് ലിനേയസ്. This naming system using a 2-word format was found convenient. അപ്പോൾ ഈ ഒരു നെയിമിംഗ് സിസ്റ്റം, ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്ന നെയിമിംഗ് സിസ്റ്റത്തിനകത്ത് നമുക്ക് പറയാനായിട്ട് സാധിക്കും ആ ഒരു പേരിന് എത്ര ഭാഗം ഉണ്ടാവും? 2 പാർട്ട് ഉണ്ടാവും അല്ലേ? അപ്പോൾ അത് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിരുന്നു. Let us take the example of mango to understand the way of providing scientific names better. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ സയൻറ്റിഫിക് നെയിമിംഗ് എങ്ങനെയാണ് കൊടുത്തത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാംഗോയുടെ സയൻറ്റിഫിക് നെയിം വെച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കാം. The scientific name of mango is written as Mangifera indica. അപ്പോൾ നോക്കിയേ, സയൻറ്റിഫിക് നെയിം ഓഫ് മാംഗോ എന്ന് പറയുമ്പോൾ അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണെന്നാണ് പറയണത്? മാഞ്ചിഫെറ ഇൻഡിക്ക. നമുക്കൊന്ന് എഴുതാം, മാഞ്ചിഫെറ ഇൻഡിക്ക. മാഞ്ചിഫെറ ഇൻഡിക്ക. ഓക്കെ, let us see how it is a binomial name. നമുക്കിത് എങ്ങനെയാണ് ഒരു ബൈനോമിയൽ നെയിം, 2 ഭാഗം വരുന്നൊരു പേരാണ് എന്ന് നമുക്ക് നോക്കാം. In this name, Mangifera represents the genus. മാഞ്ചിഫെറ എന്ന് പറയുന്ന ആ ഒരു പാർട്ട് കണ്ടില്ലേ? ഇതെന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ജീനസ് നെയിമിനെ സൂചിപ്പിക്കുന്നതാണ്. മാംഗോയുടെ ജീനസ് നെയിമിനെ സൂചിപ്പിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? ആദ്യത്തെ ഭാഗമായ മാഞ്ചിഫെറ എന്ന വേർഡ്. Okay, while indica, it is the particular species or specific epithet. അതിൽ ഇൻഡിക്ക എന്ന് പറയുന്ന പദമില്ലേ, അതെന്തിനെ സൂചിപ്പിക്കുന്നതാണ്? സ്പീഷീസ് നെയിമിനെ സൂചിപ്പിക്കുന്നതാണ്. സ്പീഷീസ് നെയിം അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിത്തറ്റിനെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ ആണേ? അതർ യൂണിവേഴ്സൽ റൂൾസ് ഓഫ് നോമൻക്ലേച്ചർ ആർ ആസ് ഫോളോസ്. അപ്പോൾ ഇവിടെ നോക്കി, ഈ പറഞ്ഞ ബൈനോമിയൽ നോമൻക്ലേച്ചർ കൊണ്ടുവന്നത് കരോളസ് ലിനേയസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ബൈനോമിയൽ നോമൻക്ലേച്ചറിന് ധാരാളം റൂളുകളുണ്ട്. അതിൽ ഒന്നാമത്തെ റൂളാണ്, ഒരു സയൻറ്റിഫിക് നെയിമിന് പ്രധാനമായിട്ടും 2 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ ആദ്യത്തെ പാർട്ട് ജീനസ് നെയിമിനെയും രണ്ടാമത്തെ പാർട്ട് സ്പീഷീസ് നെയിമിനെയും സൂചിപ്പിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബൈനോമിയൽ നോമൻക്ലേച്ചറിൻ്റെ രണ്ടാമത്തെ റൂള് നമുക്ക് നോക്കാം. ബയോളജിക്കൽ നെയിംസ് ആർ ജനറലി ഇൻ ലാറ്റിൻ.
നമ്മൾ ഈ കൊടുക്കുന്ന സയൻറ്റിഫിക് നെയിമുകൾ അല്ലെങ്കിൽ ബയോളജിക്കൽ നെയിമുകൾ എല്ലാം ഏത് ഭാഷയിലായിരിക്കണം? ലാറ്റിൻ ഭാഷയിലായിരിക്കണം. ആൻഡ് റിട്ടൺ ഇൻ ഇറ്റാലിക്സ്, അത് എഴുതുന്നത് ഇറ്റാലിക്സിലുമായിരിക്കണം. ദേ ആർ ലാറ്റിനൈസ്ഡ് ഓർ ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഒറിജിൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ബയോളജിക്കൽ നെയിം എന്ന് പറയുന്നത് ലാറ്റിൻ ആണെന്ന് ഞാൻ പറഞ്ഞു, ലാറ്റിൻ ഭാഷയിലായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ലാറ്റിൻ ആയിരിക്കുന്നത് കൊണ്ടാണ്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് നമ്മൾ എന്ത് ചെയ്യണത്? എഴുതുന്ന സമയത്ത് ഇറ്റാലിക്സ് എന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്നത്. ഇനി അടുത്ത് നോക്കിയേ, the first word in a biological name represents the genus while the second component denotes the specific epithet. നേരത്തെ പറഞ്ഞ റൂളാണ് അല്ലേ? ആ ഒരു ബയോളജിക്കൽ നെയിമിൻ്റെ ആദ്യത്തെ പാർട്ട് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ജീനസ് നെയിമിനെ സൂചിപ്പിക്കുന്നതും രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് സ്പീഷീസ് നെയിമിനെ സൂചിപ്പിക്കുന്നതുമാണ്. സ്പീഷീസ് നെയിമിനെ തന്നെയാണ് കേട്ടോ സ്പെസിഫിക് എപ്പിത്തറ്റ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം, ബോത്ത് ദ വേർഡ്സ് ഇൻ എ ബയോളജിക്കൽ നെയിം വെൻ ഹാൻഡ് റിട്ടൺ ആർ സെപ്പറേറ്റ്ലി അണ്ടർലൈൻഡ് or printed in italics to indicate their Latin origin. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഈ പറയുന്ന സയൻറ്റിഫിക് നെയിമുകൾ ലാറ്റിൻ ഭാഷയിലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കൈകൊണ്ട് എഴുതുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് പറയുന്ന ഈ ഒരു സയൻറ്റിഫിക് നെയിം ആക്ച്വലി ലാറ്റിൻ ഭാഷയിലാണ്. ഞാൻ കൈകൊണ്ടാണ് ഇവിടെ എഴുതിയത്. അപ്പോൾ ഈ കൈകൊണ്ട് എഴുതുമ്പോൾ അതെനിക്ക് ലാറ്റിൻ ഭാഷയിലാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എന്താ ചെയ്തതെന്ന് നോക്കിയേ, ഇതിന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ്ലി ഞാൻ അതിനെ എന്ത് ചെയ്തു? അണ്ടർലൈൻ ചെയ്തു. അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ആ ഒരു പർട്ടിക്കുലർ നെയിം ലാറ്റിൻ ഭാഷയിലാണ്. എന്നാൽ ഞാൻ പ്രിൻ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് അവിടെ അണ്ടർലൈൻ ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇറ്റാലിക്സ് ആണ്. ഓക്കെ, പ്രിൻ്റഡ് വെർഷനാണ്. ഒരു പേര്, ഒരു സയൻറ്റിഫിക് നെയിം പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ലാറ്റിൻ ഭാഷയിലാണ് അതിൻ്റെ ഒറിജിൻ എന്ന് കാണിക്കാൻ വേണ്ടി ഇറ്റാലിക്സിലും, ഒരു പദം, ഒരു സയൻറ്റിഫിക് നെയിം എനിക്കിതുപോലെ കൈകൊണ്ടാണ് എഴുതേണ്ടതെങ്കിൽ കൈകൊണ്ട് ഞാൻ എഴുതുന്നു. അങ്ങനെ എഴുതുമ്പോൾ അത് ലാറ്റിൻ ഭാഷയിലാണ് അതിൻ്റെ ഒറിജിൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അത് എന്ത് ചെയ്യണം എന്നാ പറയണേ? സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം. ദ ഫസ്റ്റ് വേർഡ് ഡിനോട്ടിങ് ദ ജീനസ് സ്റ്റാർട്ട്സ് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. അതായത് അടുത്ത റൂൾ എന്താ പറഞ്ഞേ നോക്കിയേ, ആദ്യത്തെ പദം എന്തിനെ സൂചിപ്പിക്കുന്നതാ? ആദ്യത്തെ പദം എന്ന് പറയുന്നത് ഇതാണ്, ഇത് ജീനസ് നെയിമിനെ സൂചിപ്പിക്കുന്നതാണ്. സെക്കൻഡ് നെയിം എന്ന് പറയുന്നത് സ്പീഷീസ് നെയിമിനെ സൂചിപ്പിക്കുന്നതാണ്. ഈ ജീനസ് നെയിമിൻ്റെ ആദ്യത്തെ അക്ഷരം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. അതോടൊപ്പം തന്നെ സ്പീഷീസ് നെയിമിൻ്റെ ആദ്യത്തെ അക്ഷരം എന്ന് പറയുന്നത് സ്മോൾ ലെറ്ററിലുമായിരിക്കണം. ഇതാണ് അടുത്ത റൂൾ. ദ ഫസ്റ്റ് വേർഡ് ഡിനോട്ടിങ് ദ ജീനസ് സ്റ്റാർട്ട്സ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ while the specific epithet starts with a small letter. It can be illustrated with the example of Mangifera indica. അതാണ് ഈ ഒരു എക്സാമ്പിളിൽ നമ്മളിവിടെ കാണിച്ചേക്കുന്നത്. മാഞ്ചിഫെറ ഇൻഡിക്ക മാംഗോയുടെ സയൻറ്റിഫിക് നെയിമാണ്. ആ ഒരു എക്സാമ്പിൾ വെച്ച് നമ്മളിവിടെ കാണിച്ചിട്ടുമുണ്ട്. അടുത്ത് നോക്കി, നെയിം ഓഫ് ദ ഓതർ അപ്പിയേഴ്സ് ആഫ്റ്റർ ദ സ്പെസിഫിക് എപ്പിത്തറ്റ്, ദാറ്റ് ഈസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ബയോളജിക്കൽ നെയിം ആൻഡ് ഇറ്റ് ഈസ് റിട്ടേൺ ഇൻ ആൻ അബ്രിവിയേറ്റഡ് ഫോം. എക്സാമ്പിൾ മാഞ്ചിഫെറ ഇൻഡിക്ക ലിൻ ഡോട്ട് എന്ന് കൊടുത്തേക്കുന്നത് കണ്ടോ? അതായത് ചില പേരുകൾ പൊതുവേ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു സയൻറ്റിഫിക് നെയിം എഴുതുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ മാംഗോയുടെ സയൻറ്റിഫിക് നെയിം മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് എഴുതി. അപ്പോൾ ഞാനിപ്പോൾ കൈകൊണ്ട് എഴുതിയത് കൊണ്ട് തന്നെ ഞാൻ അതിനെ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? അണ്ടർലൈൻ ചെയ്യുന്നു. എന്നിട്ട് റൂള് തീർന്നിട്ടില്ല, ലിൻ ഡോട്ട് എന്നുകൂടെ കൊടുക്കുന്നു. മക്കളെ, ഇത് കണ്ടുപിടിച്ചത് ലിനേസ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ ചെയ്യണേ. ലിനേസിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് കൊടുക്കുകയാണ്, ലിൻ ഡോട്ട് എന്ന് കൊടുത്തു. അബ്രിവേറ്റഡ് ഫോമിൽ നമ്മൾ കൊടുത്തിട്ട് അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ അണ്ടർലൈൻ ചെയ്യുന്നുമില്ല. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് ആക്ച്വലി ബൈനോമിയൽ നോമൻക്ലേച്ചറിൻ്റെ റൂളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബൈനോമിയൽ നോമൻക്ലേച്ചറിൻ്റെ റൂളുകൾ എന്തൊക്കെയാണ്? ഒരു സയൻറ്റിഫിക് നെയിം എന്ന് പറയുമ്പോൾ അതിന് പ്രധാനമായി രണ്ട് ഭാഗങ്ങളുണ്ടായിരിക്കും. ഫസ്റ്റ് പാർട്ട് ജീനസ് നെയിമിനെയും സെക്കൻഡ് പാർട്ട് സ്പീഷീസ് നെയിമിനെയും സൂചിപ്പിക്കുന്നു. സയൻറ്റിഫിക് നെയിമിൻ്റെ ഒറിജിൻ എന്ന് പറയുന്ന ലാറ്റിൻ ഭാഷയായിരിക്കും. കൈകൊണ്ട് എഴുതുമ്പോൾ ഈ ഒരു പേര് സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം. അത് പ്രിൻ്റ് ചെയ്യുവാണെങ്കിൽ ഇറ്റാലിക്സിലായിരിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? പിന്നെ നമ്മൾ പറഞ്ഞത് ജീനസ് നെയിമിൻ്റെ ആദ്യ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ, സ്പീഷീസ് നെയിമിൻ്റെ ആദ്യ അക്ഷരം എന്ന് പറയുന്നത് സ്മോൾ ലെറ്ററിലും ആയിരിക്കണം. ക്ലിയർ ആയോ? പിന്നെ വേറെ ഏതെങ്കിലും പോയിന്റ് നമ്മൾ പറയാതുണ്ടോ? ബാക്കിയെല്ലാം പറഞ്ഞല്ലോ. ഓക്കെ, പിന്നെ നമ്മൾ ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്തിരുന്നു. അതായത് ഈ ഒരു പേരിൻ്റെ ഏറ്റവും അവസാനം ഓതറിൻ്റെ നെയിം അബ്രിവേറ്റഡ് ഫോമിൽ കൊടുക്കണം. പക്ഷെ അതെന്ത് ചെയ്യരുത്? അണ്ടർലൈൻ ചെയ്യരുത്. ഓതറിൻ്റെ നെയിം നമ്മൾ അണ്ടർലൈൻ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദി സ്പീഷീസ് വാസ് ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ ലിനേസ്. ഈ ഒരു ഇപ്പോൾ മാഞ്ചിഫെറ ഇൻഡിക്ക അത് ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത ലിനേസ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് നമ്മളിവിടെ ഷോർട്ട് ഫോമിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, since it is nearly impossible to study all the living organism, it is necessary to devise some means to make this possible. This process is called classification. അതായത് നമുക്കറിയാം ഈ ലോകത്ത് പലതരത്തിലുള്ള ലിവിങ് ഓർഗാനിസം ഉണ്ട്, ലിവിങ് ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ ഈ ലിവിങ് ഓർഗാനിസത്തിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഈസി ആയിട്ടുള്ള കാര്യം വല്ലതും ആണോ? അല്ല. അപ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം ആയതുകൊണ്ട് തന്നെ ഈ ഓർഗാനിസത്തിനെ കുറിച്ചെല്ലാം പഠിക്കാനായിട്ട്
നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു എന്നറിയോ? ക്ലാസിഫൈ ചെയ്യേണ്ടതായിട്ട് വന്നു. ഓർഗാനിസത്തിനെ വർഗീകരിക്കാൻ നമ്മൾ തീരുമാനിച്ചു സയൻറ്റിസ്റ്റുകൾ. അതാണ് ക്ലാസിഫിക്കേഷൻ. എന്താ നോക്കി? ഇറ്റ് ഈസ് നിയർലി ഇമ്പോസിബിൾ ടു സ്റ്റഡി ഓൾ ദ ലിവിങ് ഓർഗാനിസം. ഇറ്റ് ഈസ് നെസസറി ടു ഡിവൈസ് സം മീൻസ് ടു മേക്ക് ദിസ് പോസിബിൾ. എല്ലാ ലിവിങ് ഓർഗാനിസിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ നമുക്ക് പഠിച്ചേ സാധിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? ഇവരെല്ലാം കൂടി നമ്മൾ ക്ലാസിഫൈ ചെയ്തു, വർഗീകരിക്കാൻ തീരുമാനിച്ചു. ക്ലാസിഫിക്കേഷൻ്റെ ഡെഫിനിഷനാണ് ഇനി പറയണത്. Classification is the process by which anything is grouped into convenient categories based on some easily observable characters. അതായത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന എന്തുമായിക്കോട്ടെ, ലിവിങ് ഓർഗാനിസം തന്നെയല്ല, എന്തുമായിക്കോട്ടെ, ഏതൊരു ആളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാം, വർഗീകരിക്കാനായിട്ട് സാധിക്കും. എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണെന്ന് നോക്കി? ബേസ്ഡ് ഓൺ സം ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ്. ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിൻ്റെ എന്തെങ്കിലും പ്രത്യേകതകളെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവയെ ക്ലാസിഫൈ ചെയ്യാൻ, വർഗീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ വർഗീകരിക്കുന്നത് എന്തായിരിക്കും? ഒരു പെർട്ടിക്കുലർ നമുക്ക് എളുപ്പമുള്ള എന്തെങ്കിലും കാറ്റഗറീസിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഒന്ന് നോക്കി, ഒരു എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. വി ഈസിലി റെക്കഗ്നൈസ് ഗ്രൂപ്പ്സ് സച്ച് ആസ് പ്ലാന്റ്സ് ഓർ ആനിമൽസ് ഓർ ഡോഗ്സ്, കാറ്റ്സ് ഓർ ഇൻസെക്ട്സ്. അപ്പം ഞാൻ ഈ പേരുകളൊക്കെ പറയുമ്പോൾ പ്ലാന്റ്സ് എന്ന് പറയുകയാണ്, നിങ്ങളുടെ മനസ്സിൽ എന്താ വരിക? പ്ലാന്റ്സ് ചെടികളെ കുറിച്ച് വരും, അല്ലെങ്കിൽ സസ്യങ്ങളെ കുറിച്ച് വരുന്നു. ആനിമൽസ് എന്ന് പറയുമ്പോൾ ആനിമൽസിൻ്റെ ഗ്രൂപ്പ് ഓർമ്മ വരും. ഡോഗ്സ് എന്ന് പറയുമ്പോൾ ഡോഗ്സ് മാത്രമേ ഓർമ്മ വരുള്ളൂ. കാറ്റ്സ് പൂച്ചകൾ ഓർമ്മ വരും അല്ലേ? ഇൻസെക്ട്സ് എന്ന് പറഞ്ഞാൽ ഇൻസെക്ട്സിന് നിങ്ങൾക്ക് ഓർമ്മ വരും. The moment we use any of these terms, we associate certain characters with the organism in that group. ഇപ്പോൾ ഞാൻ ഈ ഒരു പേരുകൾ നിങ്ങളുടെ പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ചെടികളെ കുറിച്ച് പറയാം, ചെടി അല്ലെങ്കിൽ സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ഒരു ചെടി വരും. ചെടി വരുന്നതിനൊപ്പം അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഓർമ്മ വരും അല്ലേ? ചിലപ്പോൾ ഫ്ലവർ ഉണ്ട്, അതിന് ഫ്രൂട്ട് ഉണ്ട്, ചിലപ്പോൾ അതിൻ്റെ ഫോട്ടോസിന്തസിൻ്റെ കാര്യമായിരിക്കും നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ട് അല്ലേ? അടുത്ത് നോക്കിയേ, വാട്ട് ഇമേജ് ഡു യു സീ വെൻ യു തിങ്ക് ഓഫ് എ ഡോഗ്? ഞാനിപ്പോൾ നിങ്ങൾക്ക് ഡോഗ് എന്നൊരു വേർഡാണ് പറയണതെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഡോഗിൻ്റെ കുറച്ച് ക്യാരക്ടേഴ്സ് ഓർമ്മ വരും, ഡോഗിനെ ഓർമ്മ വരും. ഡോഗ് എന്ന് പറയുന്ന ആളുടെ ആ ഒരു രൂപം മാത്രമല്ല, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും ഡോഗ് എന്ന് പറയുമ്പോൾ. ഒബ്വിയസ്ലി ഈച്ച് വൺ ഓഫ് എസ് വിൽ സീ ഡോഗ്സ് ആർ നോട്ട് കാറ്റ്സ്. അതായത് ഞാൻ ഡോഗ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും കാറ്റ് ആയിരിക്കില്ല ഓർമ്മ വരുന്നത്. എന്തിനെക്കുറിച്ച് മാത്രമായിരിക്കും? ഡോഗ്സിനെ കുറിച്ച് മാത്രമായിരിക്കും. നൗ ഇഫ് വി വെയർ ടു തിങ്ക് ഓഫ് അൽസേഷ്യൻസ്, we know that what we are thinking about, what we are talking about. അതായത് ഞാനിപ്പോൾ അൽസേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും നിങ്ങളൊരു പൂച്ചയായിരിക്കത്തില്ല നിങ്ങൾ കാണുക, അല്ല ഒരു ഡോഗിനെ ആയിരിക്കില്ലേ നിങ്ങൾ അൽസേഷ്യൻ എന്ന് പറയുമ്പോൾ. അതാണ് ഞാനിവിടെ പറഞ്ഞത്. Similarly, suppose we were to say mammals, you would of course think of animals with external ears and body hair. ഞാനിപ്പോൾ മാമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ മാമലിൻ്റെ ക്യാരക്ടേഴ്സ് ഓർമ്മ വരും. ഫോർ എക്സാമ്പിൾ മാമൽസിൻ്റെ ക്യാരക്ടറാണ്, അവർക്ക് എക്സ്റ്റേണൽ ഇയർ ഉണ്ട്, ബോഡിയിൽ ഹെയർസ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് അല്ലേ? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ഓർമ്മ വരും. ലൈക്ക് വൈസ് അതുപോലെ ഇൻ പ്ലാന്റ്സ്, ഇഫ് വി വെർ ട്രൈ ടു ടോക്ക് ഓഫ് വീറ്റ്, the picture in each of our minds will be of wheat plants, not of rice or any other plant. ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു പ്ലാന്റിൻ്റെ പേര് പറയാം, വീറ്റ് എന്നൊരു പ്ലാന്റിൻ്റെ പേര് പറയാം, ഗോതമ്പെന്ന് ഞാൻ പറയുകയാണ്, അല്ലെങ്കിൽ വീറ്റ് എന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പായിട്ടും വീറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്ലാന്റിൻ്റെ രൂപമായിരിക്കും ഓർമ്മ വരിക, അതിൻ്റെ ക്യാരക്ടറായിരിക്കും ഓർമ്മ വരിക. ഒരിക്കലും അത് റൈസ് പ്ലാന്റിനെ കുറിച്ചോ വേറെ ഏതെങ്കിലും ബ്രിഞ്ചോളോ ലേഡീസ് ഫിംഗർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്. ആ ഒരു പർട്ടിക്കുലർ ഞാൻ എന്താണോ പറഞ്ഞത് അതായിരിക്കും നിങ്ങൾക്ക് ഓർമ്മ വരിക, അതിൻ്റെ ക്യാരക്ടറായിരിക്കും നിങ്ങൾക്ക് ഓർമ്മ വരിക. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത് നോക്കി. ഹെൻസ് ഓൾ ദീസ്, ദാറ്റ് ഇസ് ഡോഗ്സ്, കാറ്റ്സ്, മാമൽസ്, വീറ്റ്, റൈസ്, പ്ലാന്റ്സ്, ആനിമൽസ് എക്സെട്ര ആർ കൺവീനിയൻറ്റ് കാറ്റഗറീസ് വി യൂസ് ടു സ്റ്റഡി ഓർഗാനിസം. അതായത് ഓർഗാനിസത്തിനെ കുറിച്ച് പഠിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്ത കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാറ്റഗറീസിൻ്റെ പേരുകളാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഡോഗ്സ്, അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഡോഗ്സ് മാത്രമേ ഓർമ്മ വരൂ. കാറ്റ്സ് എന്ന് പറഞ്ഞാൽ പൂച്ചകൾ മാത്രം ഓർമ്മ വരും. ആനിമൽസ്, ഇപ്പോൾ ആനിമൽസിനെ ഓർമ്മ വരുന്നു നിങ്ങൾക്ക്. മാമൽസിനെ ഓർമ്മ വരുന്നു നിങ്ങൾക്ക് അല്ല? അപ്പോൾ ഇവിടെയെല്ലാം ഞാൻ ഈ പറഞ്ഞ ഓരോ ടേംസും എന്താ ഒരു കൺവീനിയൻറ്റ് കാറ്റഗറിയാണ്, ഒരു ഗ്രൂപ്പാണ് സൂചിപ്പിക്കുന്നത്. ദ സയൻറ്റിഫിക് ടേം ഫോർ ദീസ് കാറ്റഗറീസ് ഈസ് കോൾഡ് ടാക്സ. അപ്പോൾ ഈ ഒരു പേര് ഓർത്ത് വെച്ചിരിക്കുക, എന്താണ് ടാക്സ? അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പിനെ കൂട്ടമായിട്ട് ഞാൻ സൂചിപ്പിക്കുന്ന ഒരു വേർഡാണ് ആക്ച്വലി എന്തെന്ന് പറയുക, ടാക്സ എന്ന് പറയുക. സയൻറ്റിഫിക് ടേം ഫോർ ദ കാറ്റഗറീസിന് വേണ്ടിയിട്ടുള്ളൊരു സയൻറ്റിഫിക് ടേമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ടാക്സ എന്ന് പറയുന്നത്. ഹിയർ യു മസ്റ്റ് റെക്കഗ്നൈസ് ദാറ്റ് ടാക്സ ക്യാൻ ഇൻഡിക്കേറ്റ് കാറ്റഗറീസ് അറ്റ് വെരി ഡിഫറെൻറ്റ് ലെവൽസ്. പ്ലാന്റ്സ് ഓൾസോ ഫോം എ ടാക്സ്. അപ്പോൾ ഞാൻ പ്ലാന്റ്സ് എന്ന് പറയാം, അതും എന്ത് തന്നെയാണ്, ഒരു ടാക്സയാണ്. വീറ്റ് എന്ന് പറയാം, ടാക്സയാണ്. റൈസ് എന്ന് പറയുന്നത് ഒരു ടാക്സയാണ്. ഓക്കെ, വീറ്റ് ഈസ് ഓൾസോ എ ടാക്സ. ഞാൻ പറഞ്ഞു വീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പല്ലേ, ഒരു ടാക്സയാണ്. സിമിലർലി ആനിമൽസ്, മാമൽസ്, ഡോഗ്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എല്ലാം എന്താണ് ഉദാഹരണമാണ്, ടാക്സയ്ക്ക് ഉദാഹരണമാണ്. ബട്ട് യു നോ ദാറ്റ് എ ഡോഗ് ഈസ് എ മാമൽ ആൻഡ് മാമൽ
ആർ ആനിമൽസ്. നിങ്ങൾക്കറിയാം ഡോഗ് എന്ന് പറഞ്ഞാൽ അതൊരു ടാക്സിയാണെന്ന് പറഞ്ഞു, ആനിമൽ ഒരു ടാക്സിയാണ്, മാമൽ ഒരു ടാക്സിയാണെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഡോഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മാമലാണ്. മാമൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആനിമലാണ് അല്ലേ? ദെയർഫോർ ആനിമൽ, മാമൽ, ഡോഗ്സ് തുടങ്ങിയ ഓരോരുത്തരും നമുക്ക് എന്താണെന്ന് പറയാം? പല പല ലെവലിലുള്ള ടാക്സുകളാണെന്ന് പറയാം അല്ലേ? ഡോഗ് എന്ന് പറയുന്നത് ഒരു ടാക്സിയാണ്, ആനിമൽ എന്ന് പറയുന്ന ഒരു ടാക്സിയാണ്, മാമൽ എന്ന് പറയുന്ന ഒരു ടാക്സിയാണ്. പല 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 ലെവൽസിലുള്ള ടാക്സുകളാണ് ഞാൻ ഈ പറഞ്ഞ ഓരോ ടേമുകളും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കേണ്ടത് എന്താണ് ടാക്സ എന്നുള്ളതാണ്. സയൻറ്റിഫിക് ടേം ഫോർ ദീസ് കാറ്റഗറി. ഞാൻ ഈ പറഞ്ഞ ഓരോ ഗ്രൂപ്പുകളില്ലേ, കാറ്റഗറീസ് ഇല്ലേ, അത് ഞാൻ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകൾ കൊടുത്തിരിക്കുന്ന സയൻറ്റിഫിക് ടേം ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്? ടാക്സ. കാറ്റഗറീസിൻ്റെ സയൻറ്റിഫിക് ടേമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടാക്സ എന്ന് പറയുന്നത്. Hence, based on characteristics, all living organisms can be classified into different taxa. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് എല്ലാ ലിവിങ് ഓർഗാനിസത്തിനെയും പല പല കാറ്റഗറീസ് ആയിട്ട് നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. അതായത് പല പല കാറ്റഗറീസ് ആയിട്ട് തിരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടാക്സസ് ആയിട്ട് നമുക്ക് അവരെ തിരിക്കാനായിട്ട് സാധിക്കും. ദിസ് പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇസ് ടാക്സോണമി. അപ്പോൾ ഇങ്ങനെ നമ്മൾ പല പല കാറ്റഗറീസ് ആയിട്ട് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്ത് ഓർഗാനിസത്തിനെ പല പല കാറ്റഗറീസ് ആയിട്ട് അല്ലെങ്കിൽ ടാക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തില്ലേ, ക്ലാസിഫൈ ചെയ്തില്ലേ, ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടാക്സോണമി എന്ന് പറയുക. ദ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇസ് കോൾഡ് ടാക്സോണമി. External and internal structure along with the structure of cell, development process and ecological information of organisms are essential and form the basis of modern taxonomic studies. അപ്പോൾ ആ ഒരു ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. മോഡേൺ ടാക്സോണമിക് സ്റ്റഡീസിൻ്റെ ബേസിസ് എന്തൊക്കെയാണ്? എക്സ്റ്റേണൽ ഇൻറ്റേർണൽ സ്ട്രക്ചർ, ഒരാളുടെ പുറമേയുള്ള സവിശേഷതകളും അതോടൊപ്പം തന്നെ ഇൻറ്റീരിയർ ആയിട്ടുള്ള സവിശേഷതകളും അതോടൊപ്പം തന്നെ സെല്ലിൻ്റെ സ്ട്രക്ചർ, ഡെവലപ്മെൻ്റൽ പ്രോസസ്സിനെ കുറിച്ച്, ഇക്കോളജിക്കൽ ഇൻഫോർമേഷനെ കുറിച്ച്, ഇവയെല്ലാം ഇന്നത്തെ ടാക്സോണമിക്കൽ സ്റ്റഡീസിൻ്റെ ഒരു ബേസിസ് ആണെന്ന് തന്നെ പറയാം. ഹെൻസ് characterization, identification, classification and nomenclature are the processes that are the basic to taxonomy. അപ്പോൾ ടാക്സോണമി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെ മൊത്തത്തിൽ നമ്മൾ വിളിച്ച പേര് ടാക്സോണമി. അപ്പോൾ ടാക്സോണമിയിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു എന്ന് നോക്കി. ഒരു പെർട്ടിക്കുലർ ഓർഗാനിസം നമ്മൾ ആദ്യം അതിൻ്റെ ക്യാരക്ടേഴ്സ് കണ്ടുപിടിക്കും, ദാറ്റ് ഇസ് ദ ക്യാരക്ടറൈസേഷൻ. എന്നിട്ട് അവരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ഐഡൻറ്റിഫിക്കേഷൻ, അവരെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു, അവർക്ക് പേര് കൊടുക്കുന്നു. ഇവയെല്ലാം എന്തുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്? ദീസ് ഓൾ ആർ ദ ബേസിക്സ് ഓഫ് ടാക്സോണമി. ടാക്സോണമിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പോയിന്റുകളാണ്. അപ്പോൾ എന്തൊക്കെയാണ്? ക്യാരക്ടറൈസേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ. ഇവയെല്ലാം എന്തുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്? ടാക്സോണമിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രോസസ്സുകളാണ്. ടാക്സോണമി ഈസ് നോട്ട് സംതിങ് ന്യൂ. ടാക്സോണമി എന്ന് പറയുന്നത് പുതിയതായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ഹ്യൂമൻ ബീയിങ്സ് ഹാവ് ഓൾവേസ് been interested in knowing more and more about the various kinds of organisms, particularly with reference to their own use. അതായത് നമുക്കറിയാം ടാക്സോണമി ഇങ്ങനെ ഓരോ ഗ്രൂപ്പുകളെയും നമ്മളിങ്ങനെ എന്ത് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഹ്യൂമൻ ബീങ്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഓരോ ഓർഗാനിസത്തിനെ കുറിച്ച് വളരെ 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 ഡീപ്പറായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. In early days, human beings needed to find sources for their basic needs of food, clothing and shelter. Hence, the earliest classification were based on the uses of various organisms. അപ്പോൾ പണ്ട് തൊട്ട് ഇന്ന് വരേക്കും ഈ പറയുന്ന ഹ്യൂമൻ ബീങ്സ് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുക? ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. പണ്ട് കാലത്ത് നമ്മുടെ ആവശ്യങ്ങൾ എന്നൊക്കെ പറയുന്നത് എന്തായിരുന്നു? ബേസിക് നീഡ്സ് എന്ന് പറയുന്ന ഫുഡും ഷെൽട്ടറും ക്ലോത്തിങ്ങും ഒക്കെ അല്ലായിരുന്നോ? അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു ഓർഗാനിസംസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? അതായത് നമ്മുടെ യൂസസിനെ ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ഓർഗാനിസത്തിനെ ഹ്യൂമൻ ബീങ്സ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? ക്ലാസിഫൈ ചെയ്തുകൊണ്ടിരുന്നത് ഏർലിയസ്റ്റ് ടൈമിൽ. Human beings were since long not only interested in knowing more about different kinds of organisms and their diversities, but also the relationship among them. This branch of study was referred to as systematics. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞൊരു ടേമാണ് ടാക്സോണമി തൊട്ട് മുമ്പ്. അങ്ങനെയാണെങ്കിൽ എന്താണ് സിസ്റ്റമാറ്റിക്സ് എന്നാണ് നമ്മളിനി പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കി. Human beings were since long not only interested in knowing more about different kinds of organisms and their diversities, but also relationship among them. അതായത് ഈ ഹ്യൂമൻ ബീങ്സ് ഓർഗാനിസംസ് തങ്ങളിലുള്ള എന്താണ് ആ ഒരു വ്യത്യാസം മാത്രമല്ല അവർ സ്റ്റഡി ചെയ്തത്. ഓർഗാനിസംസ് തങ്ങളിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് കൂടി ഉണ്ടോ എന്നും കൂടി അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉൾപ്പെടുന്ന ഒരു ശാസ്ത്രശാഖയാണ് ആക്ച്വലി ഏതെന്ന് പറയുക? സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്.
The word systematics is derived from Latin word systema, which means systematic arrangement of organisms. അത് ഓർത്ത് വെച്ചിരിക്കുക. സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് ഡിറൈവ് ചെയ്തത് ലാറ്റിൻ പദമായ സിസ്റ്റമ എന്ന് പറയുന്നതിൽ നിന്നാണ്. ലാറ്റിൻ വേർഡായ സിസ്റ്റമ എന്ന വേർഡിൽ നിന്നുമാണ് സിസ്റ്റമാറ്റിക്സ് എന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തത്. ആ സിസ്റ്റമ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് ഓർഗാനിസംസ് കൃത്യമായ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തു വെച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, സിസ്റ്റമാറ്റിക്സ് എന്ന് പറയാം. Linnaeus used Systema Naturae as the title of his publication. ലിനേയസിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ, ബൈനോമിയൽ നോമെൻക്ലേച്ചറുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട്. അപ്പോൾ ലിനേയസ് അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിനൊരു പേര് കൊടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേരെന്താണെന്ന് നോക്കി. അദ്ദേഹത്തിൻ്റെ പബ്ലിക്കേഷൻ്റെ പേരെന്താണ്? സിസ്റ്റമ നാച്ചുറേ എന്നുള്ളതാണ്. ആരുടെ പബ്ലിക്കേഷനാണ്? ലിനേയസിൻ്റെ. The scope of systematics was later enlarged to include identification, nomenclature and classification. Systematics takes into account evolutionary relationship between organism. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുമ്പോൾ അവിടെ എന്തിനെ കുറിച്ചിട്ടാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ള കേസ് ഓർത്ത് വെച്ചിരിക്കുക. സിസ്റ്റമാറ്റിക്സ് എന്തിനെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്? ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് അബൌട്ട് ദ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസം. അതായത് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗാനിസംസ് തങ്ങളിലുള്ള എവല്യൂഷണറി റിലേഷൻഷിപ്പിനെ കുറിച്ചും കൂടി പഠിച്ചതാണ് ഏതെന്ന് പറയാം, ഈ സിസ്റ്റമാറ്റിക്സ്. അതായത് ടാക്സോണമി എന്ന് പറയുമ്പോൾ എന്തൊക്കെ ചേർത്താൽ നമ്മൾ പറഞ്ഞ ക്യാരക്ടറൈസേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ എന്നിവയായിരുന്നു ടാക്സോണമിയിൽ. ഈ ഇത്രയും കാര്യങ്ങൾ എവിടെയും ഉണ്ട്, സിസ്റ്റമാറ്റിക്സിൽ ഉണ്ട്. ഇതിനോടൊപ്പം എന്തും കൂടി അവർ പഠിച്ചു, എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഓഫ് ഓർഗാനിസം, അല്ലെങ്കിൽ ബിറ്റ്വീൻ ഓർഗാനിസംസ് തങ്ങളിലുള്ള എവല്യൂഷണറി റിലേഷൻഷിപ്പും കൂടി അവർ പഠിച്ചു. അതാണ് സിസ്റ്റമാറ്റിക്സ്. അപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ സിസ്റ്റമാറ്റിക്സിന് വേറെ ഡെഫിനിഷൻ കൊടുക്കാം. ടാക്സോണമി അലോങ് വിത്ത് എവല്യൂഷണറി റിലേഷൻഷിപ്പ്, ദാറ്റ് ഈസ് കോൾഡ് സിസ്റ്റമാറ്റിക്സ്. ടാക്സോണമിയോടൊപ്പം എന്തുകൂടെ പഠിച്ചു അവർ? എവല്യൂഷണറി റിലേഷൻഷിപ്പും കൂടി പഠിച്ചതാണ് ഏതെന്ന് പറയുന്നത്, സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അടുത്ത ടോപ്പിക്കാണ് ടാക്സോണമിക് കാറ്റഗറീസ്. അപ്പോൾ എന്താണ് ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഇസ് നോട്ട് എ സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ് but involves hierarchy of steps in which each step represents a rank or category. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള പ്രോസസ്സൊന്നുമല്ല, നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ സ്റ്റെപ്പിൽ തീരുന്ന പ്രോസസ്സുമാണോ? അല്ല. അതവിടെ പറയണേ, ക്ലാസിഫിക്കേഷൻ ഈസ് നോട്ട് എ സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പിൽ തീരുന്ന പ്രോസസ്സ് അല്ല, പക്ഷേ ഇതിനകത്ത് ധാരാളം സ്റ്റെപ്പുകൾ വരുന്നുണ്ട്, ചെയിൻ ഓഫ് സ്റ്റെപ്പുകൾ വരുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഹൈറാർക്കി ഓഫ് സ്റ്റെപ്സ് ഇതിൽ വരുന്നുണ്ട്. അതിലെ ഓരോ സ്റ്റെപ്പിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? ഒരു റാങ്ക് അല്ലെങ്കിൽ ഒരു കാറ്റഗറി എന്ന് നമുക്ക് വിളിക്കേണ്ടതായിട്ട് വരും. അതായത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്സ് അല്ല, അതിനകത്ത് ഒരു കൂട്ടം പ്രോസസ്സുകൾ വരുന്നുണ്ട്, ഹൈറാർക്കി ഓഫ് സ്റ്റെപ്സ് വരുന്നുണ്ട്. അതിൽ ഓരോ സ്റ്റെപ്പിനെയും നമ്മൾ എന്താ വിളിക്കുക? റാങ്ക് അല്ലെങ്കിൽ കാറ്റഗറി എന്ന് പറയുന്നു. സിൻസ് ദ കാറ്റഗറി ഈസ് എ പാർട്ട് ഓഫ് ഓവറോൾ ടാക്സോണമിക് അറേഞ്ച്മെന്റ്, ഇറ്റ് ഈസ് കോൾഡ് ടാക്സോണമിക് കാറ്റഗറി ആൻഡ് ഓൾ കാറ്റഗറീസ് ടുഗെദർ കോൺസ്റ്റിറ്റ്യൂട്ട് ദ ടാക്സോണമിക് ഹൈറാർക്കി. അപ്പോൾ നിങ്ങൾ നോക്കി ഒരു ടാക്സോണമിക് അറേഞ്ച്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് ഓരോരോ കാറ്റഗറീസ് കാണാനായിട്ട് സാധിക്കും. ഇതിനെയാണ് നമ്മൾ ടാക്സോണമിക് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രൂപ്പിനെ നമ്മൾ കാറ്റഗറി എന്നല്ലേ വിളിക്കുക, ടാക്സോണമിക് കാറ്റഗറി എന്ന് പറയും. ഇപ്പോൾ ഈ ടാക്സോണമിക് കാറ്റഗറീസ് എല്ലാം കൂടി ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറയാം. ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ നടക്കത്തില്ല, ഒരുപാട് സ്റ്റെപ്പുകൾ വരും. അതിൽ ഓരോ സ്റ്റെപ്പിനെയും നമ്മൾ കാറ്റഗറി അല്ലെങ്കിൽ ടാക്സോണമിക് കാറ്റഗറി എന്ന് പറയും. ഇതെല്ലാം കൂടി ഇതുപോലെയുള്ള ഒരുപാട് ടാക്സോണമിക് കാറ്റഗറീസ് എല്ലാം കൂടി ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ടാക്സോണമിക് ഹൈറാർക്കി. ഒരു ലാഡർ പോലെ നമുക്ക് കാണാൻ പറ്റും ടാക്സോണമിക് ഹൈറാർക്കി. Each category referred to as a unit of classification. നമുക്കറിയാം ഓരോ കാറ്റഗറിയെ നമ്മൾ എന്തെന്നാ പറയുന്നത്? ഇറ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ്റെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ആ ഒരു പെർട്ടിക്കുലർ ടാക്സോണമിക് ഹൈറാർക്കിയിൽ കാണുന്ന ഓരോ കാറ്റഗറിയും. ഇൻ ഫാക്ട് വിച്ച് റെപ്രസെൻറ്റ്സ് എ റാങ്ക് ആൻഡ് ഇറ്റ് ഈസ് കോമൺലി ടേംഡ് ആസ് ടാക്സോൺ. അത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, കാറ്റഗറി തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റാങ്ക് എന്ന് വിളിക്കുക. എന്നാൽ അതിന് തൊട്ട് മുമ്പ് ഞാനൊരു സ്ലൈഡിൽ നിങ്ങളെ പഠിപ്പിച്ച് ഓരോ കാറ്റഗറിയും നമുക്കൊരു കോമൺ ടേം കൊടുക്കാമല്ലോ. എന്തെന്ന് വിളിക്കാൻ പറ്റും? ടാക്സോൺ എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ പറഞ്ഞ എന്താ? ക്ലാസിഫിക്കേഷന് യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന കാറ്റഗറി. അത് തന്നെയാണ് ടാക്സ എന്ന് വിളിക്കുക. അത് കോമൺലി നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കാറ്റഗറി. യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. അതിനെ തന്നെയാണ് നമ്മൾ റാങ്ക് എന്ന് വിളിക്കുക. അതിനെ കോമൺലി നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുക? ടാക്സോൺ എന്ന് പറയുന്നത്. ടാക്സോൺ എന്ന വേർഡിൻ്റെ പ്ലൂറൽ ഫോമാണ് ടാക്സ. ഓക്കെ. ടാക്സോണമിക് കാറ്റഗറീസ് ആൻഡ് ഹൈറാർക്കി ക്യാൻ ബി ഇല്ലുസ്ട്രേറ്റഡ് ബൈ ആൻ എക്സാമ്പിൾ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ടാക്സോണമിക് കാറ്റഗറികളും ആ ഹൈറാർക്കിയും നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് പറയാം.
Insects represents a group of organisms sharing a common features like 3 pairs of jointed legs. നമുക്കിപ്പോൾ ഒരു ഇൻസെക്ട്സിനെ കുറിച്ച് പറയാം. ഇൻസെക്റ്റുകൾ. ഇപ്പോൾ ഇൻസെക്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കൂട്ടം ഓർഗാനിസംസ് ആണ് അല്ലേ. ഒരു കൂട്ടം ഓർഗാനിസംസ് ആണ് ആര്, ഇൻസെക്ട്സ് എന്ന് പറയുന്നത്. അവരെല്ലാം ഒരു കോമൺ ആയിട്ടൊരു ഫീച്ചർ ഷെയർ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു കോമൺ ഫീച്ചർ എന്ന് പറയുന്നത് എന്താ, അവർക്കൊരു 3 പേർ ജോയിൻറ്റഡ് ആയിട്ടുള്ള ലെഗ്സ് ഉണ്ട്. ജോയിൻറ്റഡ് ലെഗ്സ് എത്ര എണ്ണം ഉണ്ട്, 3 പേരുണ്ട്. അതാണ് അവരുടെ കോമൺ ക്യാരക്ടർ. ഓക്കെ, അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓർഗാനിസംസ് ആണല്ലോ. അപ്പോൾ അവരെ എല്ലാവരും ചേർത്ത് ഒരു പേരിട്ടതാണ് ഇൻസെക്ട്സ്. ഇൻസെക്ട്സ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ആണ്. അവർ കോമൺ ക്യാരക്ടർ ഷെയർ ചെയ്യുന്നുണ്ട്. അതെന്താണ്, ദേ ഹാവ് എ 3 pairs of jointed legs. ഇറ്റ് മീൻസ്, ഇതിൻ്റെ അർത്ഥം എന്താ, ഇൻസെക്ട്സ് ആർ റെക്കഗ്നൈസബിൾ കോൺക്രീറ്റ് ഒബ്ജെക്ട്സ് വിച്ച് ക്യാൻ ബി ക്ലാസിഫൈഡ് ആൻഡ് ദസ് വേർ ഗിവൺ എ റാങ്ക് ഓർ കാറ്റഗറി. അപ്പോൾ ഇൻസെക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ക്യാരക്ടർ ഉള്ളവരാണ്. അപ്പോൾ നമുക്ക് അവരെന്താ ഒരു റാങ്ക് അല്ലെങ്കിൽ കാറ്റഗറി എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്യാൻ യു നെയിം അതർ സച്ച് ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസം? അതുപോലുള്ള ഒരു ഓർഗാനിസം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? റിമെമ്പർ, ഗ്രൂപ്പ്സ് റെപ്രസെൻറ്റ്സ് കാറ്റഗറി. അപ്പോൾ ഓരോ ഗ്രൂപ്പും എന്താ കാറ്റഗറി ആണെന്ന് നമുക്കറിയാം. കാറ്റഗറി ഫർദർ ഡിനോട്ട്സ് റാങ്ക്. കാറ്റഗറി നമ്മൾ പിന്നെ എന്താ പറഞ്ഞ, റാങ്ക് എന്ന് നമ്മൾ പറഞ്ഞു. ഈച്ച് റാങ്ക് അല്ലെങ്കിൽ ടാക്സോൺ ഇൻ ഫാക്ട് റെപ്രസെൻറ്റ്സ് എ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്, നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ പിന്നെ പറയുന്നത്. കാറ്റഗറി തന്നെയാണ് റാങ്ക്. ഇവ തന്നെയാണ് എന്തെന്ന് പറഞ്ഞാൽ ടാക്സോൺ എന്ന് പറയുന്നത്. ഇവ തന്നെയാണ് ക്ലാസിഫിക്കേഷൻ്റെ യൂണിറ്റ് എന്നും പറയുന്നത്. These taxonomic groups or categories are distinct biological entities and not merely morphological aggregates. അപ്പോൾ ഇവയെല്ലാം എന്താണ്, ബയോളജിക്കൽ പരമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേംസ് ആണ് ഈ പറഞ്ഞ ടാക്സോൺ എന്നൊക്കെ പറയുന്ന വേർഡുകൾ എന്ന് ഓർത്തു വെച്ചിരിക്കുക. അടുത്ത് നോക്കി, taxonomic studies of all non-organisms have led to the development of common categories such as kingdom, phylum or division, class, ഓർഡർ, ഫാമിലി, ജീനസ് ആൻഡ് സ്പീഷീസ്. അപ്പോൾ ടാക്സോണമിക്കൽ സ്റ്റഡീസ് വന്നു, ഓർഗാനിസംസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ടാക്സോണമിക് സ്റ്റഡീസ് വന്നു. അതിൻ്റെ ഫലമായിട്ട് പല പല കാറ്റഗറീസ് ഫോം ചെയ്തു. അതിൻ്റെ കുറച്ച് പേര് അവിടെ കൊടുത്തേക്കുന്നത് കിങ്ഡം, ഫൈലം അല്ലെങ്കിൽ ഡിവിഷൻ, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് തുടങ്ങിയവ. All organisms including those in the plant and animal kingdoms have species as the lowest category. അതായത് എല്ലാ ഓർഗാനിസംസും, ഫോർ എക്സാമ്പിൾ പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും കിങ്ഡത്തിനകത്ത് വരുന്ന എല്ലാ ഓർഗാനിസംസും എന്തായിരിക്കും, ഓർഗാനിസംസും നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് കാറ്റഗറി ആയിട്ട് പറയുന്നത് ഏതായിരിക്കും, സ്പീഷീസ് ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഒരുപാട് കാറ്റഗറീസ് പറഞ്ഞില്ലേ, കിങ്ഡം തൊട്ട് സ്പീഷീസ് വരെയുള്ള കാറ്റഗറീസ് നമ്മളിവിടെ പേരുകൾ പറഞ്ഞു. അതിൽ ഹയസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് അത് കിങ്ഡവും, ലോവസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്പീഷീസും ആയിരിക്കും. നൗ ദ ക്വസ്റ്റ്യൻ യു മേ ആസ്ക് ഈസ് ഹൗ ടു പ്ലേസ് ആൻ ഓർഗാനിസം ഇൻ വേരിയസ് കാറ്റഗറി. അപ്പോൾ നിങ്ങൾ കാറ്റഗറികളുടെ പേരൊക്കെ പറഞ്ഞു, നമ്മൾ പരിചയപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഓർഗാനിസത്തിന് എങ്ങനെയാണ് ഈ കാറ്റഗറീസിനകത്തൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാവും. The basic requirement is the knowledge of characters of an individual or group of organism. അപ്പോൾ ഈ പറയുന്ന ഓർഗാനിസത്തിന് എല്ലാം ഈ എന്താണ്, നമുക്ക് ഈ ഓരോ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയേ പറ്റൂ. അങ്ങനെ ഉൾപ്പെടുത്തണമെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ആവശ്യകത എന്ന് പറഞ്ഞാൽ ഈ ഓർഗാനിസത്തിനെ കുറിച്ചുള്ള ക്യാരക്ടേഴ്സ് എല്ലാം നമുക്ക് അറിയണം. എങ്കിൽ മാത്രമേ ഇവരെല്ലാം ഈ പറയുന്ന ഗ്രൂപ്പുകളിലൊക്കെ നമുക്ക് ഇവരെ പിടിച്ച് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. This helps in identifying similarities and dissimilarities among the individuals of the same kind of organism as well as other kinds of organism. അപ്പോൾ ഈ പറയുന്ന ഓർഗാനിസത്തിനെ എല്ലാം പല പല കാറ്റഗറീസിൽ നമുക്ക് ഉൾപ്പെടുത്തണമെങ്കിൽ ഈ ഓർഗാനിസത്തിൻ്റെ എല്ലാം സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും എല്ലാം നമ്മൾ നന്നായി അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വിവിധ കാറ്റഗറീസിൽ ഈ ഓർഗാനിസത്തിനെ എല്ലാം നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഓരോ ടാക്സോണമിക് കാറ്റഗറീസും നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനും പഠിക്കാനായിട്ടുമുണ്ട്. അപ്പോൾ എന്താണെന്ന് നോക്കാം. അതിൽ ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ടാക്സോണമിക് കാറ്റഗറിയുടെ പേരാണ് സ്പീഷീസ് എന്ന് പറയാം. സ്പീഷീസ് നോക്കി, taxonomic studies consider a group of individual organisms with fundamental similarities as a species. അപ്പോൾ ഒരു ടാക്സോണിക് സ്റ്റഡി കൺസിഡർ ചെയ്യുന്നുണ്ട്. സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഓർഗാനിസം. ഒരു കൂട്ടം ഓർഗാനിസംസ് ആണ്, അവർക്ക് എന്തുണ്ടാവും, ഒരു ഫണ്ടമെൻ്റൽ ആയിട്ട് കുറച്ച് സിമിലാരിറ്റീസ് ഉള്ള ഒരു കൂട്ടം ഇൻഡിവിജ്വൽസ്. അവയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സ്പീഷീസ് എന്ന് പറയാം. One should be able to distinguish one species from the other closely related species based on the distinct morphological difference. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കൂട്ടം ഓർഗാനിസംസ് ആയിരിക്കും, അവർക്ക് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള സിമിലാരിറ്റീസ് ഉണ്ടെങ്കിൽ അവരെ നമ്മൾ എന്തെന്നാ വിളിക്കുക, സ്പീഷീസ് എന്ന് വിളിക്കും.
അപ്പോൾ ഒരു സ്പീഷീസിനെ മറ്റൊരു സ്പീഷീസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, വേർതിരിച്ചറിയാൻ പറ്റും. ഒരു മോർഫോളജിക്കൽ ഡിഫറൻസിനെ ബേസ് ചെയ്ത്, പുറമേയുള്ള ബാഹ്യമായ വ്യത്യാസങ്ങളെ ബേസ് ചെയ്ത് നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്പീഷീസിനെ മറ്റൊരു സ്പീഷീസിൽ നിന്ന് നമുക്ക് വേർതിരിച്ചറിയാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ലെറ്റ് us consider Mangifera indica, Solanum tuberosum that is potato and Panthera leo that is lion. നമുക്ക് 3 ആൾക്കാരെ ഒന്ന് കൺസിഡർ ചെയ്യാം. മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, അത് മാംഗോ ആണ്. സൊലാനം ട്യൂബറോസം എന്ന് പറയുന്ന പൊട്ടറ്റോ ആണെന്ന് തന്നിട്ടുണ്ട്. പാന്തറ ലിയോ എന്ന് പറയുന്ന ലയൻ്റെ സയൻറ്റിഫിക് നെയിം ആണെന്ന് തന്നിട്ടുണ്ട്. ഓൾ ദ 3 നെയിംസ്, ഇൻഡിക്ക, ട്യൂബറോസം, ലിയോ, ഈ പറയുന്ന 3 പേരുകളിൽ മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് പറയുന്ന പേരിലെ ഇൻഡിക്ക, സൊലാനം ട്യൂബറോസം എന്ന് പറയുന്ന പേരിലെ ട്യൂബറോസം, പാന്തറ ലിയോ എന്ന പേരിലെ ലിയോ എന്നിവയാണ് ഇവയിലെ സ്പീഷീസ് നെയിമുകൾ അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിത്തറ്റുകൾ എന്ന് പറയുന്നത്. വൈൽ ദ ഫസ്റ്റ് വേർഡ്സ് മാഞ്ചിഫെറ, സോളേനം ആൻഡ് പാന്തറ ആർ ജനേറ ആൻഡ് റെപ്രസെൻറ്റ്സ് അനദർ ഹയർ ലെവൽ ഓഫ് ടാക്സോൺ ഓർ കാറ്റഗറി. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു പേരിനകത്ത് ഇൻഡിക്ക, ട്യൂബറോസം, ലിയോ എന്നീ പേരുകൾ മനസ്സിലായത് സ്പെസിഫിക് എപ്പിത്തറ്റാണ്, സ്പീഷീസ് നെയിമാണ്. അല്ല, അവയെല്ലാം ഒരു കൂട്ടം സിമിലർ ആയിട്ടുള്ള ഓർഗാനിസത്തിനെ സൂചിപ്പിക്കുന്നതാണ് അല്ലേ, അതാണ് സ്പീഷീസ് നെയിം. അതേസമയം നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ മനസ്സിലായിട്ടുണ്ടാവും. മാഞ്ചിഫെറ, സൊളാനം, പാന്തറ തുടങ്ങിയ പേരുകൾ എന്തിനെ സൂചിപ്പിക്കുന്ന വേറൊരു കാറ്റഗറിയെയാണ്, ദാറ്റ് ഈസ് ജീനസ് നെയിമിനെ സൂചിപ്പിക്കുന്നതാണെന്ന് മനസ്സിലായി. ഈച്ച് ജീനസ് മേ ഹാവ് 1 or more than 1 സ്പെസിഫിക് എപ്പിത്തറ്റ് representing different organisms but having morphological similarity. അപ്പോൾ ഒരു ജീനസ് എന്താണെന്നും കൂടി ഇവിടെ പറയുന്നുണ്ട്. ജീനസ് എന്ന് പറയുന്നത് ഒന്നോ ഒന്നിൽ കൂടുതലോ സ്പീഷീസുകൾ ചേരുന്നതായിരിക്കും. സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഓർഗാനിസം കോമൺ ആയിട്ടുള്ള സിമിലാരിറ്റി കാണിക്കുന്ന ഒരു കൂട്ടം ഓർഗാനിസം ആണെങ്കിൽ അതെന്താ, സ്പീഷീസ് ആണ്. എന്നാൽ ജീനസ് എന്ന് പറയുന്നത് എന്താ, ഒന്നോ ഒന്നിൽ കൂടുതലോ സ്പീഷീസുകൾ ചേരുന്നതായിരിക്കാം. അതിൽ പല തരത്തിലുള്ള ഓർഗാനിസംസ് വരാം, പക്ഷേ അവർക്ക് മോർഫോളജിക്കൽ സിമിലാരിറ്റീസ് ഉണ്ട്. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ, പാന്തറ ഹാസ് അനദർ സ്പെസിഫിക് എപ്പിത്തറ്റ് called tigris and solanum includes species like nigrum and മെലോഞ്ചിന. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പാന്തറ എന്ന് പറയുന്ന ജീനസിനകത്ത് വരുന്നതാണ് പാന്തറ ലിയോ, നമ്മൾ നേരത്തെ പറഞ്ഞു ലയൺ. എന്നാൽ പാന്തറ എന്ന് പറയുന്ന ജീനസിൽ തന്നെ വരുന്ന മറ്റൊരു സ്പീഷീസ് ആണ് പാന്തറ ടൈഗ്രിസ്, ടൈഗർ. ഓക്കെ, അപ്പോൾ ടൈഗർ, ലയൺ ഇവർ രണ്ടുപേരും 2 ടൈപ്പ് ആൾക്കാരാണ് അല്ലേ, പക്ഷേ അവർ ഉൾപ്പെടുന്നത് ഒരു കോമൺ ഗ്രൂപ്പിൽ, അതായത് ജീനസിനകത്ത് വരും, പാന്തറ എന്ന് പറയുന്ന ജീനസിൽ വരുന്നു. അതുപോലെ തന്നെയാണ് സൊലാനത്തിൻ്റെ കേസ്. സൊലാനം എന്ന് പറയുന്ന ഒരു ജീനസ് ആണ് പ്ലാന്റിലെ. സൊളാനം, ട്യൂബറോസം നമ്മൾ നേരത്തെ പറഞ്ഞ പൊട്ടറ്റോ ആണ്, അപ്പോൾ ട്യൂബറോസം സൊളാനത്തിൽ വരുന്നതാണ്. നൈഗ്രം എന്ന് പറയുന്ന അടുത്തൊരു സ്പീഷീസും സൊളാനത്തിൽ വരുന്നതാണ്. പിന്നെ മെലോഞ്ചിന, അതും സൊലാനത്തിൽ വരുന്നതാണ്. ഓക്കെ, അതാ പറഞ്ഞത് ഒരു ജീനസ് എന്ന് പറയുന്നത് എന്താ, ഡിഫറെൻ്റ് എന്നല്ല, ഒന്നിൽ കൂടുതലോ സ്പീഷീസ് ഉൾപ്പെടാം എന്തിൽ, ഒരു ജീനസിൽ. Human beings belong to the species sapiens, which is grouped in the genus Homo. Scientific name thus for human being is written as Homo sapiens. നമ്മൾ വരുന്നത് ഹ്യൂമൻ ബീങ്സ് വരുന്ന സ്പീഷീസ് എന്ന് പറയുന്നത് സാപ്പിയൻസ് ആണ്. അതേസമയം നമ്മൾ വരുന്ന ജീനസ് ഹോമോ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ സയൻറ്റിഫിക് നെയിം എന്തായി മാറിയത്, ഹോമോ സാപ്പിയൻസ് എന്നായി മാറിയത്. ഇനി രണ്ടാമത്തെ ടാക്സോണമി കാറ്റഗറിയാണ് ജീനസ് എന്ന് പറയാം. ഓൾറെഡി ഇപ്പോൾ ജീനസിനെ കുറിച്ച് നമ്മളൊന്ന് പറഞ്ഞു പോയിരുന്നു. ജീനസ് കംപ്രൈസസ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ് വിച്ച് ഹാസ് മോർ ക്യാരക്ടേഴ്സ് ഇൻ കോമൺ ഇൻ കമ്പാരിസൺ ടു സ്പീഷീസ് ഓഫ് അതർ ജനീറ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി, ജീനസ് എന്ന് പറയുന്നത് എന്താ, ഒരു കൂട്ടം റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസുകളാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്, ജീനസ് എന്ന് പറയുന്നത്. അതായത് റിലേറ്റഡ് സ്പീഷീസിൻ്റെ കൂട്ടമാണ് ഏതെന്ന് പറയുന്നത്, ജീനസ് എന്ന് പറയുന്നത്. We can say that genera are aggregates of closely related species. ഇപ്പോൾ ഷോർട്ടായിട്ട് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം, ജീനസ് എന്ന് പറയുന്നത് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസിൻ്റെ കൂട്ടത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജീനസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പൊട്ടാറ്റോ, ടൊമാറ്റോ, ബ്രിഞ്ചോൾ ആർ 3 ഡിഫറെൻറ്റ് സ്പീഷീസ് അല്ലേ. പൊട്ടറ്റോയും ടൊമാറ്റോയും ബ്രിഞ്ചോളും ഡിഫറെൻറ്റ് സ്പീഷീസുകളാണ്, പക്ഷേ ഇവയെല്ലാം വരുന്നത് ഒരു കോമൺ ജീനസിലാണ്. ആ ജീനസിൻ്റെ പേരെന്താ, സൊളാനം. ആരൊക്കെയാണ്, പൊട്ടാറ്റോ, ടൊമാറ്റോ, ബ്രിഞ്ചോൾ എന്നിവയെല്ലാം ഡിഫറെൻറ്റ് സ്പീഷീസ് ആണ്, പക്ഷേ ഇവ ഉൾപ്പെടുന്നത് ഒരു കോമൺ ജീനസിലാണ്. ആ കോമൺ ജീനസിൻ്റെ പേര് സൊളാനം. ഇതുപോലൊരു ആനിമൽ എക്സാമ്പിൾ പറയാം നമുക്ക്. ലയൺ, ലെപ്പാർഡ്, ടൈഗർ. ലയൺ എന്ന് പറയുമ്പോൾ പാന്തറ ലിയോ ആണ് സയൻറ്റിഫിക് നെയിം. ലെപ്പാർഡ് പാന്തറ പാർഡസ്, ടൈഗർ എന്ന് പറയുമ്പോൾ പാന്തറ ടൈഗ്രസ്. അപ്പോൾ ഇവയെല്ലാം എന്താ, ഡിഫറെൻറ്റ് സ്പീഷീസ് ആണ്, പക്ഷേ ഇവയെല്ലാം കോമൺ ആയിട്ടൊരു ജീനസിലല്ലേ വരിക. ജീനസിൻ്റെ പേരപ്പോൾ എന്താ, പാന്തേറ.
This genus differs from another genus, Felis, which includes cats. അപ്പോൾ വേറൊരു എക്സാമ്പിൾ നമ്മൾ പറയുന്നുണ്ട്. വേറൊരു എക്സാമ്പിളിലാണ് ഫെലിസ് എന്ന് പറയുന്നൊരു ജീനസ്. അപ്പോൾ ഫെലിസ് വേറൊരു ജീനസ് ആണ്. അപ്പോൾ അതും ഇതും നിങ്ങൾ എന്താണ് വ്യത്യാസമുണ്ട്. ഫെലിസ് എന്ന് പറയുമ്പോൾ എന്ന ജീനസിനകത്ത് ആരാ ഉൾപ്പെടുക? കാറ്റ്സ് ആണ് ഉൾപ്പെടുക. ഓക്കെ, ദിസ് ജീനസ് ഡിഫേഴ്സ് ഫ്രം അനദർ ജീനസ് ഫെലിസ് ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് കാറ്റ്സ്. അടുത്ത് നോക്കിയേ, അടുത്താണ് ഫാമിലി എന്ന് പറയാം. അടുത്ത കാറ്റഗറിയാണ് ഫാമിലി. The next category, family, has a group of related genera with still less number of similarities as compared to genus and species. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അടുത്തൊരു കാറ്റഗറി വന്നു ഫാമിലി. ഫാമിലിയുടെ പ്രത്യേകത എന്താ? അതായത് ഒരു കൂട്ടം റിലേറ്റഡ് ജനേറ വരുന്നതാണ് ഇത് ഫാമിലി. അതായത് ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജനേറ. അത് റിലേറ്റഡ് ആയിട്ടുള്ള ജീനസിൻ്റെ കൂട്ടത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഫാമിലി എന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ പ്രത്യേകത എന്താ? ലെസ് നമ്പർ ഓഫ് സിമിലാരിറ്റീസ് ആസ് കമ്പയർഡ് ടു ജീനസ് ആൻഡ് സ്പീഷീസ്. ജീനസും സ്പീഷീസും വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടുത്തെ സിമിലാരിറ്റി കുറച്ചുകൂടെ കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റും. Families are characterized on the basis of both vegetative and reproductive features of plant species. അപ്പോൾ ഇവിടെ നോക്കിയ പ്ലാന്റ് സ്പീഷീസിൻ്റെ കേസ് നമ്മൾ പറയുമ്പോൾ അവരുടെ കേസിൽ നമ്മൾ ഈ ഫാമിലീസിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ബോത്ത് വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സ്. അതായത് പ്ലാന്റ് സ്പീഷീസിൻ്റെ കേസിൽ ഫാമിലീസിനെ നമ്മൾ ക്യാരക്ടറൈസ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? വെജിറ്റേറ്റീവ് ഫീച്ചേഴ്സിനെയും അതോടൊപ്പം തന്നെ അവരുടെ റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സിനെയും ബേസ് ചെയ്തിട്ടാണ്. Among plants, for example, 3 different genera, that is Solanum, Petunia and Datura, are placed in the family Solanaceae. അതായത് Solanaceae എന്ന് പറയുന്ന ഫാമിലിയിൽ സൊലാനം, പെറ്റൂണിയ, ഡെറ്റ്യൂറ എന്നീ ജീനസുകളാണ് ഉൾപ്പെടുന്നത്. ഇവയെല്ലാം ഡിഫറെൻറ്റ് ജീനസ് ആണ്. ഓക്കെ, ജനറസ് ആണ്. സൊലാനം, പെറ്റൂണിയ, ഡെറ്റ്യൂറ തുടങ്ങിയ ഡിഫറെൻറ്റ് ജീനസ് ആണ്. പക്ഷെ അവരെന്തോ ഒരു കോമൺ ക്യാരക്ടേഴ്സ് ഷെയർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിനകത്ത് ഫാമിലി സോളനേസിയയിൽ. ഓക്കെ, എമംഗ് ആനിമൽസ്, നമ്മൾ ആനിമൽസിൻ്റെ കേസ് പരിശോധിക്കുകയാണെങ്കിൽ എക്സാമ്പിളായിട്ട് നോക്കി, ജീനസ് പാന്തേറ കംപ്രൈസിങ് ലയൺ, ടൈഗർ, ലെപ്പേർഡ് ഈസ് പുട്ട് അലോങ് വിത്ത് ജീനസ് ഫെലിസ്, ദാറ്റ് ഇസ് എ കാറ്റ് ഫാമിലി. along with the felis, that is cats, in the family Felidae. അതായത് നിങ്ങൾ നോക്കിയേ, പാന്തേറ എന്ന് പറയുന്ന ജീനസിനകത്ത് ആരൊക്കെ ഉൾപ്പെടുന്നത്? ലയൺ, ടൈഗർ, ലെപ്പേർഡ് തുടങ്ങിയവരാണ്. അതേസമയം ഫെലിസ് എന്ന് പറയുന്ന ജീനസിനകത്ത് ആരാ ഉൾപ്പെടുന്നത്? പൂച്ചകളാണ്, കാറ്റ്സ് ആണ്. അപ്പോൾ ഈ പറയുന്ന രണ്ട് ജീനസും, ജീനസ് പാന്തേറയും ജീനസ് ഫെലിസും ഏത് ഫാമിലിനാണ് ഉൾപ്പെടുന്നതെന്ന് നോക്കിയേ? ഫാമിലി ഫെലിഡേ. ഓക്കെ, ഫെലിഡേ എന്ന ഫാമിലിയിലാണ് അത് രണ്ടും ഉൾപ്പെടുന്നത്. സിമിലർലി അതുപോലെ തന്നെയാണ് ഇഫ് യു ഒബ്സർവ് ദ ഫീച്ചേഴ്സ് ഓഫ് എ കാറ്റ് ആൻഡ് എ ഡോഗ്, നമ്മളൊരു പൂച്ചയുടെയും അതോടൊപ്പം തന്നെ ഒരു നായയുടെയും ഫീച്ചേഴ്സ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ യു വിൽ ഫൈൻഡ് സം സിമിലാരിറ്റീസ് ആൻഡ് ഓൾസോ സം ഡിഫറൻസസ്. അല്ലേ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സിമിലാരിറ്റീസ് കാണുന്നതിനോടൊപ്പം തന്നെ അവ തങ്ങളിൽ എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കുന്നതിന് ഡിഫറൻസും ഉണ്ട്. അല്ലേ, ഒരു പൂച്ചയും ഒരു നായയും കൂടെ നിങ്ങൾ പരിശോധിച്ച് നോക്കുക, അവർക്ക് സിമിലാരിറ്റീസിനോടൊപ്പം തന്നെ അവിടെ എന്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും? ഡിഫറൻസും കാണാൻ പറ്റും. അതുകൊണ്ടാണ് ദേ ആർ സെപ്പറേറ്റഡ് ഇൻ 2 ഡിഫറെൻറ്റ് ഫാമിലീസ്. ഈ പറയുന്ന പൂച്ചയും നായയും ഒരു ഫാമിലിയിലല്ല ഉൾപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവർ രണ്ടും 2 ഫാമിലിയിലായി പോയത്. അതായത് പൂച്ചകൾ ഏതിനകത്ത് വരും? ഫെലിഡേ എന്ന് പറയുന്ന ഫാമിലിയിലും, അതേസമയം നായകൾ ഏതിനകത്ത് വരും? കാനിഡേ എന്ന് പറയുന്ന ഫാമിലി, ഇതിനകത്ത് കാൻസിഡേ എന്നാണ്, കാനിഡേ എന്ന ഫാമിലിയിലുമാണ് ഉൾപ്പെടുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് ഫാമിലിയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി അടുത്ത കാറ്റഗറി ഏതാ? ഓർഡർ അല്ലേ. അപ്പോൾ ഓർഡറിനെ കുറിച്ച് നോക്കി, യു ഹാവ് സീൻ ഏർലിയർ ദാറ്റ് കാറ്റഗറീസ് ലൈക്ക് സ്പീഷീസ്, ജീനസ് ആൻഡ് ഫാമിലീസ് ആർ ബേസ്ഡ് ഓൺ എ നമ്പർ ഓഫ് സിമിലർ ക്യാരക്ടേഴ്സ്. അപ്പോൾ നമുക്ക് നേരത്തെ കണ്ട സ്പീഷീസ് ആയിക്കോട്ടെ, ജീനസ് ആയിക്കോട്ടെ, ഫാമിലീസ് ആയിക്കോട്ടെ, ഇവയെല്ലാം എന്തിനെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നു? സിമിലർ ക്യാരക്ടേഴ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരുന്നു അല്ലേ. ജനറലി ഓർഡർ ആൻഡ് അതർ ഹയർ ടാക്സോണമി കാറ്റഗറീസ് ആർ ഐഡന്റിഫൈഡ് ബേസ്ഡ് ഓൺ ദ അഗ്രിഗേറ്റ് ഓഫ് ക്യാരക്ടേഴ്സ്. അതായത് ഓർഡർ തൊട്ട് മുകളിലോട്ട് വരുന്ന ടാക്സോണമി കാറ്റഗറീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ക്യാരക്ടേഴ്സിന് കൂട്ടമാണ് കാണാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്പീഷീസ്, ജീനസ്, ഫാമിലീസ് ഒക്കെ നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഒരേപോലെയുള്ള സിമിലർ ക്യാരക്ടേഴ്സിൻ്റെ നമ്പേഴ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഗ്രൂപ്പുകൾ കൊണ്ടുവന്നത്, സ്പീഷീസ്, ജീനസ്, ഫാമിലിയൊക്കെ. അതേസമയം ഓർഡർ തൊട്ട് മുകളിലോട്ടുള്ള കാറ്റഗറീസ് നമ്മൾ പരിശോധിച്ചാൽ അവ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? കാറ്റഗറീസ് ആർ ഐഡന്റിഫൈഡ് ബേസ്ഡ് ഓൺ ദ അഗ്രിഗേറ്റ്സ് ഓഫ് ക്യാരക്ടേഴ്സ്. ക്യാരക്ടേഴ്സിൻ്റെ കൂട്ടമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുക, അഗ്രിഗേറ്റ്സ് ഓഫ് ക്യാരക്ടേഴ്സ്. അതിൻ്റെ ബേസിസിലാണ് അവിടെ കാറ്റഗറീസ് വന്നിരിക്കുന്നത്, ഓർഡർ തൊട്ട് ഹയർ കാറ്റഗറീസിൻ്റെ കേസിൽ. ഓർഡർ ബീങ് എ ഹയർ കാറ്റഗറി, ഓർഡർ എന്ന് പറയുന്നത് ഒരു ഹയർ കാറ്റഗറിയാണ്. ഇറ്റ് ഈസ് അസംബ്ലേജ് ഓഫ് ഫാമിലി വിച്ച് എക്സിബിറ്റ് എ ഫ്യൂ സിമിലർ ക്യാരക്ടർ. അതൊന്ന് ശ്രദ്ധിക്കണം, ഫാമിലീസിൻ്റെ കൂട്ടമാണ്, പക്ഷെ കുറച്ച് സിമിലർ ക്യാരക്ടേഴ്സേ ഉണ്ടാവുള്ളൂ.
ദ സിമിലർ ക്യാരക്ടേഴ്സ് ആർ ലെസ് ഇൻ നമ്പർ. അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ഇവിടെ എന്താ, ഇവിടുത്തെ ക്യാരക്ടേഴ്സ്, സിമിലർ ക്യാരക്ടേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ് ആസ് കമ്പയർഡ് ടു ഡിഫറെൻറ്റ് ജനേറ ഇൻക്ലൂഡിങ് എ ഫാമിലി. ഒരു ഫാമിലി എടുത്താൽ അതിന് ധാരാളം ജീനസ് ഉണ്ട്, പക്ഷെ അവിടെ നമ്മൾ സിമിലാരിറ്റി നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിരിക്കും. അതേസമയം ഓർഡർ നോക്കുമ്പോൾ ഇവിടെ എന്താ പറഞ്ഞേ, ഓർഡർ നോക്കുമ്പോൾ എന്താ, അവിടെ ഫാമിലീസിൻ്റെ കൂട്ടമാണ്, പക്ഷെ അവിടെ സിമിലാരിറ്റി കുറവാണ്. ഓക്കെ, അതായത് ഓർഡർ തൊട്ടുള്ള ഹയർ കാറ്റഗറീസ് പരിശോധിച്ചാൽ സിമിലർ ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ കുറവായിട്ടാണ് നമുക്ക് കിട്ടുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Plant families like Convolvulaceae, Solanaceae are included in the order Polymoniales, mainly based on the floral characters. അതായത് പ്ലാന്റ് ഫാമിലികളായ കൺവൽവുലേസിയയും സൊളനേസിയയും ഒക്കെ വരുന്നത് ഒരു ഓർഡറിലാണ്. ഓർഡറിൻ്റെ പേരാണ് പോളിമോണിയൽസ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഓർഡർ നമ്മൾ എന്തിനെ ബേസ് ചെയ്താൽ പറയണതെന്ന് ചോദിച്ചാൽ ബേസ്ഡ് ഓൺ ദ ഫ്ലോറൽ ക്യാരക്ടർ. ഫ്ലോറൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പൂവിൻ്റെ പ്രത്യേകതകളെ ബേസ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു ഫാമിലി അങ്ങനെ ഒരു ഓർഡർ വന്നത്. ദ ആനിമൽ ഓർഡർ കാർണിവോറ, ആനിമൽസുമായി ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കേണ്ട ഒരു ഓർഡറിൻ്റെ പേരെന്താണ്, കാർണിവോറ. കാർണിവോറയിൽ വരുന്ന ഫാമിലീസ് ഏതൊക്കെയാണ്, ഫാമിലീസ് ഫെലിഡേ, ഫാമിലി കാനിഡേ. ഫാമിലി ഫെലിഡേയും ഫാമിലി കാനിഡേയും ഏതിനകത്ത് ഉൾപ്പെടുന്നതാണ്, കാർണിവോറ എന്ന ഓർഡറിൽ ഉൾപ്പെടുന്നതാണ്. അടുത്തതാണ് ക്ലാസ്. അപ്പോൾ ക്ലാസിനെ കുറിച്ച് നോക്കി. ദിസ് കാറ്റഗറി ഇൻക്ലൂഡ്സ് റിലേറ്റഡ് ഓർഡേഴ്സ്, അതായത് റിലേറ്റഡ് ആയിട്ടുള്ള ഓർഡേഴ്സ് ചേരുന്നതാണ് ഏതെന്ന് പറയുന്നത്, ക്ലാസ് എന്ന് പറയുന്നത്. ദിസ് ക്ലാസ് ഇസ് ദ കാറ്റഗറി ഇൻക്ലൂഡ്സ് റിലേറ്റഡ് ഓർഡേഴ്സ്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓർഡർ പ്രൈമേറ്റ, ഒരു ഓർഡറിൻ്റെ പേരെന്താ, പ്രൈമേറ്റ എന്ന് പറയും. ഇതിനകത്ത് ആരൊക്കെ വരും, മങ്കി, ഗോറില്ല, ഗിബ്ബൺ തുടങ്ങിയവയൊക്കെ ഈ പ്രൈമേറ്റ എന്ന് പറയുന്ന ഓർഡറിൽ വരും. കാരണം ഇവർ വരുന്ന ക്ലാസ് ആണ്, ഇവരെല്ലാം ഉൾപ്പെടുന്ന ക്ലാസ് ആണ് മമീലിയ. എന്താണ്, മമീലിയ. അലോങ് വിത്ത് ദ ഓർഡർ കാർണിവോറ ഇൻക്ലൂഡ്സ് ആനിമൽസ് ലൈക്ക് ടൈഗർ, കാറ്റ് ആൻഡ് ഡോഗ്. അതായത് കാർണിവോറ എന്ന ഓർഡറിൽ ടൈഗർ, കാറ്റ്, ഡോഗ് എന്നിവ നമുക്ക് കാണാൻ പറ്റും. അതേസമയം പ്രൈമേറ്റ എന്ന് പറയുന്ന ഓർഡറിനകത്ത് ആരൊക്കെ വരുന്നുണ്ട്, മങ്കി, ഗോറില്ല, ഗിബ്ബൺ ഇവയെല്ലാം ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന രണ്ട് ഓർഡർ നമുക്ക് ഏത് ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്താമെന്നാണ് പറയുന്നത്, ക്ലാസ് മമീലിയക്കകത്ത് വരും. അതായത് ഓർഡർ പ്രൈമേറ്റയും ഓർഡർ കാർണിവോറയും നമുക്ക് ഏത് ക്ലാസ്സിൽ ഉൾപ്പെടുത്താം, ക്ലാസ് മമീലിയക്കകത്ത് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. ഈ ക്ലാസ് മമീലിയക്കകത്ത് വേറെ ഓർഡറുകളും വരാറുണ്ട്. ഇനി അടുത്തതാണ് ഫൈലം. ക്ലാസ്സസ് കംപ്രൈസിങ് ആനിമൽസ് ലൈക്ക് ഫിഷസ്, amphibians, reptiles, birds along with the mammals constitute the next higher category called phylum. അതായത് പലതരത്തിലുള്ള ക്ലാസ്സുകളുണ്ട്. ഈ ക്ലാസ്സുകളെല്ലാം ചേരുന്നതാണ് ആക്ച്വലി ഏതെന്ന് പറയാം, ഫൈലം എന്ന് പറയാം. പലതരത്തിലുള്ള ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ഫിഷസിൻ്റെ ക്ലാസ്, ആംഫീബിയൻസിൻ്റേത്, റെപ്റ്റൈൽസിൻ്റെത്, ബേർഡ്സിൻ്റെത്, മാമ്മൽസിൻ്റെത്, അങ്ങനെ പല പല ക്ലാസ്സുകളുണ്ട്. ഇപ്പോൾ ഇവ എല്ലാത്തിൻ്റെയും കൂടെ ഒരു കൂട്ടമാണ് ആക്ച്വലി നമ്മൾ എന്തെന്ന് പറയണത്, ഹയർ കാറ്റഗറിയായ ഫൈലം എന്ന് പറയുന്നത്. All these based on the common features like a presence of notochord and dorsal hollow neural system are included in phylum Chordata. For example, നമ്മളിപ്പോൾ ഒരു ഫൈലത്തിൻ്റെ പേര് പറയുകയാണ് ഫൈലം കോർഡേറ്റ. അപ്പോൾ ഫൈലം കോർഡേറ്റയിൽ ഉൾപ്പെടുന്ന മെമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോമൺ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കണം, നോട്ടോകോഡ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഡോർസൽ ഹോളോ ന്യൂറൽ സിസ്റ്റം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കോമൺ ഫീച്ചർ ഉള്ളവരെല്ലാം നമുക്ക് ഏതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും, ഫൈലം കോർഡേറ്റ എന്ന് പറയുന്നതിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഇതുപോലെ നമുക്ക് പ്ലാന്റ്സിൻ്റെ കേസ് പറയുവാണെങ്കിൽ ക്ലാസ്സസ് വിത്ത് എ ഫ്യൂ സിമിലർ ക്യാരക്ടേഴ്സ് ആർ അസൈൻഡ് ടു എ ഹയർ കാറ്റഗറി കോൾഡ് ഡിവിഷൻ. അതായത് പ്ലാന്റ്സിൻ്റെ കേസിൽ നമ്മൾ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർത്തു വെച്ചിരിക്കുക, അവിടെ നമ്മൾ ഫൈലം എന്ന വേർഡ് അല്ല ഹയർ കാറ്റഗറിക്ക് യൂസ് ചെയ്യുന്നത്. അവിടെ ക്ലാസ്സുകളുടെ കൂട്ടത്തെ നമ്മൾ പ്ലാന്റ്സിൻ്റെ കേസിൽ ക്ലാസ്സുകളുടെ കൂട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേര് ഡിവിഷൻ എന്നാണ്. ആനിമൽസിൻ്റെ കേസിലാണ് ക്ലാസ്സുകളുടെ കൂട്ടത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഫൈലം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്തു വെച്ചിരിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതാണ് ഹയസ്റ്റ് കാറ്റഗറി എന്ന് നമ്മൾ അറിയപ്പെടുന്ന കിങ്ഡം വരുന്നത്. All animals belonging to various phyla are assigned to the highest category called kingdom Animalia in the classification system of animals. Animalsന്റെ classification system നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് കാറ്റഗറി എന്നറിയപ്പെടുന്നത് കിങ്ഡം ആനിമാലിയ ആണ്. ഈ പറയുന്ന എല്ലാ ഫൈലംസും കൂടി ജോയിൻ ചെയ്ത് വരുന്ന ഒരു വലിയ കിങ്ഡമാണ്, വലിയൊരു കാറ്റഗറിയാണ് കിങ്ഡം ആനിമാലിയ എന്ന് പറയുന്നത്. അപ്പോൾ ആനിമൽസിൻ്റെ കേസിൽ ഹയസ്റ്റ് കാറ്റഗറി എന്നറിയപ്പെടുന്നത് കിങ്ഡം ആണ്. ദെൻ പ്ലാന്റ്സിൻ്റെ കേസിൽ നമ്മൾ പ്ലാന്റേ, കിങ്ഡം പ്ലാന്റേ എന്ന് പറയുന്നു. The kingdom Plantae on the other hand is distinct and comprises all the plants
ഫ്രം വേരിയസ് ഡിവിഷൻസ്, അതായത് ഒരുപാട് ഡിവിഷനുകൾ ചേരുന്നതാണ് പ്ലാന്റ്സിൻ്റെ കേസിൽ കിങ്ഡം എന്ന് പറയുന്നത്, കിങ്ഡം പ്ലാന്റ് എന്ന് പറയുന്നത്. ഹെൻസ്ഫോർത്ത് വി വിൽ റെഫർ ടു ദീസ് ടു ഗ്രൂപ്പ്സ് ആസ് ആനിമൽ ആൻഡ് പ്ലാന്റ് കിങ്ഡം. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കിങ്ഡത്തിനെ നമ്മൾ എന്ത് വിളിക്കും? ഒരു കിങ്ഡത്തെ ആനിമൽ കിങ്ഡം എന്ന് വിളിക്കുന്നു, രണ്ടാമത്തെ കിങ്ഡത്തെ നമ്മൾ പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കുന്നു. The taxonomic categories from species to kingdom have been shown in ascending order starting with species in figure 1.1. These are broad categories. However, taxonomists have also developed subcategories in this hierarchy to facilitate more sound and scientific placement of various taxa. അപ്പോൾ നമുക്ക് ഫിഗർ 1.1 ടാക്സോണമി കാറ്റഗറീസ് സ്പീഷീസ് തൊട്ട് കിങ്ഡം വരെ ഇവർ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ചെറുതിൽ നിന്ന് വലുതിലോട്ട് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോവർ ടാക്സോണമി കാറ്റഗറി എന്ന് പറയുന്നത് സ്പീഷീസ് ആണ്. ഹയസ്റ്റ് ടാക്സോണമി കാറ്റഗറി എന്ന് പറയുന്നത് കിങ്ഡം ആണ്. അപ്പോൾ സ്പീഷീസിൽ നിന്ന് കിങ്ഡത്തിലേക്ക് പോകുന്ന ഒരു അസെൻഡിങ് ഓർഡറിലുള്ള ഒരു ടാക്സോണമിക് ഹൈറാർക്കിയാണ് ഈ നൽകിയിരിക്കുന്നത്. ഇത് എക്സാമിന് ചിലപ്പോൾ തിരിച്ചും മറിച്ചും ഒക്കെ നിങ്ങൾക്ക് തന്നിട്ട് അത് ശരിയായിട്ടുള്ളത് ഏതാണ് എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും. അത് ഓർഡർ തെറ്റിക്കാതെ തന്നെ പഠിക്കുക. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ, കിങ്ഡം എന്നിവയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഓർത്ത് വെച്ചിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കോഡ് ഓർത്ത് വെച്ചിരിക്കുക. KPC ഓഫ് GS എന്ന് പറയുന്നൊരു കോഡൊന്ന് ഓർത്ത് വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. K stands for kingdom, P stands for phylum, C stands for class, O stands for order, F stands for family, G stands for genus and S stands for species. അപ്പോൾ നിങ്ങൾക്കിത് ഞാൻ KPC of GS എന്നൊരു കോഡ് ഇപ്പം ഡിസെൻഡിങ് ഓർഡറിലാണ് കേട്ടോ, അതായത് കിങ്ഡത്തിൽ നിന്ന് സ്പീഷീസിലേക്കാണ് എഴുതിയേക്കുന്നത് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചും മറിച്ചും എഴുതാനായിട്ട് സാധിക്കും ഒരു കോഡ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ അടുത്തൊരു പോയിന്റും കൂടി ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, പ്ലാന്റിൻ്റെ കേസിൽ മാത്രം റെപ്രസെൻ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഡിവിഷൻ, കിങ്ഡം എന്ന് എഴുതേണ്ടി വരും അല്ലേ. ആനിമലിൻ്റെ കേസ് മാത്രമാണെങ്കിൽ സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം അല്ല. കാരണം എന്താ? ആനിമൽസിൻ്റെ കേസിൽ ക്ലാസ്സുകൾ ചേർന്ന് ഫൈലവും പ്ലാന്റ്സിൻ്റെ കേസിൽ ക്ലാസ്സുകൾ ചേർന്ന് ഡിവിഷനുമാണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഫൈലമോ ഡിവിഷൻ എന്ന് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നത്. ഓർത്തു വെച്ചിരിക്കുക. പിന്നെ ഈ പറയുന്ന ഓരോ കാറ്റഗറിക്കും ഇടയിലായിട്ട് വേറെ വേറെ പുതിയ പുതിയ ടാക്സോണുകളൊക്കെ ഇപ്പോഴത്തെ സയൻറ്റിസ്റ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്പീഷീസ് കഴിഞ്ഞ് സബ് സ്പീഷീസ് അങ്ങനെയൊക്കെ പറഞ്ഞുള്ള ടാക്സോണുകളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ഹയർ ക്ലാസ്സുകളൊക്കെ വരുമ്പോഴേക്കും പഠിക്കും. അതൊന്നും നമുക്ക് ഇന്നത്തെ ഈ ഒരു NCERT ടെക്സ്റ്റിൽ പഠിക്കാനായിട്ടില്ല കേട്ടോ. ഇനി നോക്കി, ലുക്ക് അറ്റ് ദ ഹൈറാർക്കി ഇൻ ഫിഗർ 1.1. ഇപ്പം നമ്മൾ കണ്ട ഫിഗർ ഒന്ന് നോക്കുക. അതാണ്ട് ഈ ഫിഗർ ഒന്നുകൂടെ ഒന്ന് നോക്കുക. ഡൺ. ക്യാൻ യു റീകോൾ ദ ബേസിസ് ഓഫ് അറേഞ്ച്മെൻറ്റ് എന്താണ് ആ ഒരു ബേസിസ് നിങ്ങൾക്ക് എന്താണെന്ന് ഓർമ്മയുണ്ടോ? Say for example, as we go higher from species to kingdom, അതായത് നമ്മൾ സ്പീഷീസിൽ നിന്ന് കിങ്ഡത്തിലോട്ട് പോകുന്തോറും the number of common characteristics goes on decreasing. അത് കാണാതെ പഠിക്കണം. അതായത് സ്പീഷീസിൽ നിന്നും ചെറുതിൽ നിന്നും വലുതിലോട്ട് പോകുന്തോറും കോമൺ ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യുകയാണ്? കുറഞ്ഞു വരികയാണ്. The number of common characteristics goes on decreasing. Lower the taxa, more the characteristics and the members within the taxon share. അതായത് ടാക്സ കുറഞ്ഞു വരുമ്പോൾ ഇതിപ്പോൾ സ്പീഷീസിലോട്ട് വരുന്തോറും എന്താണ് അവിടുത്തെ ക്യാരക്ടർ കൂടി വരികയാണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അതാണ് അവിടെ പറയണേ. ഹയർ ദ കാറ്റഗറി വലുതാവുമ്പോൾ ഗ്രേറ്റർ ഇസ് ദ ഡിഫിക്കൽട്ടി ഓഫ് ഡിറ്റർമിനിങ് ദ റിലേഷൻഷിപ്പ് ഓഫ് അതർ ടാക്സ അറ്റ് ദ സെയിം ലെവൽ. അതായത് ഈ പറഞ്ഞ കാറ്റഗറി വലുതാവുമ്പോൾ അതിനകത്ത് ഉൾപ്പെടുന്ന ആൾക്കാരുടെ ആ ഒരു റിലേഷൻഷിപ്പ്, ഒരേ ലെവലിൽ വരുന്ന ടാക്സുകളുടെ റിലേഷൻഷിപ്പ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി വരും. കാരണം നേരത്തെ പറഞ്ഞത് തന്നെയാണ്, മുകളിലേക്ക് പോകുന്നതോറും എന്ത് സംഭവിക്കുക? കോമൺ ക്യാരക്ടർ കുറഞ്ഞു വരികയല്ലേ. അത് തന്നെയാണ് അതിനും കാരണം. ഹെൻസ് ദ പ്രോബ്ലം ഓഫ് ക്ലാസിഫിക്കേഷൻ ബിക്കംസ് മോർ കോംപ്ലക്സ്. അതുകൊണ്ട് തന്നെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതിൻ്റെ ആ പ്രോബ്ലം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇപ്പോൾ കൂടി വരികയാണ് എന്നും കൂടി ഓർത്തു വെച്ചിരിക്കുക. ഇനി അടുത്ത് നോക്കി, ടേബിൾ 1.1 indicates the taxonomic categories to which some common organisms like housefly, man, mango, weed belong. അപ്പോൾ അതായത് ചില ഓർഗാനിസത്തിൻ്റെ ടാക്സോണമി കാറ്റഗറീസ് വരുന്ന ഒരു ടേബിളാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്കപ്പോൾ ഓരോന്നും നോക്കാം. ആദ്യം നൽകിയിരിക്കുന്നത് ഹ്യൂമൻ ബീങ് അഥവാ മാനിൻ്റെ കോമൺ നെയിമാണ് അല്ലേ. ദെൻ അവരുടെ ബയോളജിക്കൽ നെയിം എന്താ? മാനിൻ്റെ ബയോളജിക്കൽ നെയിം ഹോമോ സാപ്പിയൻസ് ആണ്. അതിൽ ഹോമോ എന്ന് പറയുന്നത് ജീനസ് നെയിമാണ്. സാപ്പിയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ സ്പീഷീസ് നെയിമാണ് അല്ലേ. പോട്ടെ, ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ജീനസ് നെയിം ഹോമോ ആണ്. അപ്പോൾ മാൻ ഉൾപ്പെടുന്ന ഫാമിലിയാണ് ഹോമിനിഡേ. ഫാമിലിയുടെ പേര് ഹോമിനിഡേ. മാൻ ഉൾപ്പെടുന്ന ഓർഡറിൻ്റെ പേരാണ് പ്രൈമേറ്റ.
മാൻ ഉൾപ്പെടുന്ന ക്ലാസിൻ്റെ പേര് മമേലിയ. മാൻ ഉൾപ്പെടുന്ന ഡിവിഷനാണോ ഫൈലമാണോ? അനിമൽ അല്ലേ മാൻ, അപ്പോൾ ഫൈലം അല്ലേ വരൂ. മാൻ ഉൾപ്പെടുന്ന ഫൈലത്തിൻ്റെ പേരെന്താ? കോർഡേറ്റ. ഇനി അടുത്ത നോക്കിയേ, അടുത്തതാണ് ഹൗസ് ഫ്ലൈ. ഹൗസ് ഫ്ലൈ എന്ന് പറയുമ്പോൾ അറിയാം ഈച്ചയാണ് അല്ലേ. അപ്പോൾ ഈച്ചയുടെ സയൻറ്റിഫിക് നെയിമാണ് മസ്ക ഡൊമസ്റ്റിക്ക. അപ്പോൾ ഹൗസ് ഫ്ലൈ വരുന്ന ജീനസിൻ്റെ പേര് മസ്ക, ഫാമിലിയുടെ പേര് മെസ്സിഡേ, ഓർഡർ ഡിപ്റ്റിറ, ക്ലാസ് ഇൻസെക്ട, ഹൗസ് ഫ്ലൈ ഉൾപ്പെടുന്ന ഫൈലത്തിൻ്റെ പേര് ആർത്രോപോഡ. ഓക്കെ, ഇനി അടുത്ത് നൽകിയിരിക്കുന്ന മാംഗോ ആണ്. മാംഗോ ഒരു പ്ലാന്റ് ആണെന്ന് അറിയാലോ. അപ്പോൾ മാംഗോയുടെ കേസിൽ സയൻറ്റിഫിക് നെയിം എന്താ? മാഞ്ചിഫെറ ഇൻഡിക്കയാണ്. ഇനി മാംഗോ ഉൾപ്പെടുന്ന ജീനസിൻ്റെ പേര് നിങ്ങൾക്കറിയാം, മാഞ്ചിഫെറ. മാംഗോയുടെ ഫാമിലിയുടെ പേര് അനാകാർഡിയേസിയെ. മാംഗോയുടെ ഓർഡറിൻ്റെ പേര് സാപ്പിൻഡെയിൽസ് എന്നറിയപ്പെടുന്നു. ക്ലാസിൻ്റെ പേര് ഡൈക്കോട്ടിലിഡോണേ. മാംഗോയുടെ ക്ലാസിൻ്റെ പേരെന്താ? ഡൈക്കോട്ടിലിഡോണേ. മാംഗോ വരുന്നത് ഫൈലത്തിലാണോ ഡിവിഷനിലാണോ? മാംഗോ ഒരു പ്ലാന്റ് ആണ്, അപ്പോൾ ഉറപ്പായിട്ടും അത് ഫൈലമല്ല, ഡിവിഷനാണ്. ഡിവിഷൻ ആൻജിയോസ്പെർമേ. ഇനി അതുപോലെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് വീറ്റിനെ കുറിച്ചിട്ടാണ്. വീറ്റിൻ്റെ സയൻറ്റിഫിക് നെയിം ട്രിറ്റിക്കം എയ്സ്റ്റിവം. വീറ്റ് ഉൾപ്പെടുന്ന ജീനസിൻ്റെ പേര് ട്രിറ്റിക്കം. വീറ്റ് ഉൾപ്പെടുന്ന ഫാമിലിയുടെ പേര് പോയേസിയെ. പോയേസിയെ. വീറ്റ് ഉൾപ്പെടുന്ന ഓർഡറിൻ്റെ പേര് പോയേൽസ്. വീറ്റ് വരുന്ന ക്ലാസിൻ്റെ പേര് മോണോകോട്ടിലിഡോണേ. അടുത്തത് വീറ്റ് വരുന്നത് ഡിവിഷനിലാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, പ്ലാന്റ് ആയതുകൊണ്ട്. അപ്പോൾ അവർ വരുന്ന ഡിവിഷൻ്റെ പേരെന്താ? ആൻജിയോസ്പെർമേ. അപ്പോൾ ഈ ഒരു ടേബിളും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ധാരാളം ചോദിച്ചിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്, അതോടൊപ്പം തന്നെ ഓഡ് വൺ, അങ്ങനെയുള്ള പല പല ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നന്നായിട്ട് ഇതും പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ദെൻ താങ്ക് യു. ഹാവ് എ നൈസ് സ്റ്റഡി.